ഹലോ മക്കൽസ്, വെൽക്കം ബാക്ക് ടു റാൻസ് ലേണിംഗ് പോർട്ടൽ. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അപ്പോൾ ഇന്നത്തെ ആ ഒരു ഫസ്റ്റ് SSLC എക്സാം എല്ലാം കഴിഞ്ഞ് ഒരു 12 കൂടിയൊക്കെ വീട്ടിലെത്തി ഭക്ഷണമൊക്കെ കഴിച്ച എല്ലാവരും ഇന്നത്തെ ആ ഒരു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇംഗ്ലീഷിന്റെ ആ ഒരു ചാപ്റ്റർ വൈസ് റിവിഷൻ ഒക്കെ തുടങ്ങിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്റെ പ്രതീക്ഷ ശരിയാണെന്ന് വിശ്വസിക്കുന്നു അല്ലെ. എല്ലാവരും ചാപ്റ്ററുകളൊക്കെ ഏകദേശം സമ്മറിയും മറ്റു കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടാകും. എന്നിട്ടാണ് ഈ ലൈവ് അറ്റൻഡ് ചെയ്യാൻ വന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ആവണം. ഇനി അതല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇന്നത്തെ ഈ ഒരു ലൈവ് സെക്ഷൻ കഴിയുന്നതോടുകൂടി 15 ചാപ്റ്റേഴ്സ് അല്ലെ, 5 യൂണിറ്റുകളിലായിട്ട് നീണ്ടു നിവർന്ന് കിടക്കുന്ന ആ ഒരു 15ഓളം ലെസൺസ്, 5 പോയംസും 10 പ്രോസ് ഐറ്റംസും നിങ്ങളുടെ തലയിലേക്ക് ഞാൻ അങ്ങോട്ട് എന്ത് ചെയ്തു തരും, കേറ്റിത്തരും എന്നുള്ള ആ ഒരു പ്രോമിസോട് കൂടിയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, തുടങ്ങാൻ പോവാണ്. സർ തടിയൻ ഷാഫി വരുമോ എന്ന് പ്ലീസ് റിപ്ലൈ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മുടെ തടിയൻ സാറ് രാവിലെ മുതൽ +1 +2 ഒക്കെ ലൈവിലൊക്കെ കയറി ഇങ്ങനെ ആകെ ക്ഷീണിതനാണ്. മിക്കവാറും നമ്മളോടൊപ്പം ജോയിൻ ചെയ്യാൻ മൂപ്പരുണ്ടാവും. നമ്മളൊന്ന് തുടങ്ങി വെച്ചാൽ മതി. ഏതായാലും നാളെ ഇംഗ്ലീഷ് A+ കിട്ടും. നാളെ കിട്ടിയിട്ടില്ലെങ്കിലും മറ്റന്നാൾ ഉറപ്പായിട്ട് എന്ത് ചെയ്യും, നമുക്ക് A+ കിട്ടും. നാളെ കിട്ടൂല, മറ്റന്നാൾ എന്തായാലും A+ കിട്ടാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്തു തരാം. മാക്സിമം നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാര്യമായിട്ട് നോക്കുന്നത് ചാപ്റ്റർ വൈസ് കാര്യങ്ങളാണ്. ചാപ്റ്ററുകളിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും പറഞ്ഞു പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരും. അതോടൊപ്പം തന്നെ ഡിസ്കോഴ്സ് മോഡൽസ്, നമ്മുടെ ഷോർട്ട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നോട്ടീസിന്റെയും അതുപോലെ തന്നെ ഡയറിയുടെയും നരേറ്റീവിന്റെ ഒക്കെ മോഡൽസ് നിങ്ങളെ ഷാഫി സാർ ഒക്കെ പരിചയപ്പെടുത്തി തന്നു ഷോർട്ട് വീഡിയോസിൽ അല്ലേ. അതെല്ലാം കൂടി ഒന്നും കൂടി കോർത്തിണക്കിക്കൊണ്ട് ചെറിയ ചെറിയ മോഡൽസുകളായിട്ട് ഒന്നും കൂടി നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ട് ആ ഒരു ചാപ്റ്റർ നിങ്ങളുടെ തലയിലേക്ക് ആക്കി തരിക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം. നാളെ നമ്മൾ വീണ്ടും ലൈവ് സെക്ഷനുമായിട്ട് എത്തും, ഡിസ്കോഴ്സുമായിട്ട്. അതായത് ഒന്ന് റാൻഡം ആയിട്ടുള്ള പല ചോദ്യങ്ങൾ, ലെറ്ററുകൾ, ഡയറി, കോൺവെർസേഷൻ തുടങ്ങിയിട്ടുള്ള ഏതാനും ചില റാൻഡം സെലക്ഷൻ. ആ ഒരു റാൻഡം സെലക്ഷനിൽ വരുന്ന ചോദ്യങ്ങൾ അടുത്ത ദിവസം 6-ാം തീയതി നിങ്ങൾ എഴുതാൻ പോകുന്ന ആ ഒരു ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് അങ്ങനെ തന്നെ വരട്ടെ എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എ വെരി ഈസി എക്സാം. ഇനി അല്ലെങ്കിലും ആ ചോദ്യങ്ങൾ അല്ല വരുന്നത് എങ്കിലും നിങ്ങൾക്ക് എക്സാം എന്തായിരിക്കും, വളരെ ഈസി ആയിരിക്കും. അതിനു വേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്, ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഏതായാലും ഷോർട്ട് വീഡിയോ കണ്ടാൽ A+ കിട്ടുമോ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടാൽ മാത്രം കിട്ടൂല. കണ്ട കാര്യങ്ങൾ എന്തുകൂടി വേണം, പഠിക്കും കൂടിയും വേണം. എന്നാൽ ആ ഒരു ക്വസ്റ്റ്യൻ ടാഗിന്റെ വീഡിയോ, അതുപോലെ തന്നെ റിപ്പോർട്ടർ സ്പീച്ചിന്റെ ഷാഫി സാർ ചെയ്ത വീഡിയോ, ഫ്രേസൽ വെർബിന്റെ വീഡിയോ ഒക്കെ കണ്ട് അതിലുള്ള കാര്യങ്ങൾ പഠിച്ചാൽ ഗ്രാമർ ഏരിയയിലുള്ള ഫുൾ മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ നരേറ്റീവിന്റെയും ഡയറിയുടെയും മോഡലൊക്കെ തന്നിട്ടുണ്ട് അല്ലെ. ഡയറിയുടെ മോഡൽ പഠിച്ചു കഴിഞ്ഞാൽ ആ മോഡൽ മാത്രമേ ഉള്ളൂ എങ്കിൽ ഒരു 4 മാർക്ക്. എന്നാൽ അതിന്റെ ഉള്ളിലുള്ള കണ്ടന്റും കൂടി കറക്റ്റ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് ഈസി ആയിട്ട് കിട്ടും. നോട്ടീസിന്റെ മോഡൽ ഷോർട്ട് വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തി. ആ നോട്ടീസിന്റെ മോഡൽ പക്ക ഒരു വരി പോലും വിടാതെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുമോ, ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം 5 മാർക്ക്. അതിലൊന്നും യാതൊരു സംശയമില്ല. അപ്പൊ നമ്മുടെ ഷോർട്ട് വീഡിയോസ് കാണാം, എല്ലാം കാണാം. നിലവിൽ ലൈവിലുള്ള ആളുകൾ എല്ലാവരും, ലൈവിലുള്ള എല്ലാ ആളുകളും വേഗം ഒന്ന് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ലിങ്ക് ഒക്കെ ഒന്ന് സ്റ്റാറ്റസിൽ ഒന്ന് ഷെയർ ആയിട്ട് വെക്കുക. ആളുകളുടെ എണ്ണം ഒന്ന് കൂട്ടിക്കുക, വേഗം കൂട്ടിക്കുക. അക്ഷയ് ഭായ്, നിങ്ങളൊരു സ്റ്റഡി അക്കൗണ്ട് തുടങ്ങും, ഈ റാൻസിൽ ഏറ്റവും മികച്ചത്. താങ്ക് യു മാത്യു ജോൺ. ഫൈൻ. അപ്പൊ ഏതായാലും കാര്യത്തിലേക്ക് വരാം അല്ലെ. അധികം ആളുകളൊന്നും ആയിട്ടില്ല. ആളുകളൊക്കെ വേഗം സ്റ്റാറ്റസും മറ്റു കാര്യങ്ങളും വെച്ച് നമ്മുടെ വീഡിയോയിലേക്ക് എണ്ണം കൂട്ടിക്കുക. ഇന്നത്തെ ക്ലാസ് മിസ് ചെയ്താൽ അത് വലിയൊരു മിസ്സായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അക്ഷയേട്ടൻ ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ ലൈവ് കാണുന്നത്. ഏതവനാണ് ഈ മാത്യു ജോൺ? എനിക്ക് പരിചയമുള്ള ആരോ ആണോ എന്നൊരു സംശയമുണ്ട്. മാത്യു ജോൺ, നമ്മളെ നേരത്തെ പരിചയം ഉണ്ടോ എന്നൊരു ചെറിയ സംശയം. അങ്ങനെ ഉണ്ടോ? ആയിക്കോട്ടെ, ഏതായാലും ഫൈൻ. നമുക്ക് എന്ത് ചെയ്യാം, കാര്യത്തിലേക്ക് വരാം. തടിയൻ ഷാഫിയെ കളയണം. ഷാഫി സാറോട് എന്തോ ഒരു വിരോധമുള്ള ആളാണെന്ന് തോന്നുന്നു. ഷാഫി സാർ അടുത്തുനിന്ന് നല്ലോണം കിറുക്കി കിട്ടി, നല്ല കവളത്തൊക്കെ ഒന്ന് കിട്ടിയിട്ടുണ്ടോ സംശയമുണ്ട്. അതാണ് ഇങ്ങനെ ഒരു കമന്റ് ഒക്കെ വരുന്നത്. ഫിദ നമ്മുടെ കൂടെ നെയിം സാർ കൂടിയിട്ടുണ്ട്. കുട്ടികൾ വന്നു തുടങ്ങുന്നുണ്ട്. ഓക്കെ മക്കളെ, മാക്സിമം ഒന്ന് ലിങ്ക് ഷെയർ ചെയ്യണം. എപ്പോഴും പറയുന്നതന്നെ അങ്ങോട്ട് മാക്സിമം ലിങ്ക് ഷെയർ ചെയ്തിട്ട് സുഹൃത്തുക്കളോട്ട് എത്തിച്ചോളൂ. ഷാഫി സാറിനൊന്നും വിളിക്കല്ലോ. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾ മാക്സിമം ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യണം. മാക്സിമം ലിങ്ക് ഷെയർ ചെയ്തോ. നമുക്ക് എന്തായാലും ഈ ക്ലാസ് ഉപകാരപ്പെടും. നമുക്ക് വോൾ ചാപ്റ്റർ അല്ലേ സാറേ? തീർച്ചയായിട്ടും ഫുൾ ചാപ്റ്ററിന്റെ കവറേജ് വിത്തിൻ 3 hours ഉണ്ടല്ലോ. മാക്സിമം 3 hours നിങ്ങൾ എന്തായാലും ഉപകരിക്കും. ഒരിക്കലും ഇതിനിടയിൽ വേറെ വർത്താനല്ലേ, പെട്ടെന്ന് എന്ത് ചെയ്യും, നമ്മൾ കാര്യങ്ങൾ എന്ത് ചെയ്യും, മുന്നോട്ട് മാക്സിമം മക്കളെ ഷെയർ ചെയ്യണം. ഇടയ്ക്ക് സാർ നമ്മളൊപ്പം ജോയിൻ ചെയ്യും അല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ,
അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം വന്ന സാറിന്റെ നെയിം നഹീം സാർ എന്നാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പക്ഷെ. നഹീം സാർ എന്നാണ് സാറിന്റെ പേര്. നമ്മുടെ +1 +2 ചാനലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാറിന്റെ വീഡിയോസ് ഒക്കെ വിശദമായിട്ട് കാണാം കേട്ടോ. കിങ് ഷാഫി സാർ എവിടെ? ഷാഫി സാർ കിങ് വളരെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യും. സാർ ആ ഒരു രാവിലത്തെ ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ചെറിയൊരു ബ്രേക്ക് എടുത്തതാണ്. ഉടൻ തന്നെ ജോയിൻ ചെയ്യും കേട്ടോ. അപ്പൊ നോക്കിക്കോ മക്കളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫുൾ റിവൈഷൻ ആണ്. എല്ലാ ചാപ്റ്റേഴ്സിന്റെയും യൂണിറ്റ് വൈസ് റിവിഷൻ ആണ് ഇന്നത്തെ ഈ ഒരു ലൈവ് സെക്ഷനിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് റാൻസ് ലേണിംഗ് പോർട്ടൽ കൊണ്ടുവരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 യൂണിറ്റും അതിലുള്ള എല്ലാ ചാപ്റ്റേഴ്സിന്റെയും കീ പോയിന്റ്സിലൂടെ നിങ്ങളെ ആ ചാപ്റ്റേഴ്സ് ഒന്നും കൂടി ഒന്ന് റീകോൾ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾക്ക് അറിയാം, അതിന്റെയൊക്കെ സമ്മറിയും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. എങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒക്കെ ക്ലിയർ ചെയ്ത് ചാപ്റ്ററിന്റെ ഫുൾ A to Z കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിച്ചു തരിക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു വീഡിയോ കൊണ്ട് ഇന്നത്തെ ലൈവ് സെക്ഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ഫസ്റ്റ് യൂണിറ്റ്. ആദ്യ യൂണിറ്റിലേക്ക് നമുക്ക് കയറാം. ദ യൂണിറ്റ് നെയിം ഈസ് ഗ്ലിംസസ് ഓഫ് ഗ്രീൻ അല്ലെ. ഗ്ലിംസസ് ഓഫ് ഗ്രീൻ എന്ന് പറയുന്ന ആദ്യ യൂണിറ്റിൽ വി ഹാവ് 3 ലെസൺസ്. 3 ലെസൺസ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ റിട്ടൺ ബൈ റസ്കിൻ ബോണ്ട്സ്, സ്നേക്ക് ആൻഡ് ദ മിറർ റിട്ടൺ ബൈ വൈക്കം മുഹമ്മദ് ബഷീർ, ആൻഡ് there is a poem named as Lines Written in Early Spring by William Wordsworth. These are the lessons we have in Unit 1. Unit 1 ഇത്രയും ലെസൺസ് ആയിരുന്നു നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. യൂണിറ്റ് 1 നിങ്ങൾക്ക് വളരെ വ്യക്തമായിരിക്കും. ഫസ്റ്റ് ടേം എക്സാമിന് വേണ്ടിയിട്ടും സെക്കൻഡ് ടേം എക്സാമിന് വേണ്ടിയിട്ടും മോഡൽ എക്സാമിന് വേണ്ടിയിട്ടൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് നമ്മുടെ വീഡിയോസ് കണ്ട് പരിചയപ്പെട്ട ഒരു യൂണിറ്റ് ആണ് ഇത് യൂണിറ്റ് 1 എന്ന് പറയുന്നത്. അതിലെ ആദ്യത്തെ ലെസൺ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ എന്ന് പറയുന്ന ആ ഒരു ലെസൺ. ഈ ഒരു പിക്ചറിൽ തന്നെ നമുക്ക് കുറെ ആളുകളെ കിട്ടും. ആരാ? ഹു ഈസ് സിറ്റിംഗ് ഓൺ ദ പ്ലാറ്റ്ഫോം. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നത് ആരാണ്? ദ ബോയ് ഇൻ ദ സ്റ്റോറി അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ, ദ പ്രൊട്ടാഗണിസ്റ്റ് ഓഫ് ദ സ്റ്റോറി അല്ലെ. ഈ കഥയിലെ പ്രധാന കഥാപാത്രമായിട്ടുള്ള ബോയ് ദേ ഇരിക്കുന്നു. എവിടെ? അവൻ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പ്ലാറ്റ്ഫോമിൽ. Then we have a myna, a jungle crow, a mongoose and a mongoose and a cobra. ഇത്രയും ആളുകളെ മൊത്തത്തിൽ നമുക്ക് എവിടുന്ന് കിട്ടുന്നു? ആ ഒരു പിക്ചറിൽ നിന്ന് തന്നെ കിട്ടുന്നു. ഇവരുമായിട്ട് മുന്നോട്ട് പോകുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള റസ്കിൻ ബോണ്ട് എഴുതിയിട്ടുള്ള ആ ഒരു സ്റ്റോറി അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീയിലെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. സോ സ്ക്രീൻ ക്ലിയർ അല്ല, അത് ഈ ഒരു പിക്ചറിന്റെ കുഴപ്പമാണ്. ടെക്സ്റ്റ് ബുക്കിലെ ആ ഒരു പിക്ചർ ആയതുകൊണ്ടാണ് അതിനൊരു അവ്യക്തത, അല്ലെങ്കിൽ അതൊരു പ്രശ്നമല്ല കേട്ടോ. ക്ലിയർ ആയിരിക്കും. ഇപ്പൊ എഴുത്തൊക്കെ ക്ലിയർ അല്ലേ? എഴുത്തൊക്കെ ക്ലിയർ അല്ലേ? പറഞ്ഞേ, സ്ക്രീൻ ക്ലിയർ ആണോ എന്ന് പറഞ്ഞേ. എഴുത്ത് ക്ലിയർ ആണോ മക്കളെ? വായിക്കാൻ പറ്റുന്നുണ്ടോ? സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങൾ വായിക്കാൻ പറ്റുന്നുണ്ടോ? സർ സ്ക്രീൻ ക്ലിയർ അല്ല എന്ന് പറയുന്നു. യെസ്, കാണാൻ പറ്റുന്നുണ്ടെന്നാണ് ബുനിയ കമന്റ് ചെയ്തിട്ടുള്ളത്. കാണാൻ പറ്റുന്നുണ്ട്. ഫൈൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യ ചാപ്റ്റർ ഒന്ന് വിശദമായിട്ട് നോക്കാം. നമ്മുടെ ഒരു ഇന്നത്തെ രീതി എന്താന്ന് മനസ്സിലാക്കി തരാം. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ ഇസ് റിട്ടൺ ബൈ റസ്കിൻ ബോണ്ട്. എഴുത്തുകാരുടെ പേരൊക്കെ ഓർമ്മയിൽ വേണം. നരേഷൻ ചോദിക്കുന്ന സമയത്തും റൈറ്റപ്പ് ചോദിക്കുന്ന സമയത്തും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്ത് കൊടുക്കേണ്ടി വരും? ആ ഒരു പേര് ആഡ് ചെയ്ത് പോകേണ്ടി വരും. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ മേജർ ഇവന്റ്സ്. എന്തൊക്കെയാണ് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീയിലെ മേജർ ഇവന്റ്സ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ദ ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ. നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ് അല്ലെ. നമ്മുടെ ബോയ് താമസിക്കുന്ന ഗ്രാൻഡ് ഫാദറിന്റെ ആ വീടും അതിന്റെ പരിസരവും അതിന്റെ ചുറ്റുപാടും ഒക്കെ ആരുടെ ഡൊമൈനിലാണ്? ഗ്രാൻഡ് ഫാദറിന്റെ ഡൊമൈനിലാണ്. ഈ ഒരു വേർഡും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡൊമൈൻ എന്ന് പറയുന്ന വേർഡ് എന്താണ്? അണ്ടർ വൺസ് കൺട്രോൾ എന്നാണ് എന്തിന്റെ അർത്ഥം? ഡൊമൈൻ എന്ന് പറയുന്ന ആ ഒരു വേർഡിന്റെ അർത്ഥം അണ്ടർ വൺസ് കൺട്രോൾ. അപ്പൊ ചോദിക്കാം ഒരു പക്ഷേ ഏതെങ്കിലും ഒരു ഭാഗത്തെ ആ ഒരു ഫസ്റ്റ് പാരഗ്രാഫ് തന്നിട്ടാണ് ആദ്യത്തെ ചോദ്യം SSLC 2024 ക്വസ്റ്റ്യൻ തുടങ്ങുന്നത്. ആ ഒരു അഡ്വഞ്ചേഴ്സിന്റെ ബാനിയൻ ട്രീയുടെ ആദ്യത്തെ പാരഗ്രാഫ് തന്നിട്ടാണെങ്കിൽ അതിലൊരു ചോദ്യം ഒരു പക്ഷെ ഇങ്ങനെ ആയിരിക്കാം. ഇങ്ങനെ pick out a word from the passage which means under one's control. under one's control എന്ന അർത്ഥം വരുന്ന ഒരു വേർഡ് എഴുതാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ഏത് എഴുതണം? ഡൊമൈൻ എന്ന് പറയുന്ന ആ ഒരു വേർഡ് എടുത്ത് എഴുതണം. സോ ഹൗസും ഗ്രൗണ്ടും ആരുടെ പരിധിയിലാണ്? ഗ്രാൻഡ് ഫാദറുടെ പരിധിയിലാണ്. ബട്ട് there is one thing, old banyan tree which is under the control, which is under the domain of boy. എന്നാൽ ആ വീട്ടിനടുത്തുള്ള അല്ലെങ്കിൽ ആ വീടിനോട് ചേർന്നുള്ള ഒരു ബാനിയൻ ട്രീ ഉണ്ടായിരുന്നു. ആ ഒരു ബാനിയൻ ട്രീ ആരുടെ ഡൊമൈനിലാണ്? ബോയുടെ ഡൊമൈനിലാണ് എന്നും നമ്മൾ മനസ്സിലാക്കി. Then the old banyan tree gives the boy endless pleasure. അല്ലെ, ആ ഒരു ബാനിയൻ ട്രീ നമ്മുടെ ബോയ്ക്ക് അതിയായ സന്തോഷമായിരുന്നു പകർന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. അവന്റെ ആ ഒരു വെക്കേഷനിലെ മോസ്റ്റ് ഓഫ് ദ ടൈം അവൻ സ്പെൻഡ് ചെയ്തത് എവിടെയാണ്?
ആ ബനിയൻ ട്രീയിലെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളും വാച്ച് ചെയ്തുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ബോയ്ക്ക് എൻഡ്ലെസ് പ്ലഷർ, അത്യധികം സന്തോഷം പകർന്നു നൽകാൻ ഏതിന് സാധിച്ചിട്ടുണ്ട്? ആ ഒരു ബനിയൻ ട്രീക്ക് സാധിച്ചിട്ടുണ്ട്. Then boy's first friend and familiar is a grey squirrel. ആ ഒരു ബനിയൻ ട്രീയിൽ നിന്നും ബോയ്ക്ക് ആരെ കിട്ടുന്നു? ഒരു സുഹൃത്തിനെ കിട്ടുന്നു. ആരാണ് ആ സുഹൃത്ത്? ഇറ്റ് വാസ് എ ഗ്രേ സ്ക്വിറൽ. അതൊരു ഗ്രേ സ്ക്വിറൽ ആയിരുന്നു. തുടക്കത്തിലൊന്നും ആ ഗ്രേ സ്ക്വിറൽ നമ്മുടെ ബോയുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല? അടുക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ഹി റിസെന്റ് ഹിസ് ഇൻവേഷൻ ടു ഹിസ് പ്രൈവസി എന്ന് പറയുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. എന്തായിരുന്നു റിസെന്റ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം? അൺലൈക്ക്, ഇഷ്ടപ്പെടാതിരിക്കുക എന്നാണ് അല്ലെ. അപ്പോ തുടക്കത്തിൽ ആ ബോയിയുടെ ആ ഒരു വരവൊന്നും, തന്റെ പ്രൈവസിയിലേക്കുള്ള വരവൊന്നും ഗ്രേ സ്ക്വിറലിന് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും പിന്നീട് അങ്ങോട്ട് ആ ഒരു ഗ്രേ സ്ക്വിറൽ ഇണങ്ങാൻ തുടങ്ങി. എങ്ങനെ? Squirrel becomes friendlier after he finds boy does not arm himself with a catapult or a air gun. രണ്ട് equipmentsന്റെ കാര്യങ്ങൾ ഒരു പേര് അവിടെ പറയുന്നു, catapult or air gun. അല്ലെ, കാറ്റബിൾട്ട് എന്ന് പറഞ്ഞാൽ ചവണ, കവണ എന്നൊക്കെ പല നാട്ടിലും പറയാറുണ്ട്. പിന്നെ എയർ ഗണ്ണും. ഇതൊന്നും തന്നെ നമ്മുടെ ബോയുടെ കയ്യിൽ ഇല്ല എന്ന് ആ സ്ക്വിറലിന് മനസ്സിലായി കഴിഞ്ഞപ്പോ the squirrel becomes friendlier with the boy. ബോയുമായിട്ട് ഇണങ്ങി, അല്ലെങ്കിൽ ബോയുമായിട്ടുള്ള കമ്പനി ആസ്വദിക്കാൻ തുടങ്ങി? ആ ഒരു ഗ്രേ സ്ക്വിറൽ ആസ്വദിക്കാൻ തുടങ്ങി എന്ന് നമുക്ക് പറയാം. അതിനുശേഷം നേരെ നമ്മൾ പറഞ്ഞത് ഫിക്സ് സീസണെ കുറിച്ചിട്ടാണ്. ആ ഒരു പാരഗ്രാഫിൽ Banyan tree was the noisiest place on the road എന്നൊരു പോയിന്റ് നമുക്ക് അറിയാൻ പറ്റും. എങ്ങനെയാ? During the fixed season, birds of all kinds would flock into its branches എന്ന് പറയുന്നുണ്ട് അല്ലെ. ആ ഒരു ഫിക്സ് സീസൺ സമയത്ത് ഈ ഫിഗ് കഴിക്കാനായിട്ട് പല ജാതി പക്ഷികളാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്, ആ ഒരു ബാനിയൻ ട്രീയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അവിടെയും ഒരു വേർഡ് നിങ്ങൾ ഓർത്തു വെക്കണം, സ്ക്വാബിൾ എന്ന് പറയുന്ന വേർഡ്. എന്തായിരുന്നു സ്ക്വാബിൾ? മൈനർ ഫൈറ്റ് എന്നാണ് സ്ക്വാബിൾ എന്ന് പറഞ്ഞാൽ. ചെറിയ രീതിയിലുള്ള കലഹം, ബഹളം എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെ ആ പക്ഷികളുടെ ബഹളം കാരണം ആ ബനിയൻ ട്രീ എന്തായി മാറുന്നു? The noisiest place on the road. ആ റോഡിലെ ഏറ്റവും ബഹളം നിറഞ്ഞ, കലഹം നിറഞ്ഞ ഒരു സ്ഥലമായിട്ട് മാറുന്നതും നമ്മൾ കണ്ടു. പക്ഷികളെയൊക്കെ ഓർത്തു വെക്കണം. അതൊന്നും ഞാൻ ഇവിടെ ആഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ഞാൻ ആഡ് ചെയ്തിട്ടില്ല. ഈ ഒരു പോയിന്റ്സിൽ നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടാവും. ഈ ഒരു പോയിന്റ് വായിക്കുമ്പോൾ തന്നെ ഫിക്സ് സീസൺ എന്നും നോയ്സസ്റ്റ് പ്ലേസ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് വായിക്കുമ്പോൾ തന്നെ ഒരു SSLC എക്സാമിന് 2 ദിവസം മുന്നിൽ മാത്രം നിൽക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ആ പക്ഷികളുടെ പേര് മൈൻഡിലേക്ക് വരും. റെഡ് ബോട്ടംഡ് ബുൾബുൾ, റോസി പാസ്റ്റർ, ക്രോ, പാരറ്റ് എന്ന് തുടങ്ങിയിട്ടുള്ള പക്ഷികളുടെ നെയിംസ് നമ്മുടെ മൈൻഡിലേക്ക് വരണം. നിങ്ങളുടെ മൈൻഡിൽ വന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ തുടങ്ങാൻ പോവാണ്. ഏതാണ് ആ സെക്ഷൻ? The fight between mongoose and a cobra. അല്ലെ, halfway up the tree boy has built a small platform. ആ ഒരു ബാനിയൻ ട്രീയുടെ ഏകദേശം മൊത്തം നടുക്കിലായിട്ട് നമ്മുടെ ബോയ് എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട്? ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാന്ന് നമുക്കറിയാം. ഇതിനു വേണ്ടിയിട്ടാ? അപ്പുറത്തെ വീട്ടിലുള്ള പെൺപിള്ളേരെ നോക്കാനാണോ? അല്ല, ഒരിക്കലും ആ ബോയ്ക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ല. അവൻ ഉണ്ടാക്കിയ ആ പ്ലാറ്റ്ഫോം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? He spent his time to read his favorite books. അവന്റെ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളായിട്ടുള്ള ഹക്കിൾബറി ഫിന്നും മൗഗ്ലി സ്റ്റോറീസും ഒക്കെ തുടങ്ങിയിട്ടുള്ള അഡ്വഞ്ചറസ് സ്റ്റോറീസ് വായിക്കാൻ വേണ്ടിയിട്ടാണ് ആ ബോയ് അവിടെ എന്തുണ്ടാക്കിയത്? ആ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയത് എന്നും നമ്മൾ മനസ്സിലാക്കിയ കാര്യമാണ്. Then he sees a mongoose and a cobra fight to death in the garden. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, പ്രത്യേകിച്ച് കാഴ്ചകളൊന്നും ഇല്ലാതെ പോയിരുന്ന ആ ഒരു ഉച്ചയ്ക്ക് ശേഷമുള്ള ആ ഒരു ടൈമിൽ ഒരു ദിവസം അവൻ എന്ത് കാണാൻ അവസരം കിട്ടി? എ ഫൈറ്റ് ബിറ്റ്വീൻ കോബ്ര ആൻഡ് എ മങ്കൂസ്. ഒരു മങ്കൂസും കോബ്രയും തമ്മിലുള്ള ഒരു ഫൈറ്റ്. എങ്ങനെയുള്ള ഫൈറ്റാ? ഫൈറ്റ് ടു ഡെത്ത്, ഒരു മരണ പോരാട്ടം തന്നെ അവന് കാണാൻ അവസരം കിട്ടുകയാണ്. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരാൾ മരണപ്പെടണം, അതാണ് ഫൈറ്റ് ടു ഡെത്ത് അല്ലെ. Then cobra and mongoose come face to face ready for fight. അങ്ങനെ കോബ്രയും മങ്കൂസും ഫേസ് ടു ഫേസ് ആയിട്ട് വരുന്നു. എന്തിനു വേണ്ടിയിട്ടാ? ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടേക്ക് വീണ്ടും ആളുകൾ കൂടുന്നു. ബോയ്ക്ക് പുറമെ സ്പെക്ടേറ്റേഴ്സിന്റെ എണ്ണം കൂടാണ്. എന്തായിരുന്നു സ്പെക്ടേറ്റേഴ്സ്? ഓഡിയൻസ് എന്ന് പറയാം. ഈ ഒരു ഫൈറ്റ് കാണാനായിട്ട് ആളുകൾ വരുന്നുണ്ട്. 2 ആളുകളാ വന്നത്. 2 സ്പെക്ടേറ്റേഴ്സ്. ആരൊക്കെയാ? എ മൈന ആൻഡ് എ ജംഗിൾ ക്രോ. ഒരു മൈനയും ഒരു ജംഗിൾ ക്രോയുമാണ് ഈ ഫൈറ്റ് കാണാനായിട്ട് അങ്ങോട്ട് വന്നത്. They come and settled on the cactus. അവർ വന്നിട്ട് കാക്ടസിന്റെ, കള്ളിമുൾ ചെടിയുടെ ആ ഒരു പിറകിലായിട്ട് അവർ എന്ത് ചെയ്യുന്നു? അങ്ങനെ നിൽക്കുന്നതും നമ്മൾ ആ ഒരു ടെക്സ്റ്റ് ബുക്കിൽ നിന്നും മനസ്സിലാക്കിയതാണ്. സ്റ്റോറിയുടെ ആ ഒരു പോക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടല്ലോ. ഈ ഒരു ഹിൻസ് മാത്രം വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു സ്റ്റോറി ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മങ്കൂസ് ബൈറ്റ്സ് എ സ്നേക്ക് ഓൺ ദ ബാക്ക്. ഫസ്റ്റ് റൗണ്ട്, ആദ്യ റൗണ്ടിൽ നമ്മൾ കണ്ടു മങ്കൂസ് ആരെ ബൈറ്റ് ചെയ്യുന്നു? കോബ്രയെ ബൈറ്റ് ചെയ്യുന്നു. അവിടെയും രസകരമായ രീതിയിൽ നമ്മുടെ റസ്കിൻ ബോണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട്. ബോയ് കാണുന്ന ആ ഒരു ഫൈറ്റിനെ വളരെ രസകരമായ രീതിയിൽ
റസ്കിൻ ബോണ്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാ? നമ്മുടെ കോബ്ര ഹി റേസ്ഡ് ഹിസ് ഫുഡ്, തന്റെ പത്തിയൊക്കെ വിടർത്തി നിൽക്കുന്ന ആ സമയത്ത് മങ്കൂസ് എന്ത് ചെയ്യുന്നു? അതിവേഗം കോബ്രയുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കുകയാണ്. At that time the cobra was trying to mesmerize the mongoose. ആ പോയിന്റ് മറക്കരുത്. ഏതാണ് ആ വേർഡ്? മെസ്മറൈസ്. എന്തായിരുന്നു മെസ്മറൈസ്? കംപ്ലീറ്റ് ദ അറ്റൻഷൻ, ക്യാപ്ചർ ദ കംപ്ലീറ്റ് അറ്റൻഷൻ, പൂർണ്ണ ശ്രദ്ധ പിടിച്ചു പറ്റുക. അല്ലെങ്കിലോ ഹിപ്നോട്ടൈസ് എന്നുള്ള ആ ഒരു വേർഡ് നമുക്ക്, ആ ഒരു മെസ്മറൈസ് എന്നുള്ള വേർഡ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഏതായാലും തന്റെ ആ ഒരു ഗ്ലാസി ഐസ് ഉപയോഗിച്ചിട്ട് ആ മങ്കൂസിനെ വശീകരിക്കാനുള്ള ഒരു ശ്രമം ആര് നടത്തുന്നു? കോബ്ര നടത്തുന്നു. പക്ഷേ മങ്കൂസ് എങ്ങനെയുള്ള ആളാ? മങ്കൂസ് അഗ്രസീവ് മാത്രമല്ല, ഹീസ് എ ക്ലെവർ ഫൈറ്റർ ടു. നല്ല ബുദ്ധിശാലി കൂടിയാണ് ആര്? നമ്മുടെ മങ്കൂസ് എന്ന് നമുക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ട് റസ്കിൻ ബോണ്ട്. ആ ബുദ്ധിപരമായിട്ടുള്ള നീക്കത്തിലൂടെ മങ്കൂസിന് അറിയാം ദ പവർ ഓഫ് ഹിസ് ഗ്ലാസി അൺവിങ്കിങ് ഐസ്. ആ ഇമ വെട്ടാത്ത കോബ്രയുടെ ആ കണ്ണുകളുടെ ആ ഒരു പ്രത്യേകത, ആ ഒരു വശീകരിക്കാനുള്ള പ്രത്യേകത വളരെ നന്നായിട്ട് ആർക്കറിയാം? മങ്കൂസിനറിയാം. അതുകൊണ്ട് മങ്കൂസ് എങ്ങോട്ട് നോക്കിയിട്ടേയില്ല, ആ കണ്ണുകളിലേക്ക് നോക്കിയിട്ടേയില്ല എന്നും ടെക്സ്റ്റിൽ മനസ്സിലാക്കിയ കാര്യമാണ്. എനിവേ മങ്കൂസ് അതിവേഗം കോബ്രയുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കുന്നു. തൊട്ടടുത്തെത്തിയ മൊമെന്റിൽ മങ്കൂസ് എന്ത് ചെയ്യും? ഡാർട്ടഡ് അവേ, ഒഴിഞ്ഞു മാറാണ്. പക്ഷെ കോബ്ര ആ സ്ട്രൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ഫുഡ് താത്തുന്നു, പത്തി താത്തുന്നു. മങ്കൂസ് പുറകിലൂടെ വന്നൊരു കടി കൊടുക്കുന്ന ആ ഒരു രംഗം, അതാണ് ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ കണ്ടത്. എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ബ്ലഡ് ഗ്ലിസൻഡ് ഓൺ ദി കോബ്രാസ് ബാക്ക്. അങ്ങനെ കടി കിട്ടിയ കോബ്രയുടെ ബാക്കിൽ എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ബ്ലഡ് ഗ്ലിസൻഡ്, ആ ഒരു രക്തം പൊടിഞ്ഞതും നമ്മൾ മനസ്സിലാക്കിയതാണ്. Then cobra strike again and miss. രണ്ടാമത്തെ തവണയും മങ്കൂസ് പാഞ്ഞടുത്ത സമയത്ത് കോബ്ര കൊത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എന്തായി പോയി? He missed it. അതും മിസ്സായി പോയി. Then mongoose bites the snake again second round. രണ്ടാമത്തെ റൗണ്ടിലും ആർക്ക് കടി കിട്ടുന്നു? കോബ്രയ്ക്ക് ബാക്കിൽ കടി കിട്ടിയ കാഴ്ച നമ്മൾ കണ്ടു. ഇങ്ങനെ ഈ ഫസ്റ്റ് റൗണ്ടിലും സെക്കൻഡ് റൗണ്ടിലൊക്കെ കോബ്രയ്ക്ക് കടി കിട്ടുന്ന ആ മൊമെന്റിൽ വേറൊരു കാര്യം കൂടി അതിന്റെ ഇടയിൽ സംഭവിക്കുന്നുണ്ട്. എന്താ? യെസ്, the jungle crow and the myna tried to participate in this fight. ഈ ഒരു ഫൈറ്റിൽ പങ്കെടുക്കാൻ ആര് ശ്രമിക്കുന്നുണ്ട്? ജംഗിൾ ക്രോയും മൈനയും ശ്രമിക്കുന്നുണ്ട്. They try to dive towards the cobra. കോബ്രയുടെ നേരെ അവർ ഡൈവ് ചെയ്യുന്നു. But they collide each other and return back to the cactus. അങ്ങനെ കൂട്ടിമുട്ടുന്ന അവർ തിരിച്ചെങ്ങോട്ട് തന്നെ പോകുന്നു? ആ കാക്ടസിലേക്ക് തന്നെ മടങ്ങി പോകുന്ന കാഴ്ചയും നമ്മൾ സെക്കൻഡ് റൗണ്ടിലും ഫസ്റ്റ് റൗണ്ടിലും കണ്ടതാണ് അല്ല മക്കളെ? Then crow is whipped by cobra and died. Mongoose defeats cobra and drags it into bushes. തേർഡ് റൗണ്ട്, മൂന്നാമത്തെ റൗണ്ടിൽ ഇതേ സംഗതി ആവർത്തിക്കുകയാണ്. മങ്കൂസ് അതിവേഗം കോബ്രയുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കുന്നു. കോബ്ര കൊത്താനായിട്ട് പത്തി താഴ്ത്തുന്നു. പക്ഷെ ആര് മിസ്സായി പോകുന്നു? മങ്കൂസ് ഒഴിഞ്ഞു മാറി പുറകിലൂടെ വന്നൊരു കടി കൊടുക്കുകയാണ്. അതേ സമയം ഈ കോബ്രയുടെ പത്തി താന്ന സമയത്തായിരുന്നു ജംഗിൾ ക്രോയും മൈനയും ആ കാക്ടസിന്റെ അവിടുന്ന് ആരടുത്തേക്ക് വന്നത്? കോബ്രയുടെ അടുത്തേക്ക് വന്നത്. പക്ഷേ ആ സമയത്ത് they didn't collide. അവർ കൂട്ടിമുട്ടിയതൊന്നുമില്ല. പകരം മൈന തിരിച്ചു പറന്നുപോയി. പക്ഷെ ക്രോ എവിടെ വന്ന് നിന്നു? ആ ഒരു കോബ്രയുടെ തലയ്ക്ക് തൊട്ട് മുകളിലാണ് വന്ന് നിന്നിട്ടുണ്ടായിരുന്നത്. When the cobra whipped his head back, ആ കോബ്ര തന്റെ തല പിന്നിലേക്ക് ഇങ്ങോട്ട് വലിച്ച സമയത്ത് ആ ഒരു ഫുഡ്, പാമ്പിന്റെ ആ ഒരു ഫുഡ് പത്തി വന്നിട്ട് ആരെ മേലാ അടിച്ചത്? ക്രോയുടെ, ജംഗിൾ ക്രോയുടെ മേല് വന്നടിക്കുന്നു. അങ്ങനെ ആ ജംഗിൾ ക്രോ എന്തായി മക്കളെ? ഡൈഡ്, മരണപ്പെടുകയാണ്. തെറിച്ചു പോയി, എവിടെയോ ചെന്ന് വീണ് അങ്ങോട്ട് മരിച്ചു പോയി എന്നുള്ളതായിരുന്നു കഥ. Then mongoose defeats cobra and drags it into bushes. അങ്ങനെ ഒരുവിധം തളർന്നു നിൽക്കുന്ന കോബ്രയെ ആര് ഡിഫീറ്റ് ചെയ്യുന്നു? ആര് പരാജയപ്പെടുത്തുന്നു? മങ്കൂസ് പരാജയപ്പെടുത്തുന്നു. എങ്ങനെയാ? ആ ഒരു സ്നൗട്ടിനെ കടിച്ചു പിടിക്കുന്നു. ആ ഒരു സമയത്ത് കോബ്ര ആകെ എന്ത് ചെയ്യുന്നുണ്ട്? റിഗിൾഡ് ബൈ പെയിൻ, വേദന കൊണ്ടൊക്കെ പുളയുന്നുണ്ട് എന്നൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ വേദന കൊണ്ട് പുളഞ്ഞ കോബ്ര കുറെ നേരം പരിശ്രമിച്ചെങ്കിലും അവസാനം മരണത്തിന് കീഴടങ്ങുന്നു. അങ്ങനെ മരിച്ച ആ കോബ്രയെ drags it into bushes. ബുഷസിന്റെ ഉള്ളിലേക്ക് ആര് വലിച്ചുകൊണ്ട് പോവാണ്? മങ്കൂസ് വലിച്ചു കൊണ്ടുപോയ ആ ഒരു തേർഡ് റൗണ്ടും നമ്മൾ മനസ്സിലാക്കി. സോ ഹൗ മെനി റൗണ്ട്സ് were there? എത്ര റൗണ്ട് ഉണ്ടായിരുന്നു ഈ മങ്കൂസും കോബ്രയും തമ്മിലുള്ള ഫൈറ്റിൽ? യെസ്, 3 rounds were there. 3 റൗണ്ടാണ് ഉണ്ടായിരുന്നത് അല്ലെ? അങ്ങനെ ആ ഒരു ഫൈറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ബോയ് താഴെ ഇറങ്ങി ആരെ കാണാൻ ചെല്ലുകയാണ്? ഗ്രാൻഡ് ഫാദറിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. Then he explained everything. നരേറ്റീവ് വരുന്ന ഏരിയ ആണ് കേട്ടോ. അങ്ങനെ താഴെ ഇറങ്ങി വന്ന ആ ബോയ് വീട്ടിൽ ചെന്നിട്ട് ഈ ഗ്രാൻഡ് പേയോട് ഈ ഫൈറ്റ് മൊത്തത്തിൽ എന്ത് ചെയ്യുന്നു? നരേറ്റ് ചെയ്താൽ ഹൗ വുഡ് ബി ദ ലൈക്ലി നരേറ്റീവ്? എങ്ങനെയായിരിക്കും ആ നരേറ്റീവ് എന്നുള്ളത് ഫസ്റ്റ് പേഴ്സണിലും തേർഡ് പേഴ്സണിലും നിങ്ങളോട് എന്ത് ചെയ്യും? ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. പലതവണ ചോദിച്ചതാണ്. സോ യു ഷുഡ് റിമെമ്പർ ദാറ്റ്. ആ തന്നിരിക്കുന്ന പോയിന്റ്സിനെയൊക്കെ ഒരു ഹിന്റ് ആയിട്ട് കരുതിയിട്ടൊന്ന് വലിച്ചു നീട്ടിയാൽ
അത് നരേറ്റീവ് എഴുതാനുള്ള ആ ഒരു ഫോർമാറ്റ് നിങ്ങളെ ഇന്ന് രാവിലത്തെ ഷോർട്ട് വീഡിയോയിൽ ഷാഫി സാർ പഠിപ്പിച്ചതാണ്. സോ ജസ്റ്റ് ഫോളോ ദാറ്റ് ആൻഡ് അപ്ലൈ ഇറ്റ്. അത് ഫോളോ ചെയ്യുക, അത് അങ്ങോട്ട് അപ്ലൈ ചെയ്യുക, പേപ്പറിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നാൽ യു വിൽ സ്കോർ 7 out of 7. 7 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. Then grandfather pleases that the mongoose had won. മങ്കൂസ് ജയിച്ചു എന്നറിഞ്ഞ ഗ്രാൻഡ് ഫാദർ ബിക്കംസ് ഹാപ്പി. ഗ്രാൻഡ് ഫാദറിന് ഭയങ്കര സന്തോഷമായി. കാരണം മങ്കൂസ് കീപ്സ് അവേ ദ സ്നേക്സ് ഫ്രം ദ ഗാർഡനിലേക്ക് സ്നേക്സ് ഒന്നും വരാതെ നോക്കുന്ന മങ്കൂസ് അല്ലേ ജയിച്ചത്. അതിൽ ഗ്രാൻഡ് ഭയങ്കര ഹാപ്പി ആയി. ദെൻ അടുത്ത സ്റ്റോറിയിലേക്ക് കിടക്കുകയാണ്. അടുത്ത അഡ്വഞ്ചറിലേക്ക് കയറി കഴിഞ്ഞാൽ White rat starts a friendship with a grey squirrel. അല്ലേ? അപ്പൊ വൈറ്റ് റാറ്റിന്റെ കഥ പറയണം. നമ്മുടെ ഗ്രാൻഡ് ഒരു വൈറ്റ് റാറ്റിനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ആ വൈറ്റ് റാറ്റുമായിട്ട് നമ്മുടെ ബോയ് ഇടയ്ക്ക് ബനിയൻ ട്രീയിലൊക്കെ പോകാറുണ്ട്. അവിടെ വെച്ച് വൈറ്റ് റാറ്റ് സ്റ്റാർട്ട്സ് എ ഫ്രണ്ട്ഷിപ്പ് വിത്ത് എ ഗ്രേ സ്ക്വിറൽ. അവിടെ വെച്ച് നമ്മുടെ വൈറ്റ് റാറ്റ് എന്ത് ചെയ്യുന്നു? ഒരു ഗ്രേ സ്ക്വിറലുമായിട്ട് ഫ്രണ്ട്ഷിപ്പ് തുടങ്ങുന്നു. When the boy goes in search of the grandmother's knitting, he discovers 3 white baby squirrels. അങ്ങനെ ഒരു ദിവസം ഗ്രാൻഡ് മദറിന്റെ നിറ്റിംഗ് മിസ്സായി നിൽക്കുന്ന സമയത്ത് അല്ലെ, അതും തെരഞ്ഞ് ആര് പോവാണ്? നമ്മുടെ ബോയ് തെരയാണ്. വീടിന്റെ ഉള്ളിൽ മൊത്തം തെരഞ്ഞു, കിട്ടിയോ? കിട്ടിയില്ല. Then he saw something is glinting in the hole of the banyan tree. ബനിയൻ ട്രീയുടെ ഹോളിനകത്ത് എന്തോന്ന് തിളങ്ങുന്ന കണ്ടപ്പോ ബോയ് അത് എന്താ നോക്കാൻ വേണ്ടി വെറുതെ കയറിയപ്പോ he was taken aback. എന്തായിരുന്നു taken aback? ഒന്ന് കമന്റ് ചെയ്തേ. എന്തായിരുന്നടാ taken aback? ഇന്ന് രാവിലത്തെ ഷോർട്ട് വീഡിയോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. കണ്ട ആളുകൾക്കൊക്കെ പെട്ടെന്ന് കമന്റ് ചെയ്യാൻ പറ്റും. പറയൂ, എന്താണ് taken aback എന്ന് പറയുന്ന ഫ്രേസൽ വെർബിന്റെ മീനിങ്? പറഞ്ഞേ. ശ്രീനാഥ് ബാസിയൊക്കെ കാണുന്നുണ്ട് നമ്മുടെ വീഡിയോ. ശ്രീനാഥ് ബാസിയൊക്കെ കാണുന്നുണ്ട്. സമയം കിട്ടുന്നുണ്ടാവോ? ഞങ്ങൾ 3 പേർ മാത്രം മതിയടോ. യെസ്, ബുനിയ കമന്റ് ചെയ്തിട്ടുണ്ട് ആദ്യം. ഷോക്ഡ് അല്ലെങ്കിൽ സർപ്രൈസ്. കറക്റ്റ് ആണ് അല്ലെ? ദ ബോയ് വാസ് ടേക്കൺ അബാക്ക്. ബോയ് എന്താകുന്നു? ആകെ ഷോക്ഡ് ആയി പോയി. എന്താ അവൻ കണ്ടേ? 3 white baby squirrels. ആ ഹോളിനകത്ത് 3 വെളുത്ത നിറത്തിലുള്ള അണ്ണാൻ കുഞ്ഞുങ്ങളെ കണ്ട നമ്മുടെ ബോയ് ആകെ ഷോക്ഡ് ആയി പോയി, സർപ്രൈസ്ഡ് ആയി പോയി. Then the grandfather tells the boy that the rat is the father, as the rat and the squirrel are related to each other. അങ്ങനെ ബോയ് ചെന്നിട്ട് ഗ്രാൻഡ്പയോട് ഈ കാര്യം ഷെയർ ചെയ്യാണ്. ഇങ്ങനെ 3 white baby squirrels അതാ ആ ഒരു ഹോളിനകത്ത് ഇരിക്കുന്നു. എന്താ ഇത് സംഭവം? He was totally confused or puzzled. നമ്മുടെ ബോയ് ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു. ഗ്രാൻഡ്പയും ആദ്യമായിട്ടാണ് എന്തിനെ കാണുന്നത്? വൈറ്റ് സ്ക്വിറൽസിനെ കാണുന്നത്. ഗ്രാൻഡ്പയും തുടക്കത്തിൽ ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു. പക്ഷേ when the boy explained about the relationship between the white rat and the grey squirrel, ഈ വൈറ്റ് റാറ്റും ഗ്രേ സ്ക്വിറലും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ബോയ് പറഞ്ഞപ്പോ ഗ്രാൻഡ്പയ്ക്ക് പിന്നെ സംശയമൊന്നും ഉണ്ടായില്ല. ഗ്രാൻഡ്പ എന്ത് ചെയ്തു? ഒരു കൺക്ലൂഷനിലെത്തി. The white rat is the father of these white baby squirrels. നമ്മുടെ വൈറ്റ് റാറ്റ് തന്നെയാണ് ഈ വൈറ്റ് ബേബി സ്ക്വിറൽസിന്റെ ഫാദർ എന്നുള്ള ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. സോ this is adventures in a banyan tree. ഇത്രയേ ഉള്ളൂ adventures in a banyan tree. വെറും 3 സ്ലൈഡിലേക്ക് ആ ഒരു 3-4 പേജുകളോളം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ആ സ്റ്റോറിയെ നമ്മൾ ഒതുക്കുന്നു. പക്ഷേ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് പോലും നമ്മൾ മിസ്സാക്കിയിട്ടില്ല. എല്ലാം കണക്റ്റഡ് ആണ്. 1 by 1 ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ആ സ്റ്റോറി കവർ ചെയ്യാൻ പറ്റി. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ കിട്ടിയ മക്കളെ പറഞ്ഞേ. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ സെറ്റ് ആയോ? എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ? പറഞ്ഞേ. നജ്മ ഷരീജ്, താങ്ക് യു. റെഡി ആണല്ലോ? അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ ക്ലിയർ അല്ലേ? അടുത്തേക്ക് പോവല്ലേ? ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ കാര്യങ്ങളൊക്കെ വായിച്ച് പ്രിപ്പയർ ചെയ്യാനുള്ളതാണ്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഇതിന്റെ PDF നിങ്ങൾക്ക് കിട്ടും, ഇതിന്റെ ലിങ്ക്സ് നിങ്ങൾക്ക് കിട്ടും. ആ പോയിന്റ്സ് ഒക്കെ ഒരിട്ടും കൂടി വായിച്ച് റെഡിയാക്കണം. വേഗം ഒന്ന് ഷെയർ ചെയ്തേ. നിങ്ങൾ 9 ഉള്ളൂ 6 ഉള്ളൂ എന്നൊന്നും പറഞ്ഞു നിൽക്കാതെ ആ 9ഉം 6ഉം ഉള്ള ആളുകൾ എല്ലാവരും നമ്മുടെ ലിങ്ക് ഒക്കെ ഷെയർ ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കും. ഓക്കെ. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ അല്ലേ നമ്മൾ തുടങ്ങിയത്? 7 മണി കഴിഞ്ഞിട്ടാണ്. ഏകദേശം 20 മിനിറ്റിനുള്ളിൽ നമ്മൾ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ തീർത്തു. അങ്ങനെ പെട്ടെന്ന് എന്ത് ചെയ്യണം? കാര്യങ്ങൾ തീർത്തു പോയി ചാപ്റ്ററിലുള്ള ആ ഒരു കണ്ടന്റ് മൊത്തം നിങ്ങളിലേക്ക് തരിക എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഉദ്ദേശിക്കുന്നത്. അടുത്ത ദിവസം, അതായത് നാളെ, നമ്മൾ ഡിസ്കോഴ്സുകളുമായിട്ട് നമ്മൾ അവിടുന്ന് ഇവിടുന്നൊക്കെ ചെകഞ്ഞെടുത്തുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ട് ഓരോ ഡിസ്കോഴ്സിനും ഓരോ മോഡൽ വീതം നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പൊ അതിനു വേണ്ടി തയ്യാറായിക്കൊള്ളുക. അതിനു മുന്നേ ചാപ്റ്റേഴ്സ് അറിയൽ നിർബന്ധമാണ്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ചാപ്റ്റർ. നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. ദ വെരി ഇമ്പോർട്ടന്റ് ലെസൺ, ദ വെരി കോമിക് ലെസൺ, ദ സ്നേക്ക്
and the Mirror, written by വൈക്കം മുഹമ്മദ് ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ആ ഒരു മനോഹരമായിട്ടുള്ള രസകരമായിട്ടുള്ള ഹ്യൂമർ സെൻസോട് കൂടിയിട്ടുള്ള ആ ഒരു സ്റ്റോറി, The Snake and the Mirror, and we have the homeopath. നമുക്ക് ആരുണ്ട് ആ കഥയിൽ? homeopath ഉണ്ട്. And all these things are very important. The mirror is important, the snake is important, and also the white vest is also very important in this lesson. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ലെസൺ ആയിരുന്നു The Snake and the Mirror. നോക്കാം, മേജർ ഇവന്റ്സിലേക്ക് കയറി കഴിഞ്ഞാൽ homeopath is engaged in a discussion about snakes with his friends. ഈ ഒരു സ്റ്റോറി തുടങ്ങുന്ന സമയത്ത് നമ്മുടെ homeopath അല്ലെ, homeopath എന്തിന്റെ തിരക്കില? He was sharing one of his encounters with a snake. തനിക്കൊരു സ്നേക്കുമായിട്ടുണ്ടായ ഒരു അനുഭവം തന്റെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആര്? നമ്മുടെ homeopath എന്ന് നമുക്കറിയാം. Then he recalls an incident. He recalls an incident with a snake. ഒരു സ്നേക്കുമായിട്ടുണ്ടായ ഒരു അനുഭവം അദ്ദേഹം എന്ത് ചെയ്യുന്നു? He recalls. അദ്ദേഹം ഓർത്തെടുക്കുന്നു അല്ലെ, നമ്മൾ ഓർത്തെടുത്താൽ കണ്ടതാണ്. He was sitting. നീ നേരെ ആ ഒരു ഇൻസിഡന്റിലേക്ക് കയറുന്നു. He was sitting in his room reading. തന്റെ റൂമിൽ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആര്? നമ്മുടെ homeopath. നേരെ വായിച്ചുകൊണ്ടിരിക്കുന്നു പറയാൻ പാടില്ല. റൂമിലേക്ക് വരുന്നു, ആ ഒരു റാറ്റ് ഉണ്ടാക്കുന്ന ശബ്ദത്തിനെ കുറിച്ച്, ആ ഒരു ഫെമിലിയർ സൗണ്ടിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആ ഒരു ഏണിങ്സ്, മീഗർ ആയിട്ടുള്ള ഏണിങ്സിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം കിടക്കാൻ ശ്രമിക്കുന്നു, പക്ഷെ ഉറക്കം വരുന്നില്ല. പുറത്ത് വരാന്തയിലേക്ക് പോകുന്നു. അങ്ങനെ തിരിച്ചു വന്ന് ഉറക്കം കിട്ടാത്ത സമയത്താണ് അദ്ദേഹം എന്ത് തുടങ്ങിയത്? ദ മെറ്റീരിയ മെഡിക്ക എന്ന് പറയുന്ന ആ ബുക്ക് അദ്ദേഹം എടുത്ത് വായിക്കാനിരിക്കുന്നത്. എവിടെയാ? on the table, on the table, and there was a mirror and there was also a comb too. ആ ഒരു മിററും മിററിനോട് ചേർന്ന് എന്തുണ്ടായിരുന്നു? ഒരു comb, ഒരു ചീർപ്പ് ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്കറിയാം. So he looks at the mirror and admires himself. അങ്ങനെ വായിക്കാനിരുന്ന അദ്ദേഹം എന്ത് തുടങ്ങുന്നു? He looks at the mirror and admires himself. ആ ഒരു മിററിൽ നോക്കി തന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ തുടങ്ങിയ homeopathiനെ നമ്മൾ കണ്ടതാണ്. At that time he takes some decisions. അങ്ങനെ തന്റെ സൗന്ദര്യത്തിൽ മതിമറന്ന് നിന്ന ആ homeopath എന്ത് ചെയ്യാണ്? 3 തീരുമാനങ്ങൾ എടുക്കുകയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 തീരുമാനങ്ങൾ എടുക്കുന്നു. ആ തീരുമാനങ്ങളിലെ ഇമ്പോർട്ടന്റ് ആയത് എന്തായിരുന്നു? He would shave daily and grow a thin mustache. അദ്ദേഹം എല്ലാ ദിവസവും എന്ത് ചെയ്യും? ഷേവ് ചെയ്യും. ആൻഡ് ഗ്രോ എ തിൻ മുസ്റ്റാഷ്. കട്ടി കുറഞ്ഞൊരു മീശ വളർത്താനും അദ്ദേഹം തീരുമാനിച്ച ഒന്നാമത്തെ ഡിസിഷൻ. അത് കഴിഞ്ഞാൽ ഒരു എർത്ത് ഷേക്കിംഗ് ഡിസിഷൻ വരുന്നുണ്ട്. എന്താണ്? He would always keep that attractive smile on his face. എവിടെ പോയാലും എപ്പോഴും അദ്ദേഹത്തിന്റെ മുഖത്തൊരു ചെറു പുഞ്ചിരി നിലനിർത്താൻ ആര് തീരുമാനിക്കുന്നു? homeopath തീരുമാനിക്കുന്നു. അതാണ് രണ്ടാമത്തെ ഡിസിഷൻ. Then there is a lovely decision. He would marry. വളരെ മനോഹരമായിട്ടുള്ള ലവ്ലി ആയിട്ടുള്ള ഒരു ഡിസിഷൻ അദ്ദേഹം എടുക്കുന്നുണ്ട്. എന്തായിരുന്നു ആ ഡിസിഷൻ? He would marry. താൻ ഒരു കല്യാണം കഴിക്കും. അതും എങ്ങനെയുള്ള ആളെ? He would marry a lady doctor with plenty of money and good medical practice, and also she should be fat. കടിച്ച ഒരു പെണ്ണുകൂടി ആയിരിക്കണം തന്റെ വധു എന്നുള്ള തീരുമാനവും ആരെടുക്കുന്നു? homeopath എടുക്കുന്നു. എന്താണ് ഈ ഫാറ്റ് ആയിട്ടുള്ള ലേഡി എന്നുള്ളതിന്റെ കാരണം നമുക്കറിയാം. എന്താണ്? If he made some silly mistake, തന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ she should not be able to run after him and catch him. ആ സ്ത്രീക്ക് അല്ലെങ്കിൽ ആ വധുവിന് അല്ലെങ്കിൽ തന്റെ ഭാര്യയാകാൻ പോകുന്ന സ്ത്രീക്ക് എന്ത് ചെയ്യാൻ പാടില്ല? തന്നെ വന്ന് പിടിക്കാൻ പറ്റരുത്. അതുകൊണ്ടാണ് he would like to marry a fat lady. നമ്മൾ മനസ്സിലാക്കിയതാണ്. അതൊക്കെ ഈ ഒരു ഭാഗത്തു നിന്നുള്ള ഹ്യൂമർ ആണ് അല്ലെ, തമാശകൾ നിറഞ്ഞ ഭാഗങ്ങളിലേക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ് he would like to marry a fat lady. അതിന്റെ റീസണും പറയാ എന്ന് പറയുന്നു. Then his thoughts are interrupted by sounds from above. ഇങ്ങനെയുള്ള ആ ചിന്തകളെയൊക്കെ തടസ്സപ്പെടുത്തിക്കൊണ്ട് എന്തോ ഒരു സൗണ്ട് അദ്ദേഹം കേൾക്കുന്നുണ്ട്. ആ സൗണ്ട് എന്താ നമുക്കറിയാം? The sound made by the rat. അല്ലെ, എലികൾ ഉണ്ടാക്കുന്ന ശബ്ദമാണ് എന്ന് നമുക്കറിയാം. So suddenly a snake falls from above with a thud. ഒരു thud സൗണ്ടോട് കൂടി പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മേലിലേക്ക് എന്ത് വന്ന് വീഴുന്നു മക്കളെ? A snake. ഒരു പാമ്പ് വന്ന് വീഴുന്നതും നമ്മൾ ആ കഥയിൽ കണ്ടതാണ്. It coils around his arm and spreads out its hood. അങ്ങനെ വന്നു വീണ ആ സ്നേക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ ചുറ്റുന്നു. and spread out its hood. പത്തി വിടർത്തി നിന്നതും നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് വെറും 4 inches away ആയിട്ട് ആരുണ്ടായിരുന്നു? അദ്ദേഹത്തിന്റെ ഹെഡിൽ നിന്നും വെറും 4 inch അകലെയായിട്ട് ആ ഒരു സ്നേക്കിന്റെ ഹുഡ് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടു. The terrified narrator sits like a stone image in flesh. ഒരു കല്ല് പോലെ, മാംസമുള്ള ഒരു കല്ല് പോലെയാണ് ആരിരുന്നത്? homeopath ആ സമയത്ത് അവിടെ ഇരുന്നത്. He didn't
cry out, he didn't tremble and he didn't shake. അദ്ദേഹം ഒന്ന് കുലുങ്ങിയതോ ഒന്ന് അനങ്ങിയതോ പോലുമില്ല, അദ്ദേഹം ഉറക്കെ നിലവിളിച്ചതോ ഒന്നും ചെയ്തിട്ടില്ല. He stood there, he sits like a stone image in flesh. ഒരു മാംസം ഉള്ള ഒരു കല്ല് പോലെ, ഒരു സ്റ്റോൺ പോലെ അവിടെ അനങ്ങാതിരിക്കുകയാണ് ആര് ചെയ്തത്? ഹോമിയോപ്പതി ചെയ്തത് എന്ന് നമ്മൾ കണ്ടു. എനിവേ, the snake sees its reflection in the mirror. ദാ ഈ പിക്ചറിൽ കാണുന്നത് പോലെ the snake sees its reflection in the mirror. തന്റെ റിഫ്ലക്ഷൻ ആ സ്നേക്ക് എവിടെ കാണുന്നു? മിററിൽ കാണുന്നു. Then it starts admiring itself and slithers down towards the mirror. ആ ഒരു ഹോമിയോപ്പതിന്റെ കാഴ്ചപ്പാടില് സ്നേക്ക് എന്ത് ചെയ്യായിരുന്നു? ഇറ്റ് വാസ് അഡ്മയറിംഗ് ഇറ്റ്സ് ലൈഫ്. ഇറ്റ്സ് ലൈക്ക് എ ഹോമിയോപ്പത് കുറച്ച് നിമിഷങ്ങൾക്ക് മുന്നേ ചെയ്തതുപോലെ ആ സ്നേക്കും തന്റെ സൗന്ദര്യം ആസ്വദിക്കുന്നത് പോലെയാണ് ആർക്ക് തോന്നിയത്? ഹോമിയോപ്പതിന് തോന്നിയത്. എനിവേ, ദ സ്നേക്ക് സ്ലിതേഴ്സ് ഡൗൺ ടുവാർഡ്സ് ദ മിറർ. അങ്ങനെ തന്റെ റിഫ്ലക്ഷൻ കണ്ട ആ സ്നേക്ക് എന്ത് ചെയ്യുന്നു മക്കളെ? പതിയെ ഇഴഞ്ഞിഴഞ്ഞ് ആ ടേബിളിലേക്ക് കയറി പോകുന്നതും നമ്മൾ കണ്ടതാണ്. At that time, that was a chance actually. അതെന്തായിരുന്നു? ഒരു അവസരമായിരുന്നു to escape from there. അവിടുന്ന് രക്ഷപ്പെടാൻ ഒരു അവസരം ആർക്ക് കിട്ടി? ഹോമിയോപ്പതിന് കിട്ടി എന്ന് നമ്മൾ മനസ്സിലാക്കി. So homeopath gets up and runs out. എണീറ്റ് ആര് ഓടുന്നു? ഹോമിയോപ്പതി എണീറ്റ് ഓടുന്നു. എവിടേക്കാ ഓടിയത്? To his friend's house. അവന്റെ ഒരു സുഹൃത്തിന്റെ വീട്ടിലേക്കാണ് ഓടിയത് അല്ലെ? അപ്പോ അങ്ങനെ വീട്ടിലെത്തുന്നു. അദ്ദേഹം അവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാം. He smeared oil all over his body and took a bath. വേഗം എണ്ണ തേച്ചൊരു കുളി അങ്ങ് പാസ്സാക്കാണ് അദ്ദേഹം ചെയ്തത്. ഈ സ്മിയർ എന്ന് പറയുന്ന വേർഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേർഡാണ്. ഒരു തവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സ്പ്രെഡ് ഓയിൽ ഓൾ ഓവർ ദ ബോഡി ഓർ ഒരു സർഫസിൽ ഓയിൽ തേക്കുക എന്നുള്ള അർത്ഥം വരുന്ന വേർഡ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെഴുതണം? സ്മിയർ എന്ന് പറയുന്ന വേർഡ് എഴുതണം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലുള്ള വേർഡാണ് സ്മിയർ. ഓർത്തു വെക്കാം. So next day he returns to his room and finds his things are robbed. തൊട്ടടുത്ത ദിവസം ഫ്രണ്ട്സിനെയും കൂട്ടി തന്റെ റൂമിലേക്ക് വരികയാണ് സാധനങ്ങളൊക്കെ മാറ്റാൻ. അങ്ങനെ വന്ന സമയത്ത് കണ്ട കാഴ്ച എന്താ? എവറിത്തിങ് ഹാസ് ബീൻ റോബ്ഡ്. എല്ലാം എന്തായിട്ടുണ്ട്? കളവ് പോയിട്ടുണ്ട്. ഏതൊക്കെയോ മോഷ്ടാക്കൾ വന്നിട്ട് അതെല്ലാം കട്ടെടുത്ത് പോയി. പക്ഷേ ഒരു സാധനം അവിടെ ബാക്കിയുണ്ടായിരുന്നു. ഓൺലി ഹിസ് ഡർട്ടി വെസ്റ്റ് റിമെയിൻസ്. അദ്ദേഹത്തിന്റെ ആ ഒരു ഡർട്ടി ആയിട്ടുള്ള ആ ഒരു വെസ്റ്റ് ദേ ഇവിടെ വിഷ്വൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബാനിയൻ മാത്രം അവിടെ കിടക്കുന്ന കാഴ്ചയാണ് ആര് കണ്ടത്? ഹോമിയോപ്പതി കണ്ടത്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നുകയാണ് ദാറ്റ് വാസ് ആക്ച്വലി എ ഫൈനൽ ഇൻസൾട്ട്. അതൊരു ഫൈനൽ ഇൻസൾട്ട്. ഓൾറെഡി ഒരു ഇൻസൾട്ട് എന്നുള്ള ഒരു മോഷണം ഇവിടെ നടന്നു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഇതെന്താണ്? ഒരു ഫൈനൽ ഇൻസൾട്ട് ആയിട്ട് ആർക്ക് തോന്നുകയാണ്? ഹോമിയോപ്പതിന് തോന്നുകയാണ്. എനിവേ, ആ ഒരു സ്റ്റോറി, ആ ഒരു ബിഫോർ ദി അറൈവൽ ഓഫ് ദി കോബ്ര, ആ ഒരു കോബ്രയുടെ അല്ലെങ്കിൽ സ്നേക്കിന്റെ വരവിന് മുന്നേ വളരെ പൊങ്ങച്ചം പറഞ്ഞ് ഒരു പ്രൈഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ഹോമിയോപ്പതിനെ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ ഇങ്ങനെയുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിക്കുള്ളൂ, ഞാൻ എപ്പോഴും ചിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു അൺമാരിഡ് ആയിട്ടുള്ള ഡോക്ടറാണ്. എല്ലാവരുടെ മുന്നിലും എന്റെ പ്രസൻസ് ഫീൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്ന ആ ഒരു ഹോമിയോപ്പത് ഈ ഒരു സ്നേക്ക് വന്ന് എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിൽ അദ്ദേഹം പറയുന്നുണ്ട്, he was a fool, a stupid, poor doctor എന്നുള്ളൊരു തിരിച്ചറിവ് ഹോമിയോപ്പതിന് വരുന്നുണ്ട്. അതാർക്ക് ഇഷ്ടപ്പെട്ടു? ആ ഒരു ദൈവത്തിന് ഇഷ്ടപ്പെട്ടതായിട്ടും അതുകൊണ്ടാണ് സ്നേക്ക് പെട്ടെന്ന് എവിടേക്ക് പോയത്? തന്റെ ശരീരത്തിൽ നിന്നും ആ ടേബിളിലേക്ക് പോയത് എന്നുള്ള കാര്യമൊക്കെയുള്ള ഒരു തിരിച്ചറിവ് ആർക്ക് വരുന്നുണ്ട്? ഹോമിയോപ്പതിന് വരുന്നുണ്ട്. ഏതായാലും ആ ഒരു ഡ്രീമും റിയാലിറ്റിയും തമ്മിലുള്ള ആ ഒരു കോൺട്രാസ്റ്റ് ആണ് ഏത് സ്റ്റോറി എന്ന് പറയുന്നത്? ദ സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറി. അപ്പോ യൂണിറ്റ് 1-ലെ രണ്ട് സ്റ്റോറി, അഡ്വെഞ്ചേഴ്സിന്റെ ബാനിയൻ ട്രീയും അതുപോലെ സ്നേക്ക് ആൻഡ് മിററും നമുക്ക് ഏകദേശം സമ്മറൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സർ സ്ക്രീൻ കാണുന്നില്ല എന്ന് കമന്റ് ചെയ്യുന്നുണ്ടല്ലോ. സ്ക്രീൻ കാണുന്നില്ല, ഒന്ന് ശരിയാക്കിയതോ? ഓക്കെയാണ്. ഇപ്പൊ റെഡി ആയിട്ടുണ്ട് അല്ലേ? റെഡി. സൈഡ് കാണുന്നില്ല. ഏത് സൈഡാ കാണാത്തത്? സൈഡൊക്കെ ഓക്കെ ആണല്ലോ. എന്റെ ഇതിൽ കാണുന്നുണ്ട്, കുഴപ്പമൊന്നും തോന്നുന്നില്ല. ഇപ്പൊ റെഡി അല്ലേ മക്കളെ? റെഡി അല്ലേ? റെഡിയാണ്. ഓക്കെ, റെഡിയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ രണ്ട് ചാപ്റ്റർ സ്നേക്ക് ആൻഡ് മിററും ഏകദേശം നമ്മൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി യൂണിറ്റ് 1-ലുള്ളത് ഒരു പോയമാണ്. ലയൺസ് റിട്ടേൺ ഏർലി സ്പ്രിംഗ് എന്ന് പറയുന്ന പോയമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്, ഇനി നോക്കാനുള്ളത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദാറ്റ്. അതിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, പെട്ടെന്ന് കിടക്കാം. യൂണിറ്റ് 1 ഇതാ ഫിനിഷ് ചെയ്യാൻ പോവാണ്. യൂണിറ്റ് 1-ലെ ലാസ്റ്റ് ലെസൺ ലയൺസ് റിട്ടേൺ ഇൻ ഏർലി സ്പ്രിംഗ് ഇറ്റ്സ് പോം അല്ലേ? വില്യം വേർഡ്സ്വർത്ത് എഴുതിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള നേച്ചറിനെ കുറിച്ചിട്ടുള്ള ഒരു പോമാണ് ഏതെന്ന് പറയുന്നത് ലയൺസ് റിട്ടേൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ആസ് വി നോ, നമുക്കറിയാം ഒരു കാര്യം, എന്താ? ഈസ് എ നാച്ചുറൽ ലവർ. ആ ഒരു വില്യം വേർഡ്സ്വർത്ത് ഒരു നാച്ചുറൽ ലവർ ആണ്, ഒരു പ്രകൃതി സ്നേഹി കൂടിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ നേച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള
ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ്. ഒരു ഷോർട്ട് സമ്മറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഫോം ബേസ്ഡ് ആയിട്ട് 5 മാർക്കിന് ലൈൻസ് തന്നിട്ടുള്ള ചോദ്യങ്ങൾ, അതുപോലെ തന്നെ അപ്രിസിയേഷൻ, ഇത് മാത്രമാണ് SSLC എക്സാമുകൾക്ക് ചോദിക്കാറുള്ളത്. 10 മാർക്ക് പോയത്തിൽ നിന്നും ചോദിക്കുക, 10 മാർക്കാണ്. 5 പോയംസ് നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്നും ഈ 5 മാർക്സിന്റെ ക്വസ്റ്റ്യൻ 1 2 3 4 5 ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഒരെണ്ണം എന്തുമായിരിക്കും? അപ്രിസിയേഷനും ആയിരിക്കും. അങ്ങനെ അപ്രിസിയേഷൻ ചോദിക്കുകയാണെങ്കിൽ ഒരു ഷോർട്ട് സമ്മറി ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്രിസിയേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അതിൽ എന്താണ് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, lines written in early spring by William Wordsworth is a reflective poem where the speaker finds solace in nature's beauty while pondering the sorrows of human existence. ആ ഒരു പ്രകൃതിയിൽ, നേച്ചറിൽ സമാധാനം കണ്ടെത്തുന്ന ഒരു പോയറ്റിനെയും അതോടൊപ്പം തന്നെ പ്രകൃതിയോട് വേണ്ടാത്ത കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന മനുഷ്യനെ കുറിച്ച് ആലോചിച്ച് സങ്കടപ്പെടുന്ന പോയറ്റിനെയും നമുക്ക് ഇവിടെ കാണാം. ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് എന്ന് പറയുന്ന ഈ ഒരു പോയത്തിൽ കാണാനായിട്ട് സാധിക്കും. Amidst the tranquility of the natural world, the speaker contemplates the disconnect between the joyful harmony of the environment and the sadness in human hearts. പ്രകൃതിയിൽ നിന്നും ഒരുപാട് വിട്ടുമാറി ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ആ ഒരു മനുഷ്യന്റെ ആ ഒരു സ്വഭാവം, അല്ലെ? ഇത്രമാത്രം പ്രകൃതിയിലുണ്ട്, മനുഷ്യന് വേണ്ട എല്ലാ സന്തോഷവും ഹാപ്പിനെസ്സും ഒക്കെ പ്രകൃതിയിലുണ്ട്. അത് തിരിച്ചറിയാതെ അതിൽ നിന്നും വിട്ടൊഴിഞ്ഞു മാറി നിൽക്കുന്ന ആ ഒരു മനുഷ്യന്റെ ആ ഒരു സ്വഭാവത്തിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതും നമുക്ക് എവിടെ കാണാം? ഈ ഒരു പോയത്തിൽ കാണാനായിട്ട് സാധിക്കും. Ultimately, the poem emphasizes the healing power of nature and its ability to offer solace and comfort amidst life's struggles. ഏതൊരു പ്രശ്നത്തിനിടയിലും പ്രകൃതിക്ക് നമുക്ക് എന്ത് തരാൻ സാധിക്കും? ഒരു സൊലൈസ്, ഒരു പീസ്, സമാധാനം തരാൻ സാധിക്കും എന്നുള്ള ആ ഒരു സത്യം കൃത്യമായിട്ട് പറയാൻ ആർക്ക് സാധിക്കുന്നുണ്ട്? വില്യം വേർഡ്സ്വർത്തിന് ഇവിടെ സാധിക്കുന്നുണ്ട്. ഏതായാലും ഈ ഒരു സമ്മറിയിൽ പറയാത്തൊരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹം ആ ഒരു ഗ്രോവിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഹേർഡ് 1000 ബ്ലെൻഡഡ് നോട്ട്സ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ പോം തുടങ്ങുന്നത്, അല്ലെ? ഒരുപാട് മിക്സ്ചേർഡ് ആയിട്ടുള്ള സൗണ്ടുകൾ അദ്ദേഹം അവിടെ കേൾക്കുകയാണ്. And he was very happy and comfortable in the beginning of this poem. ഈ ഒരു പോം തുടങ്ങുന്ന സമയത്ത് അദ്ദേഹം വളരെ ഹാപ്പിയാണ്, കംഫർട്ടബിൾ ആണ്. But when he started to think of the human world who is doing destruction towards nature, പ്രകൃതിയോട് ക്രൂരതകൾ മാത്രം കാണിക്കുന്ന മനുഷ്യനെ കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് he became very sad. അദ്ദേഹത്തിന് ആകെ എന്താവാണ്? സങ്കടമാവാണ്. അപ്പോ എങ്ങനെയാണ് ഈ മനുഷ്യൻ മാത്രം ക്രൂരത കാണിക്കുന്നത് എന്നുള്ളതിന് അദ്ദേഹം 3 പ്രൂഫ്സ് നമ്മുടെ മുന്നിലേക്ക് തരുന്നുണ്ട്. When he looked at the flowers in that grove, when he looked at the birds in that grove, and when he looked at even the budding twigs, പുതുതായിട്ട് മുളച്ചു പൊന്തിയ ശിഖരങ്ങളിലേക്ക് നോക്കിയ സമയത്തും he could understand something. അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്താ മനസ്സിലാക്കാൻ കഴിഞ്ഞത്? They are trying to find happiness from the nature. ഈ ഫ്ലവേഴ്സും ഈ ബേർഡ്സും അതുപോലെ തന്നെ ആ ഒരു ബഡ്ഡിംഗ് ട്വിഗ് വരെ പ്രകൃതിയിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നു. എന്നാൽ ആരൊഴികെ? മനുഷ്യൻ ഒഴികെ അതിന് ശ്രമിക്കുന്നില്ല എന്നുള്ള കാര്യവും വ്യക്തമായിട്ട് പറഞ്ഞു തരാൻ ആർക്ക് സാധിച്ചിട്ടുണ്ട്? വില്യം വേർഡ്സ്വർത്തിന് ആ ഒരു പോയത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹം ഒരു റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ അവിടെ ചോദിക്കുകയാണ്. എന്താ? Have I not the reason to lament what man has made of man? മനുഷ്യനോട് തന്നെ ചെയ്തു കൂട്ടുന്ന ഈ ക്രൂരതകളെ കുറിച്ച് ആലോചിച്ചിട്ട് എനിക്ക് ലാമെന്റ് ചെയ്തുകൂടെ, എനിക്ക് വിലപിച്ചുകൂടെ എന്ന് അദ്ദേഹം നമ്മളോട് ചോദിക്കുന്നതും ആ ഒരു പോയത്തിൽ നമ്മൾ കണ്ടു, അല്ലേ? സോ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് ഇസ് എ പോം വിച്ച് ഈസ് റിട്ടൺ ബൈ വില്യം വേർഡ്സ്വർത്ത്. അപ്രിസിയേഷൻ എഴുതുന്ന സമയത്ത് ആ ഒരു എഴുത്തുകാരന്റെ പേര് നിർബന്ധമായിട്ട് എഴുതണം. ആൻഡ് he is a famous poet of nature. പ്രകൃതിയുടെ കവി എന്നാണ് ആരറിയപ്പെടുന്നത്? വില്യം വേർഡ്സ്വർത്ത് അറിയപ്പെടുന്നത്. The poem shows the relationship between man and nature. മനുഷ്യനും അതുപോലെ നേച്ചറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഈ ഒരു കവിതയിൽ പറയുന്നത്. The poem is a beautiful visual treat. വളരെ മനോഹരമായിട്ടുള്ള ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് ഈ ഒരു പോയം. ആ ഒരു പെരിവിങ്കിളും പ്രിംറോസും ബേർഡ്സും ബഡ്ഡിംഗ് ട്വിഗും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷ്വൽ ട്രീറ്റ് ആണ് ഈ ഒരു പോം. The poet sits in a grove. ഈ ഒരു കവിതയിൽ പോയറ്റ് ഇരിക്കുന്നത് എവിടെയാണ്? ഒരു ഗ്രോവിലാണ്, ഒരു തോട്ടത്തിലാണ്. He is happy with the sights and sounds. അവിടെയുള്ള കാഴ്ചകളിലും ശബ്ദങ്ങളിലും ഒക്കെ നമ്മുടെ പോയറ്റ് എന്തായിരുന്നു? ഭയങ്കര ഹാപ്പി ആയിരുന്നു. He also laments on what man has made of man. എന്നാൽ ആ ഒരു സന്തോഷത്തിനിടയിലും മനുഷ്യനോട് ചെയ്യുന്ന, എന്ന് വെച്ചാൽ പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരതയെ കുറിച്ച് ആലോചിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ലാമെന്റ്, വിലപിക്കുന്നതും സങ്കടപ്പെടുന്നതും നമുക്ക് കാണാം. He finds that everything in nature is happy. പ്രകൃതിയിലുള്ള എല്ലാം ഹാപ്പിയാണ്, ആരൊഴികെ? മനുഷ്യനൊഴികെ. But man destroys nature. എന്നാൽ പ്രകൃതിയെ നശിപ്പിക്കുന്നത് ആരാണ്? മനുഷ്യൻ മാത്രമാണ്. ഇനി അതിലുള്ള poetic deviceകളെ കുറിച്ച് പറയുകയാണെങ്കിൽ the rhyme scheme is ABAB. ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗിലെ വരികൾ തന്നിട്ട് ഐഡന്റിഫൈ ദ റൈം സ്കീം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ പോയിട്ട് എന്ത് ചെയ്യാൻ നിൽക്കണ്ട,
ഇങ്ങനെ എയും ബിയും വരച്ചിടാൻ നിൽക്കണ്ട, ഒറ്റയടിക്ക് എടുത്ത് എഴുതിക്കോളാ. എന്ത് എ ബി സമയം ലാഭിച്ചോളാം. ഇന്ന് മലയാളത്തിന്റെ എക്സാം കഴിഞ്ഞപ്പോൾ ചില ആളുകൾ പറഞ്ഞു ടൈം കിട്ടിയില്ല സാർ എന്ന് പറയുന്നത് കേട്ടു. അതിന്റെ ആവശ്യം വരാൻ പാടില്ല. ഇംഗ്ലീഷ് എക്സാമിന് ഇത്തരത്തിലുള്ള പാരഗ്രാഫ് തന്നാലും ലൈൻസ് തന്നാലും ഐഡന്റിഫൈ ദ റൈം സ്കീം ചോദിച്ചാൽ ലൈൻസ് ഇട്ടേണ്ട റൈം സ്കീം എന്താ, എ ബി ആണ്. ലൈൻസ് ആ ഒരു റൈം സ്കീം കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാന്ന് ഇപ്പൊ നമുക്കറിയാം. ഇനി അത് കണ്ടുപിടിച്ചിരുന്നുകാണ്ട് 1 മിനിറ്റ് 2 മിനിറ്റ് കളയണ്ട. ലൈൻസ് റിട്ടൺ തന്നോ എന്ത് എഴുതിക്കോളാം സാറേ, എ ബി എന്ന് എഴുതിക്കോളാം. ബാലഡ് തന്നാ എന്ത് എഴുതിക്കോളാം, ABCB എന്ന് എഴുതിക്കോളാം. വേറെ ഒരു പോയറ്റിന് റൈം സ്കീം നിങ്ങളോട് ചോദിക്കില്ല, അതിനൊന്നും റൈം സ്കീം ഇല്ല. Then the rhyming words are link, think, ran, man. കൂടുതൽ പറയണ്ട, നിങ്ങൾക്ക് അറിയാം. The visual images are grove, birds, flowers, etc. ഇതൊക്കെയാണ് അതിലുള്ള visual imageries. Then the auditory imageries are notes. അതായത് I heard 1,000 splendid notes എന്ന് പറയുന്ന auditory imagery. Hopped and played എന്ന് പറയുന്നതും auditory imagery ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. Then personification is used in this poem. Example, to her fair works did nature link. അതൊരു personification ഉള്ള example ആണ്. Then alliteration is used in this poem. What man has made of man. അല്ലെ what man, mer sound, made, mer sound, man again, mer sound. So it's an example for alliteration, repetition of consonant sound. കണ്ടതാണ്, അത് alliteration ഉള്ള example ആണ്. ഒറ്റയടിക്ക് ഇതിന്റെ തീം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ the poem laments humanity is disconnect from nature. പ്രകൃതിയിൽ നിന്നും ഡിസ്കണക്റ്റഡ് ആയി നിൽക്കുന്ന മനുഷ്യനെ കുറിച്ചിട്ടുള്ള ഒരു വിലാപമാണ് ഈ ഒരു കവിതയുടെ തീം എന്ന് പറയുന്നത്. Emphasizing the joyous beauty of the natural world, it portrays a contrast between the disorderly state of humanity and the harmonious nature that humans have distanced themselves from. പ്രകൃതിയിൽ നിന്നും വിട്ടുമാറി അതിനെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുന്ന മനുഷ്യനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞു തരുന്ന ഒരു പോമാണ് ഏത് The Lines Written in Early Spring എന്ന് നമുക്ക് ചുരുക്കി ഈ ഒരു തീമിനെ പറയാനായിട്ട് സാധിക്കും. ഒന്നും കൂടി റൈമിംഗ് വേർഡ്സ് ഒക്കെ ഞാൻ എടുത്ത് എഴുതിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു റൈമിംഗ് വേർഡ്സ് എൻഡിലാണ് ഉണ്ടാവുക. നോട്ട്സ്, തോട്ട്സ്, റിക്ലൈൻഡ്, മൈൻഡ്, അതാണ് എന്ത് റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. എൻഡിങ് സൗണ്ട് സിമിലർ ആയിരിക്കണം. നോട്ട്സ് സൗണ്ട്, തോട്ട്സ് സൗണ്ട്, അതുകൊണ്ട് നോട്ട്സ് തോട്ട്സ് എക്സാമിന് എഴുതുമ്പോൾ ഇതേപോലെ എഴുതിക്കോളാം. റിക്ലൈൻഡ് മൈൻഡ് ഉണ്ട് സൗണ്ടിൽ എൻഡ് ചെയ്യുന്നു. സോ അതും എന്തിനുള്ള എക്സാമ്പിൾ ആണ്, റൈമിംഗ് വേർഡ്സിനുള്ള എക്സാമ്പിൾ ആണ്. റൈം സ്കീം നേരത്തെ പറഞ്ഞു, നോട്ട്സ് എ കൊടുത്തു, റിക്ലൈൻഡ് ബി കൊടുത്തു, തോട്ട്സ് എ കൊടുത്തു, കാരണം നോട്ട്സ് സൗണ്ട് എ, മൈൻഡ് ഇവിടെ ബി കൊടുത്തു, എ ബി എഴുതുന്ന സമയത്ത് നേരെ ഇതേപോലെ എ ബി എന്ന് എഴുതി കഴിഞ്ഞാൽ റൈം സ്കീമായി. ഹൈപ്പർബലെ അല്ലെ ചോദിക്കാറില്ല. 2016 മുതൽ ഇങ്ങോട്ടുള്ള ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇതുവരെ ഹൈപ്പർബലെ ചോദിച്ചിട്ടില്ല. ഇനി ചോദിക്കുകയാണെങ്കിലും എഴുതി വെച്ചോ, I heard 1,000 splendid notes. എക്സാജുറേഷൻ ആണ് അല്ലെ, ഒന്ന് വർദ്ധിപ്പിച്ചു പറയാന്നൊക്കെ പറയും നമ്മൾ. I heard 1,000 splendid notes ആണ് എന്തിനുള്ള എക്സാമ്പിൾ, ഹൈപ്പർബലയ്ക്കുള്ള എക്സാമ്പിൾ. അലിട്രേഷനുള്ള എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. വാട്ട് മാൻ ഹാസ് മെയ്ഡ് ഓഫ് മാൻ, റെഡ് കളറിൽ റിപ്പീറ്റ് ചെയ്യുന്ന സൗണ്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. This my faith that every flower, നോക്കിക്കേ ഫെയ്ത്ത് ഫ്ലവർ, ഫെയ്ത്ത് ഫസ്റ്റ് സൗണ്ട്, ഫ്ലവർ ഫസ്റ്റ് സൗണ്ട്, അങ്ങനെയുള്ള കോൺസണന്റ് സൗണ്ടിന്റെ റിപ്പീറ്റേഷൻ നമുക്ക് എന്തെന്ന് പറയാം, അലിട്രേഷൻ എന്ന് പറയാം. ഇനി പേഴ്സോണിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ to her fair works did nature link. This my faith that every flower enjoys. എൻജോയ് ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു ഹ്യൂമൻ ക്വാളിറ്റി ഇവിടെ ഫ്ലവറിന് കൊടുത്തത് കൊണ്ട് അതെന്തിനുള്ള എക്സാമ്പിൾ ആണ്, പേഴ്സോണിഫിക്കേഷനുള്ള എക്സാമ്പിൾ ആണ്. Rhetorical question കാണാം. What man has made of man? Have I not reason to lament? What man has made of man എന്നുള്ള rhetorical question ഇവിടെ കാണാം. Auditory imagery ആയിട്ട് I heard 1,000 splendid notes. പല ശബ്ദങ്ങൾ ഞാൻ കേട്ടു, കൃത്യമാണ്. Auditory imageryക്കുള്ള കേൾവിയുമായി ബന്ധപ്പെട്ടതാണ്. Visual imageryക്ക് കുറെ എക്സാമ്പിൾ, ഗ്രോവ്, പ്രിംറോസ്, പെരിവിങ്കിൾ ഒക്കെ എന്തിനാണ്, വിഷ്വൽ ഇമേജറി, കാണാൻ പറ്റുന്ന ഇമേജറിക്കുള്ള എക്സാമ്പിൾ ആയിട്ട് ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കും. സോ യൂണിറ്റ് 1 ഓക്കെ അല്ലേ? നമ്മളൊന്ന് ഫാസ്റ്റ് ആയിട്ടില്ലെങ്കിൽ ഫുൾ ചാപ്റ്റർ നമുക്ക് എത്താൻ പറ്റില്ല. സോറി, പറഞ്ഞേ റെഡി ആണല്ലോ? യൂണിറ്റ് 1 ഓക്കെ അല്ലേ? ഓക്കെ അല്ലടാ? പറയൂ. യൂണിറ്റ് 1 ക്ലിയർ ആയോ? യൂണിറ്റ് 1 ഓക്കെ അല്ലേ? യൂണിറ്റ് 1 അടുത്തേക്ക് പോവാം. യൂണിറ്റ് 2ലേക്ക് കയറട്ടെ. പ്രൊജക്ട് ടൈഗർ ഒക്കെ നിങ്ങളെ വെയിറ്റ് കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, യെസ്, എല്ലാവരും ഷെയർ ചെയ്താൽ ആള് കൂടും. ആരാ ഈ വേറെ ചാനലിലേക്ക് വിളിച്ചോണ്ടവൻ? ആരാ അവിടെ വരുന്നത്? ആരാണത്? എല്ലാവരും ഇവിടെ നിൽക്കട്ടാ, നീ പോണെങ്കിൽ പോടാ. അത് ശരി. അപ്പൊ നോക്കാം നമുക്ക് അടുത്ത യൂണിറ്റിലേക്ക് കയറാൻ. സമയം കളയുന്നില്ല. അടുത്ത യൂണിറ്റിലേക്ക് കയറുന്നു. യൂണിറ്റ് 2 ദ ഫ്രെയിംസ്. മക്കളെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണ് യൂണിറ്റ് 2 ദ ഫ്രെയിംസ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ്.
ചാപ്റ്റേഴ്സ് നമുക്കറിയാം. പ്രൊജക്ട് ടൈഗർ റിട്ടൺ ബൈ സത്യജിത് റേ, ഇറ്റ്സ് എ മെമ്മോയർ. മൈ സിസ്റ്റർ ഷൂസ് റിട്ടൺ ബൈ മജീദ് മജീദി ആൻഡ് ഇറ്റ്സ് എ സ്ക്രീൻ പ്ലേ. ആൻഡ് ബ്ലോയിങ് ഇൻ ദ വിൻഡ് ബോബ് ഡിലാൻ ആൻഡ് ഇറ്റ്സ് എ സോങ്. എല്ലാം വെറൈറ്റി ആണ് അല്ലെ. എല്ലാ യൂണിറ്റിലും സ്റ്റോറീസും ഒക്കെ കാണാൻ സാധിക്കുമ്പോൾ യൂണിറ്റ് 2ലേക്ക് ദ ഫ്രെയിംസിലേക്ക് വരുന്ന സമയത്ത് ഒരു മെമ്മോയർ, ഒരു ഓർമ്മക്കുറിപ്പുണ്ട്. മൈ സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ക്രീൻ പ്ലേ, ഒരു തിരക്കഥ നമുക്ക് പഠിക്കാനുണ്ട്. ബ്ലോവിംഗ് ഇൻ ദ വിൻഡ് എന്ന് പറയുന്ന ഒരു സോങ്ങും നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഈ ഒരു യൂണിറ്റിൽ പഠിക്കാനുണ്ട്. എല്ലാം വെറൈറ്റി ആയിട്ടുള്ള ലെസൺസ് ആണ് ഇവിടെ വരുന്നത്, ഈ ഒരു യൂണിറ്റിൽ വരുന്നത്. അതിലെ പ്രൊജക്ട് ടൈഗർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഡിവൈഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ ഒരു സത്യജിത് റേയുടെ ആദ്യത്തെ ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ആ ഒരു ഭാഗം, ആ ഒരു ഡിസ്നി സ്റ്റുഡിയോയിൽ പോയ ആ ഒരു ഭാഗം. അടുത്തതായിട്ട് വരുന്നത് ആ ഒരു ആൽഫ്രഡ് ഹിച്ച്കോക്ക് എന്ന് പറയുന്ന ആ ഒരു ഡയറക്ടറെ കുറിച്ച് പറയുന്ന 5ാമത്തെയും 6ാമത്തെയും പാരഗ്രാഫ് എന്നാണ് എന്റെ ഓർമ്മ. ആ 2 പാരഗ്രാഫ്. പിന്നീട് അങ്ങോട്ടെല്ലാം ഒറ്റ സെക്ഷൻ ആയിട്ട് വരുന്നു. ഗൂബി ഗൈൻ ബാഗാബൈൻ എന്ന് പറയുന്ന അദ്ദേഹം ടൈഗറിനെ വെച്ചെടുത്തിട്ടുള്ള ആ ഒരു സിനിമയുടെ ആ ഒരു ഭാഗവും കൂടി കഴിഞ്ഞാൽ പ്രൊജക്ട് ടൈഗർ അവിടെ കഴിയാണ്. നേരെ ചാപ്റ്ററിലേക്ക് കയറുന്നു. പ്രൊജക്ട് ടൈഗർ നോക്കാം. മേജർ ഇവന്റ്സ്, പ്രധാനപ്പെട്ട ഇവന്റ്സുകൾ മാത്രം നോക്കി കഴിഞ്ഞാൽ തന്നെ ആ ഒരു ചാപ്റ്ററിലുള്ള കണ്ടന്റുകൾ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യത്തെ പോയിന്റ്, ഹോളിവുഡ് ഈസ് ഫേമസ് ഫോർ മേക്കിംഗ് ഫിലിംസ് വിത്ത് ആനിമൽസ്. ഹോളിവുഡ് എന്ന് പറയുന്ന ആ ഒരു ഫിലിം ഇൻഡസ്ട്രി എന്തിൽ ഫേമസ് ആണ്? മേക്കിംഗ് ഫിലിംസ് വിത്ത് ആനിമൽസ്, മൃഗങ്ങളെ വെച്ച് സിനിമ എടുക്കുന്നതിൽ ഭയങ്കര ഫേമസ് ആണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അവിടെ നമ്മൾ ഓർക്കേണ്ട കാര്യം ആ ഒരു പോയിന്റ് സത്യജിത് റേ വെറുതെ അങ്ങോട്ട് പറഞ്ഞു വെക്കുകയല്ല ചെയ്തത്. പിന്നെയോ 2 ആക്ടേഴ്സിനെ, 2 ആനിമൽ ആക്ടേഴ്സിനെ അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് പാരഗ്രാഫ് നോക്കിയാൽ മനസ്സിലാവും. റിൻറ്റിൻ ആൻഡ് ലാസി എന്ന് പറയുന്ന 2 ഡോഗ്സിനെ അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്, ഓർത്തു വെക്കാം. ആനിമൽ ആക്ടേഴ്സ് ഏൺ സെയിം മണി ആസ് ദ റിയൽ ഫിലിം സ്റ്റാർസ്. അപ്പോ ഹോളിവുഡിൽ എത്രമാത്രം റെസ്പെക്റ്റോട് കൂടിയിട്ടാണ്, റെലവന്റോട് കൂടിയിട്ടാണ്, എത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് അനിമൽ ആക്ടേഴ്സിന് കൊടുക്കുന്നത് എന്നുള്ളൊരു പോയിന്റ് ആണ്. ദേ ഏൺ സെയിം മണി ആസ് ദ റിയൽ ഫിലിം സ്റ്റാർസ്. ഒരു റിയൽ ഫിലിം സ്റ്റാർസിന് കൊടുത്തിരുന്ന അത്ര തന്നെ എമൗണ്ട് ഈ ആനിമൽ ആക്ടേഴ്സിന്റെ ഓണേഴ്സിനും ഹോളിവുഡിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ള ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ദേ ഓൾസോ ഹാവ് സ്റ്റാൻഡിൻസ്. ആനിമൽ ആക്ടേഴ്സിനും എന്തുണ്ടായിരുന്നു? സ്റ്റാൻഡിൻസ് ഉണ്ടായിരുന്നു. അപ്പൊ നേരെ ആ ഒരു പ്രൊജക്ട് ടൈഗറിന്റെ ആദ്യ പേജ് ഒന്ന് മറച്ചാൽ ഈ സ്റ്റാൻഡിൻ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നിങ്ങളുടെ സ്കൂളിലെ ടീച്ചേഴ്സോ ട്യൂഷനിലെ ടീച്ചേഴ്സോ ഒക്കെ അണ്ടർലൈൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. എന്താണ് ഈ സ്റ്റാൻഡിൻ എന്നുള്ളത്? എന്താണ് സ്റ്റാൻഡിൻ? എ സ്റ്റാൻഡിൻ is a person who is physically similar to the real stars. യഥാർത്ഥ നടനോട് രൂപസാദൃശ്യമുള്ള ആളെ വിളിക്കുന്ന പേരാണെന്ത്? സ്റ്റാൻഡിൻസ്. ക്യാമറാമാൻ ലൈറ്റ് ഒക്കെ അറേഞ്ച് ചെയ്യുന്ന ആ ഒരു പരിപാടി ഉണ്ടല്ലോ, ആ ഒരു ഹാബിച്വൽ ആയിട്ടുള്ള ആ ഒരു കാര്യം, കസ്റ്റമറി ആയിട്ടുള്ള ആ ഒരു കാര്യം, ആ ഒരു പരിപാടി ചെയ്യാൻ വേണ്ടിയിട്ട് റിയൽ ഫിലിം സ്റ്റാർസ് ഏർപ്പാടാക്കുന്ന ആളുകളാണ് ആര്? സ്റ്റാൻഡിൻസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അനിമൽ ആക്ടേഴ്സിന് വരെ എന്തുണ്ടായിരുന്നു? ഹോളിവുഡിൽ സ്റ്റാൻഡിനുകളെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. ആ ഒരു ഭാഗം ഡിസ്നി സ്റ്റുഡിയോയിൽ പോയ ആ ഒരു ഭാഗം വളരെ ഇമ്പോർട്ടന്റ് ആണ്. The narrator Satyajit Ray needs a tiger for a scene in his film Gubi Gain Baga Bai. അങ്ങനെ അനിമൽ ആക്ടേഴ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു പോകുന്ന സത്യജിത് റേ ഒരു ദിവസം ഒരു സിനിമ എടുക്കാൻ തീരുമാനിക്കുന്നു, ഗൂബി ഗൈൻ ബാഗ ബൈൻ. ആ സിനിമയിലെ ഒരു ചെറിയ ഷോട്ടിൽ എന്തിനെ ആവശ്യമുണ്ട്? അദ്ദേഹത്തിന് ഒരു ടൈഗറിനെ ആവശ്യമുണ്ട്. He meets a circus manager and Mr. Thorat, the ring master. അങ്ങനെ അദ്ദേഹം ഇവിടുന്ന് ടൈഗറിനെ കിട്ടുന്ന ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഭാരത് സർക്കസ് കമ്പനി അവിടെ ഷോ നടത്തിക്കൊണ്ടിരുന്നിരുന്നത്. അങ്ങനെ അവിടുത്തെ മാനേജറെ പോയി കാണുന്നു, റിംഗ് മാസ്റ്റർ ആയിട്ടുള്ള ആരെയും പോയി കാണുന്നു, മിസ്റ്റർ തൊറാട്ടിനെയും പോയി അദ്ദേഹം മീറ്റ് ചെയ്യുകയാണ്. They agree to bring a tiger for shooting. ആ ഒരു ഷൂട്ടിങ്ങിലേക്ക് ആവശ്യമായുള്ള ടൈഗറിനെ കൊടുക്കാൻ അവർ തയ്യാറാകുന്നു. The lorry arrived with 2 well-fed tigers near the bamboo grove at Nodungram. ആദ്യത്തെ ഷൂട്ടിംഗ് ലൊക്കേഷൻ എവിടെയാ? നോദുൻഗ്രാമിലാണ്. നോദുൻഗ്രാമിലേക്ക് മിസ്റ്റർ തൊറാട്ട് ടൈഗറുമായിട്ട് വന്നു. ഒന്നല്ല, പിന്നെയോ 2 2 well-fed tigers. 2 well-fed ആയിട്ടുള്ള, റോബസ്റ്റ് ആയിട്ടുള്ള, നല്ല 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 അടിപൊളി തടിച്ച് കുട്ടന്മാരായിട്ടുള്ള നല്ല തുടിപ്പുള്ള ടൈഗേഴ്സുമായിട്ടാണ് ആര് വന്നത്? നമ്മുടെ മിസ്റ്റർ തൊറാട്ട് അവിടെ എത്തിയത്. അപ്പൊ അവിടുന്ന് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. തുടക്കത്തില് മിസ്റ്റർ തൊറാട്ടിന് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല എന്തിന്? ഈ ടൈഗറുമായിട്ടുള്ള ഷൂട്ടിങ്ങിന്. പക്ഷെ പിന്നെ എവിടുന്നോ അദ്ദേഹത്തിന് ഒരു കോൺഫിഡൻസ് കിട്ടി. അദ്ദേഹം 2 ടൈഗറുമായിട്ട് വന്നിട്ട് പറയാണ്, ഐ ഹാവ് ഡിസൈഡ് ടു പ്ലേ ഇറ്റ് സേഫ്. കാര്യങ്ങളൊക്കെ എന്താവട്ടെ, സേഫ് ആവട്ടെ. എന്താ അദ്ദേഹം പറഞ്ഞത്? If one tiger doesn't act well or perform well, ഒരാള് നല്ലതുപോലെ പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ we can use the other. നമുക്ക് എന്ത് ചെയ്യാം? മറ്റവനെ ഉപയോഗിക്കാം എന്നാണ് തൊറാട്ട് പറഞ്ഞത്. അവിടെ തൊറാട്ടിന്റെ കോൺഫിഡൻസ് നമുക്ക് കാണാം.
ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചാൽ വെച്ച് കാച്ചിക്കൂള. ഈ ഒരു സെന്റൻസും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ മോഡൽ എക്സാമിന് ഇഫ് ക്ലോസ് ആയിട്ട് ചോദിച്ചതും ഇതായിരുന്നു. ഇനി the tiger jumps out of the cage and prances around scaring the villagers. അങ്ങനെ ടൈഗർ വന്നതിന് ശേഷം ആ ഒരു സത്യജിത്രയുടെ ആളുകൾ എല്ലാവരും ഷൂട്ടിങ്ങിന് വേണ്ട സെറ്റപ്പ് ഒക്കെ റെഡിയാക്കുന്നു. ആ ഒരു കോളർ മെയ്ഡ് ഓഫ് ടൈഗർ സ്കിൻ ഓർമ്മയുണ്ടല്ലോ അല്ലെ? ആ ഒരു ടൈഗറിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു സത്യജിത്രയെ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു സൊല്യൂഷൻ ആയിരുന്നു എന്ത്? എ കോളർ മെയ്ഡ് ഓഫ് ടൈഗർ സ്കിൻ എന്ന് പറയുന്നത്. അതിലേക്ക് ആ വയറൊക്കെ ഫിക്സ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആ ഒരു പാരഗ്രാഫ് നമ്പർ 16 ആണെന്നാണ് എന്റെ ഓർമ്മ. നോക്കിക്കോളാം, അത് കണ്ട് മനസ്സിലാക്കിക്കോളാം ട്ടാ. അപ്പോ അങ്ങനെയുള്ള ആ ഒരു ടൈഗറിന്റെ കേജ് അൺഫാസൺ ചെയ്ത സമയത്ത്, അൺലോക്ക് ചെയ്ത സമയത്ത് the tiger jumps out of the cage and prances around scaring the villagers. അവിടെ കൂടിയിരിക്കുന്ന വില്ലേജേഴ്സിനെയും എല്ലാവരെയും സ്കെയർ ചെയ്തുകൊണ്ട്, പേടിപ്പിച്ചുകൊണ്ട് ആ ഒരു ടൈഗർ അവിടെ സീൻ മൊത്തത്തിൽ എന്താക്കി കൊടുക്കുന്നു? അലമ്പാക്കി കൊടുക്കുന്നു. ഈവൻ തൊറാഡ് couldn't control the tiger. ആ ഒരു ടൈഗറിനെ കൺട്രോൾ ചെയ്യാൻ ആർക്ക് പോലും സാധിച്ചിട്ടില്ല, തൊറാട്ടിന് പോലും സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. That means the shooting was a failure. നോർത്തേൺ ഗ്രാമിൽ വെച്ചിട്ട് അവർ സംഘടിപ്പിച്ച ഷൂട്ടിംഗ് എന്തായിരുന്നു? അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു, ഫെയിലിയർ ആയിരുന്നു. As the camera failed to work properly. ആ ഒരു ക്യാമറ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല? നല്ലതുപോലെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. മൊത്തത്തിൽ ഒരു ഡാർക്ക് ഷെയ്ഡിലേക്ക് സീൻ മൊത്തത്തിൽ മാറിയിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഷൂട്ടിംഗ് പ്ലാൻ ചെയ്യുന്നു. Reshooting decided at Borel. So the second shooting location was at ബൊറാൽ, അങ്ങനെ പല രീതിയിലും പറയാറുണ്ട്. ഏത് പറഞ്ഞാലും കുഴപ്പമില്ല. ഇറ്റ്സ് ജസ്റ്റ് എ പ്ലേസ്, അതൊരു സ്ഥലത്തിന്റെ പേര് മാത്രമാണ് അല്ലെ. അപ്പോ ബൊറാൽ എന്ന് പറയുന്ന സ്ഥലത്ത് റീഷൂട്ടിംഗ് പ്ലാൻ ചെയ്യുന്നു. The tiger did its part well. The shooting was successful. അവിടെ വെച്ച് നടന്ന ഷൂട്ടിംഗ് സക്സസ്ഫുൾ ആയിരുന്നു. അപ്പോൾ പറയണം ആ ഒരു ബൊറാലിലും അവർക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഏകദേശം 150 ഓഫ് ദ ക്രൗഡ്, ഏകദേശം 150-ലധികമുള്ള വില്ലേജേഴ്സ് എവിടെ കൂടുന്നുണ്ട്? ആ ഒരു ബൊറാലിൽ കൂടുന്നുണ്ട് ഈ ടൈഗറിനെ കാണാൻ വേണ്ടിയിട്ട്. അവരാരും തന്നെ അവർ അവിടുത്തെ നിർദ്ദേശങ്ങളൊന്നും പാലിക്കുന്നൊന്നുമില്ല. ക്യാമറയുടെ അത്രയും പിറകിലേക്ക് പോയി നിൽക്കണം എന്നൊന്നും പറഞ്ഞിട്ടൊന്നും അവർ കേട്ടിട്ടില്ല. ഏതായാലും ടൈഗർ കേജിൽ നിന്നും പുറത്തേക്ക് ചാടിയത് ഏതുപോലെ തന്നെയാണ് നോർത്തേൺ ഗ്രാമിൽ സംഭവിച്ചതുപോലെ തന്നെ. The tiger jumps out of the cage and charged against the villagers. വില്ലേജേഴ്സിന്റെ നേരെ ആര് കുതിക്കുന്നുണ്ട്? ടൈഗർ കുതിക്കുന്നുണ്ട്. തൊട്ടടുത്ത നിമിഷം ഒരൊറ്റ വില്ലേജറിനെ അവിടെ കാണാനില്ല. എന്തോ ഒരു മാജിക് സ്പെല്ല് നടന്നതുപോലെ എല്ലാവരും വാനിഷ് ആയിട്ടുണ്ടായിരുന്നു, ഡിസപ്പിയർ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ വില്ലേജേഴ്സ് പോയി കഴിഞ്ഞപ്പോ ഒരു ഒബീഡിയന്റ് ചൈൽഡ് ആയിട്ട്, ഒരു അനുസരണയുള്ള കുട്ടിയായിട്ട് ആര് മാറി? നമ്മുടെ ടൈഗർ മാറുന്നു. ആൻഡ് തൊറാട്ടും സത്യജിത്രയും പറഞ്ഞതുപോലെ പെർഫോം ചെയ്യുന്നു. ആര്? നമ്മുടെ ടൈഗർ. അങ്ങനെ അവിടെയുള്ള ഷൂട്ടിംഗ് എന്തായി മാറി മക്കളെ? സക്സസ്ഫുൾ ആയി. ബൊറാലിൽ സംഭവിച്ചത് ഒരു സക്സസ്ഫുൾ ഷൂട്ടിംഗ് ആയിരുന്നു. ഇത്രയേ ഉള്ളൂ. ഏത്? പ്രൊജക്ട് ടൈഗർ എന്ന് പറയുന്ന ആ ഒരു മെമ്മോയർ. ഓക്കെ അല്ലടാ? ഓക്കെ അല്ലേ? സുരേഷ്, റീഷൂട്ടിംഗ് എന്താ? റീഷൂട്ടിങ്ങിന് മസിൽ കാണിക്കുന്നത്? താങ്ക് യു സുരേഷ്, താങ്ക് യു. സാർ പന്നിപ്പാറ ഇൻസൈറ്റിലുള്ളതാണ്. അതെ, പന്നിപ്പാറ ഇൻസൈറ്റിലുണ്ട്. പന്നിപ്പാറ എന്ന് പറയുമ്പോ അരീക്കോട് ഇൻസൈറ്റ്. മാസിനെ അറിയൂ? മാസിനത് ഇക്വേഷൻസ് പറയുന്ന സെന്ററാണ്. അവിടെ ഞാൻ കഴിഞ്ഞാലും ഉണ്ടായിരുന്നു. അരീക്കോട് ഇൻസൈറ്റ്, അരീക്കോട് പെരുമ്പറമ്പ് എന്ന് പറയും. സാർ അപ്രിസിയേഷൻ പഠിപ്പിക്കുക. അപ്രിസിയേഷൻ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ മോഡൽ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തും കേട്ടോ. മോഡൽ ഞാൻ ഉൾപ്പെടുത്തും. തീർച്ചയായിട്ടും. എന്താ വേണ്ടാത്ത, എന്താ ഇല്ലാത്ത എല്ലാം ഉണ്ട്. അപ്രിസിയേഷന്റെ മോഡൽ പഠിപ്പിക്കാം. ഹാർലി ക്വിൻ അല്ലെ? ആയിക്കോട്ടെ, അപ്രിസിയേഷന്റെ മോഡൽ പഠിപ്പിക്കാൻ. എല്ലാത്തിന്റെ അപ്രിസിയേഷൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷെ അപ്രിസിയേഷൻ ഇല്ലെങ്കിൽ ഇപ്പൊ ലൈൻ സെറ്റും ഏർലി സ്പ്രിംഗിലെ പോയിന്റ്സും അതുപോലെ എന്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്? ആ ഒരു പോയറ്റിക് ഡിവൈസുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. മെയിൻ ഇവസൻസ് ഒക്കെ അതിൽ വരുന്നുണ്ട്. അത് മതി നിങ്ങൾക്ക് അപ്രിസിയേഷൻ എഴുതാനായിട്ട്. എങ്ങനെ? യെസ്, നമ്മുടെ ഹോമിൽ കയറിയിട്ട് പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്രിസിയേഷന്റെ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് കിട്ടും. അടിപൊളി ഒരു ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിലേക്ക് വേണ്ട കാര്യങ്ങൾ ആഡ് ചെയ്താൽ ഫുൾ മാർക്ക്, 5 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. റൈറ്റപ്പ് നാളത്തെ ലൈവിൽ വന്നോളൂ. നാളത്തെ ലൈവിൽ ഒരു റൈറ്റപ്പിന്റെ മോഡൽ അതിലുണ്ടാവും, ഡിസ്കോഴ്സ് അതിലുണ്ടാവും കേട്ടോ. റൈറ്റപ്പും നരേറ്റീവും റിവ്യൂവും ഒക്കെയുള്ള ഡിസ്കോഴ്സുകളുടെ ലിസ്റ്റുമായിട്ട് ഞാൻ നാളെ വരും. അതിലുണ്ടായിരിക്കും എല്ലാം. മാത്യു ജോൺ കാര്യമായിട്ട് ഷാഫി സാർക്ക് പണി കൊടുക്കുന്നുണ്ട്. റൈറ്റപ്പ് എന്ന് പറഞ്ഞാൽ എന്താണോ? റൈറ്റപ്പ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ അല്ലേ? ലഘുലേഖ എന്നൊക്കെ പറയാം നമുക്ക് വേണമെങ്കിൽ മലയാളത്തിൽ. എന്ന് വെച്ചാൽ ഒരു ടോപ്പിക് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിട്ടുണ്ടാവും. ആ ടോപ്പിക്കിന് തന്ന ചാപ്റ്ററിനെ മെൻഷൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക? ഒന്ന് വിശദീകരിച്ച് നമ്മളുടേതായുള്ള രീതിയിൽ ഒരു ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും ഒക്കെ വെച്ച് എഴുതുന്നതിനെയാണ് റൈറ്റപ്പ് എന്ന് പറയുന്നത്.
അല്ലെ? യഥാസമയത്ത് ഒരു സഹായം കിട്ടിക്കഴിഞ്ഞാൽ ഏതൊരാളുടെ ലൈഫും നല്ല രീതിയിൽ ട്രാൻസ്ഫോർമേഷൻ വിധേയമാകും, അല്ലെങ്കിൽ മാറ്റത്തിന് വിധേയമാകും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടോപ്പിക് തന്നു. ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് എന്ന് പറയുന്ന ചാപ്റ്ററിനെ മുൻനിർത്തിക്കൊണ്ട് വിശദീകരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈസി അല്ലേ? മിസ്റ്റർ ജോൺ എന്ന് പറയുന്ന ആ വ്യക്തി എങ്ങനെ ഒരു സോഷ്യൽ വർക്കറായി മാറി എന്നുള്ള ഒരു സ്റ്റോറി നമുക്കറിയാം. അതിനെ നമ്മളുടേതായുള്ള രീതിയിൽ ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു പോയിന്റും കൂടി വെച്ചിട്ട് നേരെ ഒരു ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും വെച്ച് വിശദമായിട്ട് എഴുതിയാൽ ഇറ്റ് ബിക്കംസ് എ റൈറ്റപ്പ്. നല്ലൊരു റൈറ്റപ്പ് ആക്കി നിങ്ങൾക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? മാറ്റാനായിട്ട് സാധിക്കും. അത്രയേ ഉള്ളൂ റൈറ്റപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഞാൻ അടുത്തതിലേക്ക് പോകുന്നു. പാരഗ്രാഫ് എല്ലാം നാളത്തതിൽ ഉണ്ടാവും മകളെ. ഡിസ്കോഴ്സ് ഫുള്ള് നമ്മൾ നാളെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. റിവ്യൂ, പാരഗ്രാഫ്, റൈറ്റപ്പ് എന്ന് കമന്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇന്ന് സ്ലൈഡിൽ അതൊന്നുമില്ല. സർ ചാപ്റ്റേഴ്സ് പഠിപ്പിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കമ്മ്യൂണിറ്റി ലിങ്കിൽ ഫുൾ ചാപ്റ്റേഴ്സിന്റെ ഒരു കവറേജ് വേണമെന്ന് പല ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുള്ള കാരണം എന്താണെന്നുള്ളവർ പറഞ്ഞിട്ടുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം ഫുൾ ചാപ്റ്റേഴ്സ് ഓടിച്ചു വായിക്കാൻ ആരെ കൊണ്ടും സാധിക്കില്ല. ഇനിയിപ്പോ ഈ ഇന്നത്തെ എക്സാം കഴിഞ്ഞിരുന്ന് നാളെ വെളുക്കോളം ഇരുന്നാലും ഫുൾ ചാപ്റ്റേഴ്സ് വായിച്ചു തീരൂല. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് വിത്തിൻ 3 hours, വെറും 3-3.5 മണിക്കൂർ കൊണ്ടോ നമ്മൾ എന്ത് ചെയ്യാണ്, ഫുൾ ചാപ്റ്ററിന്റെ കവറേജ് എന്താണ് ഒരു ഫൈനൽ ടച്ച് രൂപത്തിൽ കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് കൊടുക്കുന്നത്. പോരാത്തിന് നമുക്ക് 2 ദിവസം ഉണ്ട്. നാളത്തെ ദിവസം ചാപ്റ്ററുകളിലേക്ക് നമ്മൾ പോവില്ല, പകരം ചാപ്റ്ററിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള ഡിസ്കോഴ്സിലേക്കും ഗ്രാമറിലേക്കുമാണ് നമ്മൾ നാളെ കയറുക കേട്ടോ. 3-fold പോസ്റ്റർ ഫോർമാറ്റ് വിട്ടുതരോ? 3-fold പോസ്റ്റർ ഒന്നും നിങ്ങൾക്ക് വരുന്നില്ലല്ലോ, പിന്നെ എന്തിനാ വെറുതെ അതിന്റെ പിന്നാലെ പോകുന്ന? ആര് പറഞ്ഞു അതൊക്കെ? 3-fold പോസ്റ്റർ ഒന്നും നമുക്കില്ല, ചോദിക്കില്ല കേട്ടോ, ചോദിക്കേ ഇല്ല. നോട്ടീസ് ഉണ്ടാവും. നോട്ടീസ് എന്ന് പറഞ്ഞാൽ 3-fold ഒന്നും വേണ്ട, 1-fold തന്നെ ധാരാളമാണ്. ഓക്കെ, 5 മാർക്ക് അത്രേ വേണ്ടൂ. സർ പ്രഡിക്ഷൻ ഉണ്ടോ? പ്രഡിക്ഷൻ ഒന്നും നടത്തിയിട്ട് നമ്മൾ ആളാവാനില്ല. പ്രഡിക്ഷൻ തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് നമുക്കൊരു ഒരു ചീത്തപ്പേരായി മാറും അല്ലെ? അപ്പോ ഏതായാലും നമ്മൾ തരാൻ പോകുന്നത് വരട്ടെ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആഗ്രഹിക്കാം. ഓക്കെ, അതാ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എങ്ങനെ? തീർച്ചയായിട്ടും പ്രഡിക്ഷൻ പറയുന്ന പ്രൊഫൈൽ ഉണ്ടാവും, സ്പീച്ച് ഉണ്ടാവും, നോട്ടീസ് ഉണ്ടാവും, അപ്രിസിയേഷൻ ഉണ്ടാവും. അതിന്റെയൊക്കെ മോഡൽസും നമ്മുടെ ചാനലിൽ ഉണ്ട്. അത് പഠിച്ചു വയ്ക്കോ, അതൊക്കെ വരും. അത്രേ ഉള്ളൂ പ്രഡിക്ഷൻ. ഓക്കെ ഫൈൻ. കാസ്റ്റവേയിലേക്ക് എത്തുന്നുള്ളൂ. ഹാർലിക്കിന് എല്ലാം ചോദിക്കുന്നുണ്ട്. കാസ്റ്റവേയിലേക്ക് എത്തുന്നതിന് മുന്നേ നമുക്ക് മൈ സിസ്റ്റേഴ്സ് തീർക്കാനുണ്ട്, ബ്ലോയിങ് ദ വിൻഡ് തീർക്കാനുണ്ട്. യൂണിറ്റ് 3-4 ആ 4ഉം കഴിഞ്ഞ് 5ലേക്ക് എത്തുമ്പോൾ കാസ്റ്റവേ വരും. നോക്കാം മക്കളെ. മൈ സിസ്റ്റേഴ്സ് ഷൂസ്, മജീദി എഴുതിയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ആണ് ഏതെന്ന് പറയുന്നത്. മൈ സിസ്റ്റേഴ്സ് ഷൂസ് എന്ന് പറയുന്നത്. പിക്ചർ അത്ര ക്ലിയർ ആവാൻ സാധ്യതയില്ല, ടെക്സ്റ്റ് ബുക്കിലെ സെയിം പിക്ചർ ആണ്. ആൻഡ് ഹിയർ വി ക്യാൻ സീ അലി. ഇവിടെ നമുക്ക് ആരെ കാണാം? ദ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള അലിയെ കാണാം. ആൻഡ് ദ സിസ്റ്റർ നെയിംഡ് സഹ്റ, ആരെയും ഇവിടെ കാണുന്നുണ്ട്, സഹ്റയെയും നമുക്ക് ഇവിടെ കാണാം. ആൻഡ് they were sitting and they were doing something, they were doing their homework or something like that. അവരെന്തോ ഒരു ഹോംവർക്ക് എന്തോ ചെയ്തിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾക്ക് അറിയാം അവർ എന്താ ചെയ്യുന്നത് എന്നുള്ളത്. എനിവേ നമുക്ക് സ്റ്റോറിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സ്ക്രീൻ പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ അലി ടേക്ക് സഹ്റാസ് റിപ്പയർഡ് ഷൂസ് ഫ്രം ദ കോബ്ലർ. കോബ്ലറുടെ കയ്യിൽ നിന്നും, ചെരുപ്പ് കുത്തിയുടെ അടുത്തു നിന്നും അലി സഹ്റയുടെ റിപ്പയർ ചെയ്ത ഷൂസ് കളക്ട് ചെയ്യുന്നത് മുതലാണ് നമ്മുടെ സീൻ 1 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓർമ്മയുണ്ടല്ലോ, വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. Then he goes to a bakery to buy naan. അവിടെ നിന്നും അലി പോകുന്നു എന്ത് വാങ്ങാനായിട്ട്? നാൻ വാങ്ങാനായിട്ട്. നാന്റെ പിക്ചർ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നാൻ ഒന്നും എന്താണെന്ന് വിശദീകരിക്കേണ്ട. നമ്മുടെ നാട്ടുപുറത്തൊക്കെ എന്തായി? നാനൊക്കെ വളരെ സജീവമായിട്ട്, റുമാനി റൊട്ടി, നാൻ എല്ലാം സജീവമാണ്. അതുകൊണ്ട് ഇതാണ് നാൻ. He goes to a vegetable shop to buy potatoes. അല്ലെ, നാന് മാത്രം പോരാ, അതിന് കറി വേണം. കറി വെക്കണമെങ്കിൽ ഉരുളക്കിഴങ്ങ് വേണം. അത് വാങ്ങാനായിട്ട് അവൻ എങ്ങോട്ട് പോകുന്നു? ഒരു വെജിറ്റബിൾ ഷോപ്പിലേക്ക്. ആരുടെ വെജിറ്റബിൾ ഷോപ്പിലേക്ക്? അക്ബറക്ക എന്ന് പറയുന്ന അക്ബറിന്റെ വെജിറ്റബിൾ ഷോപ്പിലേക്ക് അലി പോകുന്നു. അവിടെ വെച്ചിട്ടാണ് ഈ കഥയിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ വരുന്നത് അല്ലെ. So he keeps the shoes in the small gap between 2 boxes. അവന്റെ കയ്യിൽ ഉണ്ടായിരുന്ന സഹ്റയുടെ റിപ്പയർഡ് ഷൂസ് അവൻ വെക്കുന്നത് എവിടെയാ? ഇൻ ദ സ്മാൾ ഗ്യാപ്പ് ബിറ്റ്വീൻ 2 boxes ഔട്ട്സൈഡ് ദ ബേക്കറി. ബേക്കറിക്ക് പുറത്ത് കൂട്ടം ആ ഒരു ഇങ്ങനെ ഹീപ്പാക്കി വെച്ചിട്ടുണ്ടായിരുന്ന, കൂനയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന വെജിറ്റബിൾ ബോക്സസിന്റെ ഒരു ഇടയിലേക്കാണ് അവൻ എന്ത് വെക്കുന്നത്? ആ ഒരു ഷൂസ് വെക്കുന്നുണ്ടായിരുന്നു. എ ജങ്ക് കളക്ടർ പിക്സ് അപ്പ് ദ പാഴ്സൽ ബൈ മിസ്റ്റേക്ക്. അവിടേക്ക് വന്ന ഒരു ജങ്ക് കളക്ടർ, വേസ്റ്റ് ഒക്കെ കളക്ട് ചെയ്യാനായിട്ട് വന്ന ജങ്ക് കളക്ടർ മിസ്റ്റേക്കില്ലേ, ആ ഒരു തെറ്റിദ്ധാരണ പോലെ, അല്ലെങ്കിൽ ബൈ മിസ്റ്റേക്ക് ആ ഒരു പാഴ്സല് അദ്ദേഹം ജങ്കാണ്, വേസ്റ്റ് ആണ് എന്ന് വിചാരിച്ചിട്ട് എടുത്തോണ്ട് പോവാണ്. അലി ടെൽ സഹ്റ ദാറ്റ് ഹി ലോസ്റ്റ് ഹെർ ഷൂസ്. അങ്ങനെ വീട്ടിലെത്തിയ അലി സഹ്റയോട് പറയുന്നു അവളുടെ ഷൂസ് എന്തായിട്ടുണ്ട്? നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. ദേ കമ്മ്യൂണിക്കേറ്റ് വൈൽ ഡൂയിങ് ദെയർ ഹോംവർക്ക്. ഈ കാര്യം, ഈ ഷൂ നഷ്ടപ്പെട്ട കാര്യം അലി സഹ്റയോടും, സഹ്റ അതിനുള്ള മറുപടി അലിക്കും കൊടുക്കുന്നത് എങ്ങനെയാ? ബൈ റൈറ്റിംഗ് ഇൻ ദിയർ നോട്ട്ബുക്ക്. അവരുടെ നോട്ട്ബുക്കിൽ എഴുതിക്കൊണ്ട് അത് പാസ് ചെയ്യാണ്. കാരണം
they wanted to hide the news from their parents. പാരന്റ്സ് ഈ കാര്യം എന്ത് ചെയ്യാൻ പാടില്ല, അറിയാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് എഴുതിയിട്ടാണ്, പരസ്പരം കൈമാറിയിട്ടാണ് ഈ കാര്യം അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. സഹ്റ എക്സ്പ്രസസ് ഹെർ ഡിസ്പ്ലഷർ, തന്റെ ആ ഒരു ഇഷ്ടക്കേട് അല്ലെങ്കിൽ ആ ഒരു ഷൂസ് നഷ്ടപ്പെട്ടതിലുള്ള സങ്കടം സഹ്റ എക്സ്പ്രസ് ചെയ്യുന്നു. അലി ടെൽ സഹ്റ ടു യൂസ് ഹിസ് ഷൂസ്, അലി സഹ്റയോട് അവന്റെ സ്നീക്കേഴ്സ്, അവന്റെ ഷൂസ് ഉപയോഗിക്കാനായിട്ട് എന്ത് ചെയ്യാണ്, സഹ്റയോട് പറയുന്നു. ഇത്രയാണ് പ്രധാനമായിട്ടും അതിൽ വരുന്ന മേജർ ഇവന്റ്സ്. അതിനിടയിൽ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്ത് പറഞ്ഞാൽ, ഇവരുടെ ഒരു ഇന്റർചേഞ്ച് നടക്കുന്നതിനിടയിൽ ഫാദറിന്റെയും മദറിന്റെയും കോൺവെർസേഷൻ അതിൽ ഇങ്ങനെ പോകുന്നുണ്ട് അല്ലെ. ആ ഒരു കോൺവെർസേഷൻ നമുക്കൊരു കാര്യം മനസ്സിലായി. അലീസ് മദർ വാസ് ബെഡ് റിഡൻ ബിക്കോസ് ഓഫ് ദി ഡിസ്ക് കംപ്ലൈന്റ്. ആ ഒരു ഡിസ്കിന്റെ കംപ്ലൈന്റ് കാരണം അലിയുടെ മദർ എന്തായി കിടക്കുകയാണ്, ബെഡ് റിഡൻ ആണ്, കിടപ്പിലാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയതാണ് അല്ലെ. ഓക്കെ ഫൈൻ. അങ്ങനെ ആ ഒരു സിറ്റുവേഷനിൽ നിന്നും അവർ ഓപ്പറേഷനെ കുറിച്ച് സംസാരിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. the financial condition of Ali's family was very poor. അലിയുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ വളരെ പൂർ ആണ് എന്നുള്ള കാര്യം അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് എന്താണ്, യെസ്, ആ ഒരു അക്ബർ അക്കയോട് ടാബിനെ കുറിച്ചിട്ട്, പറ്റുബുക്കിനെ കുറിച്ച് സംസാരിക്കുന്നിടത്ത് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ആ ഒരു ഫിനാൻഷ്യൽ കണ്ടീഷൻ വളരെ പൂർ ആണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഏത് മൈ സിസ്റ്റേഴ്സ് ഷൂസ് എന്ന് പറയുന്ന ആ ഒരു സ്ക്രീൻ പ്ലേ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് ഏത്, ഈ ഒരു മൈ സിസ്റ്റേഴ്സ് ഷൂ. പല ക്വസ്റ്റ്യൻസ്, കോൺവെർസേഷൻ ബിറ്റ്വീൻ അലി ആൻഡ് സഹ്റ വരാറുണ്ട്, കോൺവെർസേഷൻ ബിറ്റ്വീൻ ജങ്ക് കളക്ടർ ആൻഡ് അലി വരാറുണ്ട്, കോൺവെർസേഷൻ ബിറ്റ്വീൻ ഫ്രണ്ട് ആൻഡ് അലി വരാറുണ്ട്, സഹ്റാസ് ഡയറി വരാറുണ്ട്, അലീസ് ഡയറി വരാറുണ്ട്, ആൻഡ് റിവ്യൂ ചോദിക്കാറുണ്ട്. ഒക്കെ ചോദിക്കാം. എക്സ്പെക്ടഡ് ക്വസ്റ്റ്യൻസിന്റെ കൂട്ടത്തിൽ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉൾപ്പെടുത്താൻ പറ്റും. നേരെ ഞാൻ അടുത്ത ലെസണിലേക്ക് കയറുന്നു. ബ്ലോവിംഗ് ഇൻ ദ വിൻഡ് റിട്ടൺ ബൈ ബോബ് ഡിലൻ എഴുതിയിട്ടുള്ള ബ്ലോവിംഗ് ഇൻ ദ വിൻഡ് എന്ന് പറയുന്ന സോങ്ങിലേക്ക് ഞാൻ കയറി വരുന്നു. ഓക്കെ സാർ, ഒരു ഹായ് തരുമോ? ഹായ് അൻസിൽ, ഹായ്. മാർത്താണ്ഡവർമ്മ വരെ ഉണ്ട് ഇവിടെ, ആരൊക്കെ ഇല്ലാത്ത മാർത്താണ്ഡവർമ്മ. ഹായ് സർ, ഹലോ. മാർത്താണ്ഡവർമ്മ വേഗം ഒന്ന് ഷെയർ ചെയ്യൂ. അത്രയും കാലം മുതലേയുള്ള ആളുകൾ സ്റ്റാറ്റസിലും നമ്പറിൽ കോണ്ടാക്ട്സ് ഒക്കെ ഉള്ളതാ. അപ്പൊ ഒന്ന് വേഗം ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആളെ എണ്ണം കൂടും, വരുന്ന ആളുകൾക്ക് കാര്യങ്ങൾ വേഗം മനസ്സിലാവും, എല്ലാം റെഡിയാവും. വേഗം വന്നേ. എന്റെ ഫോണിൽ ഇത് ലൈവ് അല്ലേ? ഇപ്പൊ ലൈവായി. സ്മിത പ്രദീപ് ഹായ്, റിഷാൽ ഹായ് തന്നുകൊണ്ടിരുന്നാൽ ചാപ്റ്റേഴ്സ് പെൻഡിങ് ആവും. അതുകൊണ്ട് ഞാൻ ബ്ലോവിംഗ് ദ വിൻഡിന്റെ എക്സ്പ്ലനേഷൻ കയറുന്നു. എല്ലാവരും ശ്രദ്ധിച്ചോ. ബ്ലോവിംഗ് ഇൻ ദ വിൻഡ് അല്ലെ. ബ്ലോവിംഗ് ഇൻ ദ വിൻഡ് ബൈ ബോബ് ഡിലൻ is an iconic folk song that possesses rhetorical questions about peace, freedom and social justice. സമാധാനത്തിനെ കുറിച്ചും സ്വാതന്ത്ര്യത്തിനെ കുറിച്ചും അതുപോലെ തന്നെ സാമൂഹിക നീതിയെ കുറിച്ചും ഒക്കെ നമ്മളോട് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ രീതിയിൽ ചോദിക്കുന്ന ഒരു ഐക്കോണിക് ഫോക്ക് സോങ് ആണ് ഇതെന്ന് പറയുന്നത്, ബോബ് ഡിലൻ എഴുതിയിട്ടുള്ള ബ്ലോവിംഗ് ഇൻ ദ വിൻഡ് എന്ന് പറയുന്നത്. Then the lyrics inquire about the futility of war, discrimination and inequality, wondering how many times these issues must occur before they can be addressed. ലോകത്ത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് വാർ, അതുപോലെ ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഓൾസോ ഇനീക്വാളിറ്റി. ഈ മൂന്ന് കാര്യങ്ങൾ സ്റ്റിൽ ഇപ്പോഴും ഒക്കർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ എത്രമാത്രം വാറും ഡിസ്ക്രിമിനേഷനും ഇനീക്വാളിറ്റി ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാലാണ് ആ ഒരു പ്രശ്നത്തിനെ നമ്മളൊക്കെ ഒന്ന് അഡ്രസ് ചെയ്യുക, അതിനെയൊക്കെ ഒന്ന് സോൾവ് ചെയ്യുക എന്നുള്ള പ്രധാനപ്പെട്ട കുറെ ചോദ്യങ്ങളാണ് എവിടെ കാണാൻ സാധിക്കുക, ഈ ഒരു പോംസിൽ അല്ലെങ്കിൽ ഈ ഒരു സോങ്ങിൽ നമ്മൾ കാണുന്നത്. Though it's simple yet powerful verses, the song prompts listeners to contemplate the elusive answers to these profound and timeless questions, highlighting the need for societal introspection and change. സമൂഹത്തിൽ കൊണ്ടുവരേണ്ട മാറ്റങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ പെട്ടെന്ന് ഉത്തരം കണ്ടെത്താൻ കഴിയാത്ത ഇത്തരത്തിലുള്ള ചോദ്യങ്ങളുമൊക്കെ വിശകലനം ചെയ്യുന്ന ഒരു അടിപൊളി വേഴ്സ് രൂപത്തിലുള്ള ഒരു പവർഫുൾ പോമാണ് ഏതെന്ന് പറയുന്നത് ബ്ലോവിംഗ് ഇൻ ദ വിൻഡ് എന്ന് പറയുന്നത്. Dylan's song became an anthem for the civil rights movement and remains a poignant call for a better world. ആ ഒരു അമേരിക്കൻ സിവിൽ റൈറ്റ് മൂവ്മെന്റിന്റെ ആ ഒരു 1960 കാലഘട്ടത്തിലെ അമേരിക്കൻ സിവിൽ റൈറ്റ് മൂവ്മെന്റിന്റെ ആന്തമായിട്ട് കൺസിഡർ ചെയ്തിരുന്ന ഒരു സോങ് കൂടിയാണ് ഏത്
ബോബ് ഡിലൻ എഴുതിയിട്ടുള്ള ബ്ലോവിംഗ് ഇൻ ദ വിൻഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇൻ ദ പോം യു ക്യാൻ സീ 9 rhetorical questions. 9 rhetorical questions-ലാൽ സമ്പന്നമാണ് ഏതെന്ന് പറയുന്നത് ബോബ് ഡിലൻ എഴുതിയിട്ടുള്ള ബ്ലോവിംഗ് ഇൻ ദ വിൻഡ് എന്ന് പറയുന്നത്. ഇത് പതുക്കെ പറയൂ, പേർക്ക് അയക്കുക. ജീവിതത്തിലെ എല്ലാ പരീക്ഷകളും നിങ്ങൾ വിജയിക്കും. നിങ്ങൾ അവഗണിച്ചാൽ ഈ വർഷം നിങ്ങൾ എടാ അതിന്റെ ഇടയിൽ ചെങ്ങായി കടന്നിട്ട് ടെൻഷൻ അടിപ്പിക്കുന്നത്. ഓക്കെ ഫൈൻ. സോ ബ്ലോവിംഗ് ഇൻ ദ വിൻഡിന്റെ ആ ഒരു മെയിൻ ഇവന്റ്സിലേക്ക് കയറി കഴിഞ്ഞാൽ, ബ്ലോവിംഗ് ഇൻ ദ വിൻഡ് ഈസ് എ സോങ് റിട്ടൺ ബൈ ബോബ് ഡിലാൻ. നമ്മൾ നേരത്തെ പറഞ്ഞു, ബോബ് ഡിലാൻ ഈസ് എ ഫേമസ് അമേരിക്കൻ സോങ് റൈറ്റർ ആൻഡ് സിംഗർ. ഒരു അമേരിക്കൻ സോങ് റൈറ്ററും സിംഗറുമാണ് ആര്? ബോബ് ഡിലാൻ. ആൻഡ് ദ പോം ഈസ് എ പ്രൊട്ടസ്റ്റ് സോങ്. ഇതൊരു പ്രൊട്ടസ്റ്റ് സോങ് ആണ്. എന്തിനോടൊക്കെയോ ഉള്ള പ്രൊട്ടസ്റ്റ് ആണ്. എന്തിനോടൊക്കെയാ? ആ ഒരു പീസ് ഇല്ലാത്ത അവസ്ഥ, ഫ്രീഡം നിരസിക്കുന്നതിനെതിരെ, വാറിനെതിരെയൊക്കെയുള്ള ഒരു പോം ആയിട്ട് നമുക്ക് ഇതിനെ കാണാം, ബ്ലോവിംഗ് ഇൻ ദ വിൻഡിനെ കാണാം. ഇറ്റ് റേസസ് ക്വസ്റ്റ്യൻസ് അബൌട്ട് വാർ, പീസ് ആൻഡ് ഫ്രീഡം. ഈ ഒരു വാറിനെ കുറിച്ചും പീസിനെ കുറിച്ചും ഫ്രീഡത്തിനെ കുറിച്ചും ഒക്കെയുള്ള അതിനെതിരെയുള്ള ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. ഇറ്റ് ഈസ് എ സിംബോളിക് സോങ് ഓഫ് ഫൈറ്റിംഗ് ഫോർ റൈറ്റ്സ് ആൻഡ് ഇക്വാലിറ്റി. ആ അവകാശങ്ങൾക്കും അതുപോലെ തന്നെ സ്വാതന്ത്ര്യത്തിനും ഇക്വാലിറ്റിക്കും തുല്യതയ്ക്കും വേണ്ടിയിട്ടുള്ള ഒരു സിംബോളിക് സോങ് ആണ് ബ്ലോവിംഗ് ഇൻ ദ വിൻഡ്. ദ പോയറ്റ് ആസ്ക്ഡ് 9 questions. 9 questions എന്ന് പറഞ്ഞാൽ പോരാ, 9 rhetorical questions to which no answers are given. 9 ചോദ്യങ്ങളെ ഉന്നയിക്കുന്നുള്ളൂ. ആ ചോദ്യങ്ങളുടെ ഒന്നും ഉത്തരം ഈ ഒരു പോയത്തിൽ കാണാൻ സാധിക്കില്ല. ബിക്കോസ് ദേ ആർ കോൾഡ് rhetorical questions. അതിന്റെ ഉത്തരം നമുക്ക് അറിയാം. All the answers are known to all. ചോദിച്ച ചോദ്യത്തിന്റെ ഒക്കെ ഉത്തരം നമുക്ക് അറിഞ്ഞോ അറിയാതെയോ എല്ലാം മൈൻഡിലൂടെ കടന്നു പോകുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും മാത്രമേ അതിലുള്ളൂ. They are blowing in the wind. ആ ആൻസേഴ്സ് ഒക്കെ എവിടെയുണ്ട്? Blowing in the wind. അപ്പോ what does the line they are blowing in the wind imply എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് എഴുതും? The answers are known to all. The answer is everywhere എന്നൊക്കെ നിങ്ങൾക്ക് എഴുതി വെക്കാം. The people must open their eyes and ears to catch the answers. ഇതൊന്നും കണ്ടും കേട്ടും നിൽക്കാത്ത ആളുകൾ ഉത്തരം കിട്ടാൻ വേണ്ടി ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? Open their eyes and ears. അവരുടെ കാതുകളും അതുപോലെ അവരുടെ കണ്ണും ഒന്ന് തുറന്നു പിടിച്ചാൽ എല്ലാവർക്കും ഈ ചോദ്യങ്ങളുടെ ഉത്തരം കിട്ടും എന്നുള്ളതാണ് ആ പ്രത്യേകത. The questions are best examples for rhetorical questions. അല്ലെ, ഉത്തരം അറിഞ്ഞുകൊണ്ട് കവികൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. The dove symbolizes peace. Dove, white dove is the symbol of peace. സമാധാനത്തിന്റെ സിംബൽ ആയിട്ട് വൈറ്റ് ഡോവ്. ആൻഡ് ദ റോഡ് സ്റ്റാൻഡ്സ് ഫോർ എക്സ്പീരിയൻസ് ഓഫ് ലൈഫ്. ജീവിതത്തിലെ അനുഭവങ്ങളെയാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? റോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ദ കാനൺ ബോൾ സിംബലൈസസ് ഫോർ വാർ. കാനൺ ബോൾ എന്നുള്ളത് എന്തിന്റെ സിംബൽ ആണ്? വാർ. വാർ എന്ന് മാത്രമല്ല വയലൻസ് ഒക്കെ നമുക്ക് പറയാം. വയലൻസ് ആൻഡ് സ്ട്രഗിൾസിന്റെ ഒക്കെ സിംബൽ ആയിട്ട് നമുക്ക് എന്തിനെ എടുക്കാം? കാനൺ ബോൾസിനെ എടുക്കാം. And the theme of the poem is a protest song which possesses a series of rhetorical questions about peace, war and freedom. Peace, war and freedom. ഈ 3 കാര്യങ്ങളുടെ അതിനെതിരെയുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു പോയത്തിന്റെ തീം എന്ന് പറയുന്നത്. റൈമിംഗ് വേർഡ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഡൗൺ മാൻ, സീ ഫ്രീ, സ്കൈ ക്രൈ തുടങ്ങിയിട്ടുള്ള റൈമിംഗ് വേർഡ്സ് ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. എങ്കിലും അലിട്രേഷൻസിനുള്ള ബെസ്റ്റ് എക്സാമ്പിൾസ് നമുക്ക് കിട്ടും. ഹൗ മെനി റോഡ്സ് മസ്റ്റ് എ മാൻ വാക്ക് ഡൗൺ. നോക്കിയേ, ഹൗ മെനി മേഴ്സ് സൗണ്ട്, മസ്റ്റ് മേഴ്സ് സൗണ്ട്, മാൻ മേഴ്സ് സൗണ്ട്, റിപ്പീറ്റേഷൻ ഓഫ് മേഴ്സ് സൗണ്ട്. അതുകൊണ്ട് അത് അലിട്രേഷൻ എക്സാമ്പിൾ ആണ്. ഹൗ മെനി സീസ് മസ്റ്റ് എ വൈറ്റ് ഡോവ് സെയിൽ. സീസ് സൗണ്ട്, സെയിൽ സെയിൽ സൗണ്ട്. കണ്ടല്ലോ. അപ്പൊ ആ രീതിയിൽ അലിട്രേഷൻ എക്സാമ്പിൾ. ബിഫോർ ഷീ സ്ലീപ്സ് ഇൻ ദ സാൻഡ്. സ്ലീപ്പ് സൗണ്ട്, സാൻഡ് സൗണ്ട്, അലിട്രേഷൻ ആണ്. ബിഫോർ ഹി ക്യാൻ ഹിയർ പീപ്പിൾ ക്രൈ. ഇവിടെ ക്യാൻ ക്രൈ എന്ന് വന്നതുകൊണ്ട് അതും അലിട്രേഷനുള്ള എക്സാമ്പിൾ ആണ്. Then refrain. എന്തായിരുന്നു refrain? The repetition of same line in the poem. ഒരേ വരികൾ എന്ത് ചെയ്യുക? ആവർത്തിച്ചു വരുന്നതിനെയാണ് refrain എന്ന് പറയുക. The answer, my friend, is blowing in the wind. The answer is blowing in the wind is an example for refrain. അറിയാം. വിഷ്വൽ ഇമേജ് ആയിട്ട് man, dove, cannonball and mountain. വിഷ്വൽ ഇമേജറി എല്ലാം നമുക്ക് മൈൻഡിൽ എന്ത് ചെയ്യാൻ പറ്റും? വിഷ്വലൈസ് ചെയ്യാൻ പറ്റും അല്ലെ. അതോടുകൂടി എന്ത് അവസാനിക്കുന്നു? യൂണിറ്റ് 2 അവിടെ അവസാനിക്കുന്നു. നമുക്ക് യൂണിറ്റ് 3ലേക്ക് പോകാം. യൂണിറ്റ് 3ലേക്ക് പോകുന്നതിന് മുന്നേ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. യൂണിറ്റ് 2 ഓക്കെ അല്ലേ മക്കളെ? യൂണിറ്റ് 2 ഓക്കെ അല്ലേ മോനെ? ഫ്രീക്ക് മോനെ, ഇപ്പോഴും ട്രസ്റ്റ് ചെയ്യേണ്ട, പണി കിട്ടും. അതുകൊണ്ട് കാര്യങ്ങൾ പഠിച്ചിട്ട് പോയിട്ട് എക്സാം എഴുതിക്കോളൂ, ഇല്ലെങ്കിൽ പ്രശ്നമാകും. റെഡി. ഓക്കെ, നെക്സ്റ്റ് അടുത്ത യൂണിറ്റിലേക്ക് ആയിട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചാപ്റ്റർ വരുന്ന ഒരു യൂണിറ്റ് ആണ് ഇത്, ലോ ഓഫ് വാല്യൂസ് എന്ന് പറയുന്നത്. ചാപ്റ്റർ ഏതായിരിക്കും നിങ്ങൾക്ക് അറിയാം. ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് തന്നെയാണ്. ഏതായാലും
ഈ ഒരു ചാപ്റ്ററിലും അല്ലെങ്കിൽ ഈ ഒരു യൂണിറ്റിലും നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ലെസൺ ഇതിൽ വരുന്നു. ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി ബൈ ചിമമൻഡ നിങ്കോസി അഡീച്ചി. ഇറ്റ്സ് എ സ്പീച്ച്. അതുകൊണ്ടാണ് അതൊരു ഡിഫറെന്റ് ആണെന്ന് ഞാൻ പറയാൻ കാരണം. ബാക്കി എല്ലാം സ്റ്റോറീസും മറ്റൊക്കെ വന്ന സമയത്ത് ഇവിടെ ഒരു സ്പീച്ച് ആഡ് ചെയ്യുന്നു. ദെൻ ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ ബൈ W.B. Yeats. ഒരു പോം നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ലെസൺ ഇൻ യുവർ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക്, ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് ബൈ A.J. ക്രോണിൻ. A.J. ക്രോണിൻ എഴുതിയിട്ടുള്ള ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് എന്ന് പറയുന്ന ആ ഒരു ലെസൺ. ഇത്രയാണ് യൂണിറ്റ് 3 ലോർ ഓഫ് വാല്യൂസ് എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഓരോന്നോരോന്നായിട്ട് നമുക്ക് നോക്കാം. ഓടിച്ച് ചാപ്റ്റേഴ്സിലേക്ക് വരാം. ഇനി അങ്ങോട്ടുള്ള ചാപ്റ്റേഴ്സിലേക്ക് വരുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മെമ്മറിയിൽ ഈ സ്റ്റോറീസ് ഒക്കെ കൂടുതൽ എന്തായിരിക്കും, രജിസ്റ്റർ ആയിട്ടുള്ള സ്റ്റോറീസ് ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. കാരണം റീസെന്റ് ആയിട്ട് പഠിച്ച ചാപ്റ്റേഴ്സ് ആയതുകൊണ്ട്. സിംഗിൾ സ്റ്റോറി ഫസ്റ്റ് എടുക്കൂ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മുങ്ങാനല്ലേ, ഞാൻ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് കഴിഞ്ഞിട്ടേ എടുക്കുള്ളൂ. അങ്ങനെ പറയാം സാറേ. അത്ര മതി. നമ്മൾ വെറുതെ സ്ലൈഡ് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോയി പിന്നെ ബാക്ക് അടിക്കണ്ട. എന്തിനാ വെറുതെ മുന്നോട്ടും റിവേഴ്സും. നമ്മളോട് എന്താ മദർ ടു സണിൽ മദർ എന്താ പറഞ്ഞേ? സോ ഡോണ്ട് സ്റ്റെപ്പ് ഡൗൺ ഓൺ ദ സ്റ്റെപ്പ് എന്നാ പറഞ്ഞത്. മുന്നോട്ട് പോയ വഴികൾ പിന്നെ എന്ത് ചെയ്യണ്ട, തിരിച്ചു വരണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ഇതിലേക്ക് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ആദ്യം തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റിലേക്ക് കയറുന്നു. ആ ഒരു റിക്വസ്റ്റ് നിരസിച്ചതിൽ ഖേദവും ഞാൻ പ്രകടിപ്പിക്കുന്നു. സോറി മോനെ. ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് റിട്ടൺ ബൈ A.J. ക്രോണിൻ. മേജർ ഇവന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നരേറ്റർ സീസ് എ പാസഞ്ചർ ഇൻ ദ പ്രൊമിനാഡ് ഡെക്ക്. തുടക്കത്തിൽ നമുക്കറിയാം നരേറ്റർ ഷിപ്പിൽ ഇങ്ങനെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, യാത്ര ചെയ്യാണ്. അദ്ദേഹം ന്യൂയോർക്കിൽ നിന്ന് ലണ്ടനിലേക്കുള്ള യാത്രയാണ്. ഇറ്റ് വാസ് ദി സെക്കൻഡ് ഡേ ഓഫ് ഹിസ് വോയേജ്. യാത്ര തുടങ്ങിയിട്ട് രണ്ടാമത്തെ ദിവസം നരേറ്റർ ആരെ കാണുന്നു? എ പാസഞ്ചർ ഇൻ ദ പ്രൊമിനാഡ് ഡെക്ക്. പ്രൊമിനാഡ് മീൻസ് എ വാക്ക് വേ. ഈ ഷിപ്പിലൊക്കെ നടക്കുന്ന ആ ഒരു ഭാഗത്തിനാണ് പ്രൊമിനാഡ് എന്ന് പറയാ. ഡെക്ക് എന്ന് പറഞ്ഞാൽ ഫ്ലോർ ഓഫ് ദ ഷിപ്പ്. അവിടെ വെച്ചിട്ട് ഒരു പാസഞ്ചറിനെ നരേറ്റർ നോട്ടീസ് ചെയ്യാണ്. He notices the same man with his wife next day. തൊട്ടടുത്ത ദിവസവും അതേ ആളെ നമ്മൾ കാണുന്നു. അപ്പൊ ഈ ആദ്യത്തെ ദിവസം നരേറ്റർ മനസ്സിലാക്കുന്നു വൺ ഓഫ് ദ പാസഞ്ചേഴ്സ് വാസ് ലുക്കിംഗ് അറ്റ് ഹിം വെരി ക്ലോസ്ലി. തന്നെ നോക്കിക്കൊണ്ട് ഒരാൾ ആ ഷിപ്പിൽ ഉണ്ട് എന്നുള്ള കാര്യം നരേറ്റർക്ക് മനസ്സിലാവുന്നു. അത് A.J. ക്രോണിൻ ആണെന്ന് നമുക്ക് പറയാം അല്ലെ. A.J. ക്രോണിൻ തന്നെയാണ് നരേറ്റർ എന്ന രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. എനിവേ അങ്ങനെ മനസ്സിലാക്കിയ ആള് he didn't give any sign of noticing that man. എന്നാൽ അയാൾക്ക് ഒരു മൈൻഡും ആര് കൊടുത്തിട്ടില്ല, നരേറ്റർ കൊടുത്തിട്ടില്ല. ബിക്കോസ് he wanted to avoid the shipboard contacts. ഈ ഷിപ്പിലുള്ള ആളുകളൊക്കെ വന്ന് സംസാരിക്കുന്നതിനോടും ഒന്നും വലിയൊരു താല്പര്യം അന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. എന്നാൽ രണ്ടാമത്തെ ദിവസം ഇതേ ആള് തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോ that gave an interest to him. ഒരു താല്പര്യം, ഇത് ആരാണെന്ന് അറിയാൻ ഒരു താല്പര്യം നമ്മുടെ നരേറ്റർക്കും ഉണ്ടാവുകയാണ്. എനിവേ അങ്ങനെ സ്റ്റിവാർഡിൽ നിന്നും മനസ്സിലാക്കുന്നു എന്ത്, they are Mr. John and Mrs. John from a small suburb of London. ലണ്ടനിൽ നിന്നും വരുന്ന ഒരു രണ്ട് വ്യക്തിത്വങ്ങളാണ്, മിസ്റ്റർ ജോണും മിസസ് ജോണുമാണ് അവരെ എന്ന് സ്റ്റിവാർഡിൽ നിന്നും ആര് മനസ്സിലാക്കുന്നു, നരേറ്റർ മനസ്സിലാക്കുന്നു. അപ്പോൾ നരേറ്റർക്ക് ഒരു കാര്യം കൂടി മനസ്സിലായി. he seemed to be very diffident or shy. ഡിഫിഡന്റ് വേർഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലാക്ക് ഓഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ ഷൈ, ആകെ ഒരു മടി അല്ലെങ്കിൽ ലാക്ക് ഓഫ് കോൺഫിഡൻസ്, ആത്മവിശ്വാസത്തിന്റെ ഒരു കുറവ്. അതാണ് എന്ത്, ഡിഫിഡന്റ് എന്ന് പറയുന്ന വേർഡിന്റെ അർത്ഥം. അങ്ങനത്തെ വേർഡുകളൊക്കെ നോട്ട് ചെയ്ത് പോകണം. ഇത്തവണ മാൽ അഡ്ജസ്റ്റഡ് എന്ന് പറയുന്ന വേർഡ് ചോദിച്ചതുപോലെ ഹാവിങ് ഇമോഷണൽ ഇഷ്യൂസ്, ഏതാ മാൽ അഡ്ജസ്റ്റഡ് ആണ് എഴുതേണ്ടിയിരുന്നത് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള വേർഡുകളൊക്കെ നോട്ട് ചെയ്യാം. ഇവിടെ അദ്ദേഹത്തിന് എന്തോ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, തന്റെ അടുത്ത് വന്ന് തന്നോട് സംസാരിക്കാൻ മൂപ്പർക്ക് എന്തില്ല, ഒരു കോൺഫിഡൻസ് ഇല്ല എന്ന് ആർക്ക് മനസ്സിലാവുന്നു, നരേറ്റർക്ക്, A.J. ക്രോണിന് മനസ്സിലാകുന്നു. ഏതായാലും ഈ ഒരു കണ്ണും നോക്കിയുള്ള പരിപാടി ആരവസാനിപ്പിക്കുന്നു, മിസ്റ്റർ ജോണിന്റെ ആ വൈഫ് അവസാനിപ്പിക്കുന്നു. ഇപ്പോ മിസ്റ്റർ ജോൺ എന്നുള്ള പേര് നേരെ എടുത്ത് പറഞ്ഞു വെച്ച് കുഴപ്പമൊന്നുമില്ല, കാരണം നിങ്ങൾക്ക് സ്റ്റോറി അറിയാം. ഷീ കമ്പൽസ് ഹർ ഹസ്ബൻഡ് ടു ടോക്ക് ടു ദ ഡോക്ടർ. ഡോക്ടറോട് സംസാരിക്കാൻ ആര് നിർബന്ധിക്കുന്നു, വൈഫ് നിർബന്ധിക്കുന്നു. ജോൺ ഓഫേഴ്സ് ഹിസ് വിസിറ്റിംഗ് കാർഡ്. സംസാരിക്കുന്നതിന് മുന്നേ ഒരു വിസിറ്റിംഗ് കാർഡാണ് ആര് ഓഫർ ചെയ്തത്, ജോൺ ഓഫർ ചെയ്തത്. എന്തിനു വേണ്ടിയിട്ടാ, ആ കാർഡ് കണ്ട് ആ കാർഡിലെ നെയിം വായിക്കുന്ന സമയത്ത് A.J. ക്രോണിന്റെ മുഖത്ത് അല്ലെങ്കിൽ നരേറ്ററിന്റെ മുഖത്ത് എന്തെങ്കിലും ഫേഷ്യൽ എക്സ്പ്രഷൻസിൽ എന്തെങ്കിലും മാറ്റം വരുമോ, തന്നെ ഇയാൾക്ക് അറിയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു വിസിറ്റിംഗ് കാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നരേറ്റർ റിയലൈസസ് ജോൺസ് ഫീൽഡ് ഓഫ് വർക്ക് യൂത്ത് വെൽഫെയർ. അങ്ങനെ അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോ നരേറ്റർക്ക് മനസ്സിലായി ഇയാളുടെ ആ ഒരു ഫീൽഡ് ഓഫ് വർക്ക്, തന്റെ ജോലിയുടെ പ്രധാന മേഖല എന്ന് പറയുന്നത് ഏതാണ്, യൂത്ത് വെൽഫെയർ ആണ് എന്ന് മനസ്സിലാവുന്നു. ദ ഡോക്ടർ റീകോൾസ് പാസ്റ്റ് ഇൻസിഡന്റ് അറ്റ് ദ ലാൻഡ് ലേഡീസ് ആറ്റിക്. അങ്ങനെ സംസാരിച്ചു വന്നപ്പോ മിസ്റ്റർ ജോണിന് മനസ്സിലായി തന്നെ മനസ്സിലാക്കാൻ ആർക്ക് സാധിച്ചിട്ടില്ല, A.J. ക്രോണിന് മനസ്സിലായിട്ടില്ല എന്ന് മനസ്സിലായപ്പോ
ആ ഒരു എ ജെ ക്രോണിന്റെ ചെവിയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോഴാണ് എ ജെ ക്രോണിന് ആ ഒരു പഴയ ആ ഒരു ഇൻസിഡന്റ് ഓർമ്മ വരുന്നു. എവിടെ വെച്ച് നടന്ന ലാൻഡ് ലേഡിയുടെ ഏറ്റിക്കിൽ വെച്ചുണ്ടായ സംഭവം ഓർമ്മ വരുന്നു. യങ് ജോൺ ഫാൾസ് ഇൻ ടു ബാഡ് കമ്പനി 25 years ബാക്ക്. 25 വർഷങ്ങൾക്ക് മുന്നേ നമ്മുടെ ജോൺ, ചെറുപ്പക്കാരനായിട്ടുള്ള ജോൺ, ഇപ്പൊ 40 വയസ്സുണ്ട്, അപ്പൊ അതിന് കുറച്ച് മുന്നേ ഒരു 15-16 വയസ്സായ സമയത്ത് ഒരു ബാഡ് കമ്പനിയിൽ ചെന്ന് ആര് വീണിട്ടുണ്ടായിരുന്നു? ജോൺ വീണിട്ടുണ്ടായിരുന്നു. ലോസസ് മണി ഇൻ ഗാംബ്ലിംഗ്, ചൂതാട്ടം കളിച്ചിട്ട് ഹോഴ്സ് ബെറ്റ് നടത്തിയിട്ട് തന്റെ കയ്യിലുള്ള എല്ലാ പൈസയും അദ്ദേഹം നഷ്ടപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. സ്റ്റീൽസ് മണി ഫ്രം ഓഫീസ്, അറ്റംപ്റ്റ് സൂയിസൈഡ്, അല്ലെ, തന്റെ സ്വന്തം ഓഫീസിൽ നിന്ന് ഒരു ഫൈനൽ ഗാംബ്ലിങ്ങിന് വേണ്ടിയിട്ട് മിസ്റ്റർ ജോൺ എന്ത് ചെയ്യുന്നു? കുറച്ച് പൈസ മോഷ്ടിക്കുന്നു. അങ്ങനെ അവസാനം ആ പൈസയും നഷ്ടപ്പെട്ട് ആ ഒരു കോർട്ട് പ്രൊസീഡിങ്സിനെയൊക്കെ പേടിച്ചിട്ട് ഇദ്ദേഹം അറ്റംപ്റ്റ് സൂയിസൈഡ്, മിസ്റ്റർ ജോൺ എന്തിനു ശ്രമിക്കുകയാണ്? ഒരു സൂയിസൈഡിന് ശ്രമിച്ചതും നമ്മൾ കണ്ടു. ദെൻ സേവ്ഡ് ബൈ ദ ഡോക്ടർ, ലാൻഡ് ലേഡി ആൻഡ് സർജിയൻ. ആ ഒരു സൂയിസൈഡ് അറ്റംപ്റ്റിൽ നിന്നും മിസ്റ്റർ ജോണിനെ രക്ഷിച്ചത് ആരൊക്കെയാ? ഡോക്ടർ, ലാൻഡ് ലേഡി ആൻഡ് സർജിയന്റ് ഓഫ് പോലീസ്. ഈ മൂന്നാളുകളാണ് മിസ്റ്റർ ജോണിനെ രക്ഷിച്ചത്. ഗെറ്റ്സ് എ ഫ്രഷ് സ്റ്റാർട്ട് ഇൻ ലൈഫ് ഫ്രം ദം. അവരിൽ നിന്നും ഒരു പുതിയ ഫ്രഷ് സ്റ്റാർട്ട് ആർക്ക് കിട്ടുന്നു? മിസ്റ്റർ ജോണിന് കിട്ടുന്നു. ഡോക്ടർ, അതായത് നരേറ്റർ, വണ്ടേഴ്സ് ഹൗ 7 pounds and 10 shillings കുഡ് ചേഞ്ച് എ ലൈഫ്. അന്ന് ആ ഒരു ഓഫീസിൽ നിന്ന് എടുത്ത തുക, അതാണ് എന്ത്? 7 pounds 10 shillings എന്ന് പറയുന്നു. ആ ഒരു തുക മിസ്റ്റർ ജോണിന് കൊടുത്തത് ആരാണ്? എ ജെ ക്രോണിനാണ്. അങ്ങനെയാണ് എ ജെ ക്രോണിൻ ആരെ സഹായിച്ചത്? മിസ്റ്റർ ജോണിനെ സഹായിച്ചത്. അന്ന് ആ കൊടുത്ത 7 pounds 10 shillings എങ്ങനെ ഒരാളുടെ ലൈഫ് ഇത്രമാത്രം മാറ്റി എന്നുള്ളത് തിരിച്ചറിവ് ആർക്കുണ്ടാകുന്നു? ഡോക്ടർക്ക് ഉണ്ടാകുന്നു. Then doctor feels proud of his investment. തന്റെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റിൽ അഭിമാനം കൊള്ളാണ് ആര്? എ ജെ ക്രോണിൻ, അല്ലെങ്കിൽ നരേറ്റർ ഓഫ് ദ സ്റ്റോറി, ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ്. ഇതാണ് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് എന്ന് പറയുന്ന ലെസൺ. ഞാൻ ഒന്ന് ഷോർട്ട് ആക്കിയിട്ടുണ്ട്, കുറച്ച് കാര്യങ്ങൾ ഞാൻ സ്കിപ്പ് ചെയ്തു, വേറെ ഒന്നുമല്ല. മിസ്റ്റർ ജോൺ ന്യൂയോർക്കിലേക്ക് വന്നത് 2 പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ സന്ദർശിക്കാനായിരുന്നു. ഏതൊക്കെയാ? സെറ്റിൽമെന്റ് ഹൗസസ് ആൻഡ് സമ്മർ റീക്രിയേഷണൽ ക്യാമ്പ്. രണ്ടും എന്തുള്ളതാ? ചെറുപ്പക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള, അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളാണ്. അതിൽ സെറ്റിൽമെന്റ് ഹൗസസ് എന്ന് പറയുന്നത് മാലഡ്ജസ്റ്റഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഡെലിൻക്വന്റ് ആയിട്ടുള്ള, ബാക്ക്വേർഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മാലഡ്ജസ്റ്റഡ് എന്ന് പറഞ്ഞാൽ ഹാവിങ് ഇമോഷണൽ ഇഷ്യൂസ്, മാനസികമായിട്ടോ ഇമോഷണൽ ആയിട്ടോ ഇഷ്യൂസ് ഉള്ള ആളുകൾ. ഡെലിൻക്വന്റ് എന്ന് പറഞ്ഞാൽ ഹാവിങ് ദ ടെൻഡൻസി ടു കമ്മിറ്റ് ക്രൈംസ്, എന്തെങ്കിലുമൊക്കെ ക്രൈമുകൾ ചെയ്യാൻ ഉൾപ്രേരണയുള്ള ആളുകൾക്കാണ് ഡെലിൻക്വന്റ് എന്ന് പറയാം. ബാക്ക്വേർഡ് എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷനായിട്ടും സോഷ്യലിയും ഒക്കെ മറ്റുള്ളവരെക്കാൾ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കാണ് ബാക്ക്വേർഡ് എന്ന് പറയാം. അങ്ങനെയുള്ള ആളുകളെയൊക്കെ ട്രീറ്റ് ചെയ്യുന്ന സെറ്റിൽമെന്റ് ഹൗസിലൊക്കെ സന്ദർശിക്കലായിരുന്നു മിസ്റ്റർ ജോണിന്റെ മെയിൻ പരിപാടി. അതുപോലെ കഴിഞ്ഞ 15 വർഷമായിട്ട്, അല്ലെ, ഫോർ ദ പാസ്റ്റ് 15 years ഈസ് ഇൻ ദ ഫീൽഡ് ഓഫ് യൂത്ത് വെൽഫെയർ. ചെറുപ്പക്കാരുടെ ക്ഷേമത്തിന് വേണ്ടിയുള്ള മേഖലയിൽ അദ്ദേഹവും അദ്ദേഹത്തിന്റെ വൈഫും ഇവിടെ ജോലി ചെയ്യുന്നുണ്ട്, ഈ ഒരു ഫീൽഡിൽ. അതുപോലെ തന്നെ ഈസ് എ ഡയറക്ടർ ഓഫ് എ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ. ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ ഡയറക്ടർ കൂടിയാണ് ആര്? മിസ്റ്റർ ജോൺ. എന്നാൽ അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ് എ സൊളിസിറ്റർ. അദ്ദേഹം എന്താണ്? ഒരു സൊളിസിറ്റർ ആണ് എന്ന് നമുക്ക് മനസ്സിലായ കാര്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി ഈസി ടു അണ്ടർസ്റ്റാൻഡ് ദ ലെസൺ, ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ്. അത്രേ ഉള്ളൂ ഇത്. അപ്പൊ ഇതിൽ നിന്നും മിസ്റ്റർ ജോണിന്റെ ലൈഫ് നരേറ്റ് ചെയ്യാൻ ചോദിക്കാം. തന്റെ ലൈഫ് രക്ഷിച്ച ഇതിന് ശേഷം തിരികെ വീട്ടിലെത്തിയ മിസ്റ്റർ ജോൺ ഒരു താങ്ക് യു ലെറ്റർ എ ജെ ക്രോണിന് അയച്ചു കഴിഞ്ഞാൽ അതെങ്ങനെ ഉണ്ടാകും എന്ന് ചോദിക്കാം. ആ ഒരു മിസ്റ്റർ ജോണിന്റെ ലൈഫ് രക്ഷിച്ച അന്ന് രാത്രി സർജന്റ് ഓഫ് പോലീസോ ലാൻഡ് ലേഡിയോ എ ജെ ക്രോണിനോ എഴുതാൻ സാധ്യതയുള്ള ഡയറി ചോദിക്കാം, ഒക്കെ ചോദിക്കാം. ഏത് വന്നാലും ഏകദേശം ഒരു സമ്മറി നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് വെച്ച് അലക്കിയാൽ തന്നെ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ എന്ത് ചെയ്യും? പറ്റും. സിമ്പിൾ ആയിട്ട് പറ്റും, അല്ലെ? ഫുഡ് കഴിച്ചോ സാറേ? ഫുഡ് കഴിക്കുക. ഇതിന്റെ ഇടയിൽ എവിടുന്നാ മകനെ ഫുഡ്? സ്കൂളിൽ നിന്ന് എന്റെ 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളൊക്കെ എക്സാമിന് കയറ്റുന്നു, അവര് തിരിഞ്ഞു വരുന്നു, എന്നിട്ട് അവരെയും പറഞ്ഞയച്ചതിന് ശേഷം ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തു, ഈ സ്ലൈഡൊക്കെ പ്രിപ്പയർ ചെയ്തു. വൈകുന്നേരം ഏകദേശം ഒരു 6-6:30 കൂടി ഞാൻ ഇവിടെ സ്റ്റുഡിയോയിലെത്തി. പിന്നെ അതിന്റെ ഇടയിൽ എപ്പോ ഫുഡ് കഴിക്കാനാ? ഞാൻ ആകെ കഴിച്ചത് ഒരു ചായയും ഒരു ഉള്ളിവടയും മാത്രമാണ്. ഉച്ചയ്ക്ക് ചോറ് കഴിച്ചു കേട്ടോ. സർ നെറ്റ് ഇപ്പൊ കഴിയും. അങ്ങനെ പറ്റില്ല, അതൊക്കെ നേരത്തെ കാലത്ത് കയറ്റി വെക്കണ്ടേ. സപ്പോണ്ട് ഞാൻ ലൈവ് കഴിഞ്ഞാലേ സാർ, നമ്മൾ ലൈവ് കഴിഞ്ഞാലേ പോളൂ. താങ്ക് യുടാ, താങ്ക് യു സോ മച്ച്. ഓൾ ആർ ഹിയർ. സിംഗിൾ സ്റ്റോറി ഫസ്റ്റ് എടുക്കൂ. സോറി, ഈ പറഞ്ഞതാണ് അല്ലെ. യൂണിറ്റ് വൈസ് ചാപ്റ്റേഴ്സ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്ലീസ് വെയിറ്റ്. ഫുഡ് കഴിച്ചിട്ടില്ല. ഓക്കെ നെയിം സാറേ എന്ന് പറഞ്ഞ കമന്റ്. ഈ സൈലം ക്ലാസ് കണ്ടു നോക്കുക. അത് എന്തിനാടാ ഇവിടെ വന്ന് പറയണത്? എനിക്ക് ഇവിടെ നിന്നാ പോരെ. റുക്കിയ ഹായ്.
ഹലോ ഹേർലി ക്യൂൻ, അതിന്റെ ഇടയിൽ ഓൻ പോയിത്തത്തിന് നിൽക്കുന്നുണ്ട്. എന്തെന്നാണെടോ. അപ്പൊ ഏതായാലും ഉള്ള ആളുകളൊക്കെ ശ്രദ്ധിച്ചോ, നിങ്ങൾക്ക് നഷ്ടം വരില്ല മക്കളെ, ഒരിക്കലും നഷ്ടം വരില്ല. ധൈര്യമായിട്ട് കൂടെ കൂടിക്കോ. ചാപ്റ്റർ വൈസ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നു. ഈ പോയിന്റുകൾ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ നാളത്തെ ലൈവ് ഡിസ്കോഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല തകർപ്പൻ ഡിസ്കോഴ്സുകളാണ് നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത്. ആൻഡ് ഐ ഹോപ്പ് some of the discourses will be seen in the question paper. ആ ഒരു SSLC 2024 ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ആ തരാൻ പോകുന്ന ഡിസ്കോഴ്സുകളും വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. യാതൊരുവിധ പ്രഡിക്ഷനും നടത്തില്ല. ഒരു ആറ്റിക്കുറുക്കി എടുത്തതാണ്. പ്രീവിയസ് ആയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ നോക്കി വന്നതും വരാത്തതുമായ ചോദ്യങ്ങളൊക്കെ നോക്കിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറും അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സുമാണ്. ഒന്നെങ്കിൽ അത് അല്ലെങ്കിൽ അതേ മോഡൽ എന്ത് ചെയ്യാൻ പറ്റും, എഴുതി പിടിപ്പിക്കാൻ പറ്റും. അതാണ് നാളത്തെ ലൈവ്. ഗ്രാമർ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ഗ്രാമറിന്റെ കുറെ ഷോർട്ട് വീഡിയോസ് നമ്മുടെ ഹോമിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഫ്രേസൽ വെർബ്, റിപ്പോർട്ടഡ് സ്പീച്ച്, ക്വസ്റ്റ്യൻ ടാഗ് ഞാൻ തന്നെ ചെയ്തിട്ടുള്ളത്. അതൊക്കെ നിങ്ങൾക്ക് അവിടെ നോക്കിയാൽ കാണും. ഷാഫി സാർ ചെയ്ത വീഡിയോസിന്റെ എല്ലാം നല്ല തകർപ്പൻ വീഡിയോസ് ആണ്. വെറും 15 മിനിറ്റോ 10 മിനിറ്റോ മാത്രമേ ഉള്ളൂ. അതൊന്ന് കാണുന്നു, കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുന്നു, അടുത്ത വീഡിയോ കാണുന്നു, കുറച്ച് ക്വസ്റ്റ്യൻസ് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുന്നു. You can score 23 out of 23 from the grammar. ഗ്രാമറിൽ നിന്ന് ചോദിക്കുന്നത് 23 മാർക്കാണെങ്കിൽ 23 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ. അടുത്ത ലെസൺ ദ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി ബൈ ചിമമണ്ട നിങ്കോസി അഡീച്ചി. പോയിന്റ്സിന്റെ വലിപ്പം കുറച്ച് കൂടും, പക്ഷെ കാര്യമായിട്ടൊന്നും ഇതിൽ പറയാനില്ല. ചിമമണ്ട നിങ്കോസി അഡീച്ചി, എ നൈജീരിയൻ റൈറ്റർ, എക്സ്പ്ലോർസ് the concept of the danger of a single story. The danger of a single story എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് ഈ ഒരു സ്പീച്ചിൽ അടിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടെ സിംഗിൾ സ്റ്റോറി എന്നുള്ളതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? എ സിംഗിൾ പീസ് ഓഫ് ഇൻഫർമേഷൻ ഓഫ് സംതിങ്. ഏതെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചിട്ടുള്ള ഒരൊറ്റ ഇൻഫർമേഷൻ, അതിന്റെ ഡേഞ്ചറിനെ കുറിച്ചിട്ടാണ് അടിച്ച് സംസാരിക്കുന്നത്. Adichie introduces herself as a storyteller. She was an early reader and writer. അപ്പോ ഈ ഒരു സ്പീച്ചിൽ അഡീച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്? herself as a storyteller. ഞാനൊരു സ്റ്റോറി ടെല്ലർ ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അഡീച്ചി ഇവിടെ ഇൻട്രൊഡക്ഷൻ നടത്തിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ ഷീ വാസ് early reader and writer. അവള് നേരത്തെ കാലത്തെ റീഡർ ആയിട്ടും റൈറ്റർ ആയിട്ടും, അതായത് വായിക്കാനും എഴുതാനും തുടങ്ങിയിട്ടുണ്ട് എന്നും അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. She was more familiar with the foreign books and characters. അല്ലെ, she was an early reader നമ്മൾ പറഞ്ഞു. ആ ഒരു നേരത്തെ കാലത്തെ വായിക്കാൻ തുടങ്ങിയപ്പോൾ according to her mother she started at the age of 2 എന്നാ പറഞ്ഞത്. 2ാമത്തെ വയസ്സ് മുതൽ അവൾ എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്? റീഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ആര്? മദർ. എന്നാൽ യാഥാർത്ഥ്യം എന്താ? അവൾ 4ാമത്തെ വയസ്സ് മുതലാണ് വായന തുടങ്ങിയിട്ടുള്ളത്. 4ാമത്തെ വയസ്സ് മുതൽ അവൾ വായിക്കുന്ന ബുക്സുകൾ ഏതൊക്കെയാണ്? ബ്രിട്ടീഷ് ആൻഡ് അമേരിക്കൻ ചിൽഡ്രൻസ് ബുക്സ് ആണെന്നും നമുക്ക് മനസ്സിലായ കാര്യമാണ് അല്ലെ. അതുകൊണ്ട് ഉള്ള പ്രശ്നം എന്താ? ഗ്രോയിങ് അപ്പ് ഇൻ നൈജീരിയ ഷീ വാസ് ഫ്രം എ മിഡിൽ ക്ലാസ് ഫാമിലി വിത്ത് എ ഫാദർ ഹു വാസ് എ പ്രൊഫസർ. Father was a professor and mother who worked as an administrator. From an early age she believed that books should include characters from different countries. താൻ ചെറുപ്പത്തിൽ വായിച്ചിരുന്ന പുസ്തകങ്ങളെല്ലാം അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് ചിൽഡ്രൻസ് ബുക്സ് ആയപ്പോൾ അവൾ വിചാരിക്കുകയാണ്, വെറും 4ാമത്തെ വയസ്സിലാണ് അവൾ ഇതൊക്കെ വായിക്കുന്നതെന്ന് ഓർക്കണം. അപ്പോ 7ാമത്തെ വയസ്സ് മുതൽ അവൾ ബുക്സ് എഴുതാൻ തുടങ്ങിയപ്പോൾ സംഭവിച്ചൊരു പ്രശ്നം എന്താണ്? താൻ വായിച്ച കഥകളിലെ ക്യാരക്ടേഴ്സ് എല്ലാം വൈറ്റ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പൊ അവൾ വിചാരിച്ചു ഏത് കഥ എഴുതിയാലും ക്യാരക്ടേഴ്സ് എന്തായിരിക്കണം? വൈറ്റ് ആയിരിക്കണം. അവൾ വായിക്കുന്ന കഥയിലെ ക്യാരക്ടേഴ്സ് എല്ലാവരും ആപ്പിളാ കഴിക്കുന്നത്. സോ അവൾ വിചാരിച്ചു ക്യാരക്ടേഴ്സ് എല്ലാവരും ഒരു ഫ്രൂട്ട് കഴിക്കുകയാണെങ്കിൽ എന്ത് കഴിച്ചാൽ മതി? ആപ്പിൾ കഴിച്ചാൽ മതി. അവരെല്ലാവരും മഞ്ഞിൽ കളിക്കുന്നുണ്ട്, എന്നാൽ ക്യാരക്ടേഴ്സ് ഒക്കെ മഞ്ഞിൽ കളിക്കണം. അവരെല്ലാവരും കാലാവസ്ഥയെ കുറിച്ച് നല്ല വാതോരാതെ സംസാരിക്കുന്നുണ്ട്. അപ്പൊ എന്റെ ക്യാരക്ടേഴ്സ് എന്ത് ചെയ്തോട്ടെ? അങ്ങനെ സംസാരിച്ചോട്ടെ എന്നുള്ള ഒരു മിസ്കൺസെപ്റ്റ് അവളുടെ ഉള്ളിൽ വരുന്നു. കാരണം അവൾ വായിച്ചത് മുഴുവൻ അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് ചിൽഡ്രൻസ് ബുക്സ് ആയിരുന്നു. അപ്പൊ അതിലുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ വൈറ്റ് ആയപ്പോൾ അവളിൽ ഉണ്ടായ ഒരു ചിന്തയാണ് അല്ലെങ്കിൽ ചിന്താഗതിയാണ് ഏത് കഥ എഴുതിയാലും ക്യാരക്ടേഴ്സ് എന്താവണം? വൈറ്റ് ആയിരിക്കണം എന്നുള്ളത്. അങ്ങനെയുള്ള ഒരു സിംഗിൾ സ്റ്റോറി. Her views changed when she discovered African literature, especially the writings of Chinua Achebe and Camara Lai. അവളുടെ ആ ഒരു കൺസെപ്റ്റ്, അവളുടെ ആ ഒരു വ്യൂ ഒക്കെ ചേഞ്ച് ആയി. എപ്പോ? when she discovered African literature. അവൾക്ക് ആഫ്രിക്കൻ ലിറ്ററേച്ചർ വായിക്കാനുള്ള അവസരം കിട്ടിയപ്പോൾ മുതൽ അവളുടെ ഈ വ്യൂസ് ഒക്കെ മാറാൻ തുടങ്ങി. എന്താണ്? ചിനുവ അച്ബിയുടെയും കെമറ ലായുടെയും ബുക്സ് ഒക്കെ വായിച്ചപ്പോൾ these works challenged her earlier belief and showed her that characters with similar backgrounds could be relatable. ആ ഒരു സെന്റൻസ് കുറച്ച് കട്ടിയാണെന്ന് തോന്നുന്നു, ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. കുഴപ്പമില്ല, എങ്കിലും ഞാൻ ക്ലിയർ ആക്കി തരാം. These works, ചിനുവ അച്ബിയുടെയും കെമറ ലായുടെയും വർക്കൊക്കെ challenged her earlier belief.
നേരത്തെ ഉണ്ടായിരുന്ന അവളുടെ വിശ്വാസത്തിനെ അവർക്ക് ചലഞ്ച് ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ക്യാരക്ടേഴ്സും വൈറ്റ് ആവണം നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അതിനെയൊക്കെ ചലഞ്ച് ചെയ്തു. എപ്പോ ക്യാമറ ലായുടെയും ചിനുവ അച്ചിബിയുടെയും സ്റ്റോറീസ് വായിച്ചപ്പോ ദെൻ അവൾ തിരിച്ചറിയാണ് പീപ്പിൾ ലൈക്ക് ഹർ ഓൾസോ എക്സിസ്റ്റ് ഇൻ ലിറ്ററേച്ചർ. അവളെ പോലെയുള്ള എങ്ങനെയാ അവളെ പോലെയുള്ള ആളുകള് പീപ്പിൾ വിത്ത് കിങ്കി ഹെയർ ആൻഡ് കളർ ഓഫ് ചോക്ലേറ്റ്, ചോക്ലേറ്റിന്റെ കളറുള്ള അതായത് ബ്ലാക്ക് ആയിട്ടുള്ള ആളുകളും കിങ്കി ഹെയർ ചുരുണ്ട് ജട പിടിച്ചതുപോലെയുള്ള മുടികളുള്ള ആളുകളും എവിടെ ഉണ്ട്, ലിറ്ററേച്ചറിൽ ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് പിന്നെ അവർക്ക് ആഫ്രിക്കൻ ബുക്സ് വായിച്ചപ്പോഴാണ് കിട്ടിയത് എന്നും അവിടെ പറയുന്നു. Adichie's upbringing also shaped her views about people like their houseboy Fidi based on her mother's narrative of their poverty until a visit revealed a different creative aspect to Fidi's family. അല്ലെ, ഫിഡി എന്ന് പറയുന്ന ഒരു ഹൗസ് ബോയെ കുറിച്ച് അഡീച്ചിയുടെ മദർ അവളോട് പറഞ്ഞു കൊടുത്തത് ഓൺലി അബൌട്ട് ഹിസ് പോവേർട്ടി, അവന്റെ ദാരിദ്ര്യത്തെ കുറിച്ച് മാത്രമേ അഡീച്ചിയുടെ മദർ അഡീച്ചിക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ, പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അവളുടെ ഉള്ളിലുള്ള ആ ഒരു സിംഗിൾ സ്റ്റോറി, ആ ഒരു സിംഗിൾ പീസ് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ഫിഡി എന്ന് പറയുന്നത് എന്തുമാത്രമാണ്, അവന്റെ ദാരിദ്ര്യം മാത്രമായിരുന്നു. അതിൽ മാത്രം ട്രസ്റ്റ് ചെയ്ത് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയ അഡീച്ചി ഒരു ദിവസം ഫിഡിയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോ ഷി വാസ് ഷോക്ക്ഡ്, അവൾ ആകെ ഷോക്ക്ഡ് ആയിപ്പോയി അല്ലെങ്കിൽ സർപ്രൈസ്ഡ് ആയിപ്പോയി. കാരണം എന്താ, ഫിഡിയുടെ ബ്രദർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ബ്യൂട്ടിഫുള്ളി പാറ്റേൺഡ് ബാസ്ക്കറ്റ് കണ്ടപ്പോ അവളുടെ കിളി മാറി എന്ന് പറയാം. എന്താ കാരണം, അങ്ങനെ ഒരു ബ്രദർ അവൾക്ക് ഉണ്ട്, ആ ഫിഡിക്ക് അങ്ങനെ ഒരു ക്രിയേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഒരു ബ്രദർ ഉണ്ട് എന്നുള്ളത് ദാറ്റ് വാസ് എ ഫസ്റ്റ് ഇൻഫോർമേഷൻ ടു അഡീച്ചി. അഡീച്ചിയെ സംബന്ധിച്ച ഒരു ആദ്യത്തെ അറിവായിരുന്നു അത്. ഇത്രയും കാലം ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നുള്ള ആ ഒരു രീതിയിൽ അവൾ എന്താകുന്നു, ഷോക്ക്ഡ് ആവുന്നു. ഇനി നേരെ പോകേണ്ടത് അമേരിക്കയിലേക്കാണ്. 11ാമത്തെ വയസ്സിൽ അവൾ എങ്ങോട്ട് പോകുന്നുണ്ട്, അറ്റ് ഏജ് ഓഫ് 19 അല്ലെ, 19ാമത്തെ വയസ്സിലാണ് അഡീച്ചി അമേരിക്കയിലേക്ക് ഹയർ സ്റ്റഡീസിന് വേണ്ടി പോകുമ്പോൾ ഷീ ഫേസ്ഡ് ഹർ റൂംമേറ്റ് സ്റ്റിരിയോടൈപ്പിക്കൽ വ്യൂസ് ഓഫ് ആഫ്രിക്ക ആൻഡ് ഹർ പ്രൊഫസേഴ്സ് ബയസ്ഡ് എക്സ്പെക്ടേഷൻ റിഗാർഡിംഗ് ആഫ്രിക്കൻ ക്യാരക്ടേഴ്സ്. അവിടെ വെച്ച് അവൾക്ക് കിട്ടിയ അമേരിക്കൻ റൂംമേറ്റിന് ഒരു സ്റ്റിരിയോടൈപ്പിക്കൽ ആയിട്ടുള്ള വ്യൂസ് ഉണ്ടായിരുന്നു. എന്തിനെ കുറിച്ച്, ആഫ്രിക്കയെ കുറിച്ച്. ആഫ്രിക്ക എന്ന് പറയുന്ന രാജ്യത്തെ ആളുകളെല്ലാം ട്രൈബൽസ് ആണെന്നും അവർ കേൾക്കുന്ന പാട്ടെല്ലാം ട്രൈബൽ മ്യൂസിക് ആണെന്നും അവിടുത്തെ ലാംഗ്വേജ് വേറെ ഏതോ ലാംഗ്വേജ് ആണ് എന്നൊക്കെയാണ് ആര് വിചാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്, ഈ അമേരിക്കൻ റൂംമേറ്റ് വിചാരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ അവളുടെ ഉള്ളിൽ ഒരു സ്റ്റിരിയോടൈപ്പിക്കൽ ആയിട്ടുള്ള വ്യൂ ഉണ്ടായിരുന്നു, സിംഗിൾ പീസ് ഓഫ് ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ ആ ഒരു പ്രൊഫസറെ കുറിച്ച് പറയുന്നു. ഒരിക്കല് ഒരു പ്രൊഫസർ അഡീച്ചിയുടെ പറയാണ് ഹെർ സ്റ്റോറീസ് ആർ നോട്ട് ഒറിജിനലി ആഫ്രിക്കൻ. അവളുടെ കഥകളൊന്നും ഒന്നും തന്നെ ഒറിജിനലി അല്ലെങ്കിൽ എന്തല്ല, ഒരു ആഫ്രിക്കൻ അല്ല, ആഫ്രിക്കൻ ടച്ച് ഇല്ല എന്ന് പറഞ്ഞു. അതിന് കാരണമായിട്ട് പ്രൊഫസർ പറയുന്നത് ഹെർ ക്യാരക്ടേഴ്സ് ആർ ഓൾസോ ലൈക്ക് ഹിം. ഇവളുടെ ക്യാരക്ടേഴ്സും ആരുടെ ക്യാരക്ടേഴ്സ് പോലെയാണ്, ഈ അമേരിക്കൻ പ്രൊഫസറുടെ ക്യാരക്ടേഴ്സ് പോലെയാണ്. കാരണം മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകളാണ്, ഡ്രൈവ് ചെയ്യാൻ പറ്റുന്ന ആളുകളാണ്, അവരൊന്നും പട്ടിണി കിടക്കുന്നില്ല എന്നൊക്കെയാണ് പ്രൊഫസർ പറഞ്ഞത്. എന്ന് വെച്ചാൽ പ്രൊഫസർ വരെ വിചാരിച്ചു വെച്ചിരിക്കുന്നു ആഫ്രിക്കയിലെ ആളുകൾ എല്ലാവരും പട്ടിണി കിടക്കുന്നവരാണ്, അവർക്കൊന്നും തന്നെ ഡ്രൈവ് ചെയ്യാൻ അറിയില്ല തുടങ്ങിയിട്ടുള്ള ഒരു ചിന്താഗതി, ഒരു സ്റ്റിരിയോടൈപ്പിക്കൽ വ്യൂ ആരിൽ വരെ, ഒരു അമേരിക്കൻ പ്രൊഫസറിൽ വരെ ഉണ്ടായിരുന്നു എന്ന് ആ ഒരു സ്പീച്ചിൽ അഡീച്ചി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. So, despite a happy childhood, Adichie faced painful events, including her grandfather's death in refugee camp, her cousin's death due to inadequate medical care, and her friend's demise in a plane crash. അപ്പോ ഒരു ഹാപ്പി ചൈൽഡ്ഹുഡ് ആയിരുന്നു യഥാർത്ഥത്തിൽ ആർക്കുണ്ടായിരുന്നത്, അഡീച്ചിക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ അതേ ഹാപ്പിനെസ്സിനോടൊപ്പം തന്നെ ഏതാനും ചില സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളും അവരുടെ ലൈഫിൽ എന്ത് ചെയ്തിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു പോയിന്റ് പറയാനുള്ള കാരണം, ഒരിക്കൽ അഡീച്ചിയോട് ആരോ പറഞ്ഞു ഒരു റൈറ്റർ സക്സസ്ഫുൾ ആവണമെങ്കിൽ അവളുടെ ലൈഫ് അല്ലെങ്കിൽ ആ റൈറ്ററിന്റെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് അട്ടർ ഫ്ലോപ്പ്, ദുരന്തമായിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോഴാണ് അഡീച്ചി ഇങ്ങനെ ആലോചിക്കുന്നത്, ദൈവമേ എന്റെ ചൈൽഡ്ഹുഡ് എങ്ങനെയുള്ളതായിരുന്നു, ഹാപ്പി ആയിരുന്നല്ലോ, അപ്പൊ ഞാൻ നല്ലൊരു റൈറ്റർ അല്ലേ എന്നുള്ള ചിന്താഗതി വന്നു. അപ്പോ അഡീച്ചി പറയുന്നു അവളുടെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അൺഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞതാണ് ഈ ഒരു പോയിന്റ്സ്. Adichie highlights in her speech that while stereotypes born from single stories aren't entirely false, ഈ ഒരു സിംഗിൾ സ്റ്റോറീസ് ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള സ്റ്റിരിയോടൈപ്പിക്കൽ ആയിട്ടുള്ള കൺസെപ്റ്റ്, തെറ്റായ കുറെ ധാരണകൾ ഒന്നും തന്നെ ആർ നോട്ട് എൻറ്റയർലി ഫാൾസ്, അതൊന്നും പൂർണ്ണമായിട്ടും തെറ്റാണെന്നല്ല, പക്ഷെ പിന്നെന്താ, ദേ ആർ ഇൻകംപ്ലീറ്റ്, അതെല്ലാം അപൂർണമാണ്, ഇൻകംപ്ലീറ്റ് ആണ്, പ്രസന്റിങ് ഓൺലി വൺ ഫേസറ്റ് ഓഫ് എ ഡൈവേഴ്സ് റിയാലിറ്റി,
പല മുഖങ്ങളുള്ള യാഥാർത്ഥ്യത്തിന്റെ ഏതെങ്കിലും ഒരു ഫേസ് മാത്രമേ ഈ ഒരു സ്റ്റീരിയോടൈപ്പിക്കൽ ആയിട്ടുള്ള വ്യൂ നമുക്ക് കാഴ്ച തരുള്ളൂ. അപ്പോ ആഫ്രിക്ക എന്ന് പറയുന്ന രാജ്യത്തെ ആളുകൾ എല്ലാവരും എന്താണ് ദാരിദ്ര്യത്തിൽ കഴിയുന്നവരാണ്. അത് ആഫ്രിക്ക എന്ന് പറയുന്ന ആ ഒരു കോണ്ടിനെന്റിനെ കുറിച്ചുള്ള ഒരു സിംഗിൾ സ്റ്റോറി മാത്രമാണ്. അവിടെയുള്ള എല്ലാ ആളുകളും പോവേർട്ടി അല്ല, ദാരിദ്ര്യത്തിലല്ല കഴിയുന്നത് എന്നുള്ള ഒരു വൈഡ് ആയിട്ടുള്ള ഒരു റിയാലിറ്റി അവിടെ ഉണ്ട്. അതിലേക്ക് ആരും തന്നെ എന്ത് ചെയ്യുന്നില്ല, എത്തിച്ചേരുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം. സോ ultimately her message emphasizes the necessity of accepting and embracing diverse stories to form a more comprehensive understanding of the world. ഈ ഒരു ലോകത്തെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ നമ്മൾക്ക് നിർബന്ധമായിട്ടും we should accept and embrace the diverse stories. ഒരു കാര്യത്തെ കുറിച്ചിട്ടുള്ള പല മേഖലകളെ കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവണം. അത് ഏതൊരു കാര്യത്തിനെ കുറിച്ചാണെങ്കിലും, ഇപ്പൊ ഒരു വ്യക്തിയെ കുറിച്ചിട്ടാണെങ്കിലും, ഇപ്പൊ ഒരു വ്യക്തിയെ കുറിച്ച് പറയാണ് ഹീസ് എ സ്മോക്കർ, അവൻ നന്നായിട്ട് വലിക്കുന്ന ഒരാളാണ്, അതൊരു സിംഗിൾ സ്റ്റോറിയാണ്, അതൊരു സ്റ്റീരിയോടൈപ്പിക്കൽ വ്യൂ ആണ്, അവൻ നല്ല പുക വലിക്കും എന്ന് വെച്ചാൽ അവൻ വൃത്തികെട്ടാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അയാളെ പറ്റി വേറെയും കുറേ കാര്യങ്ങൾ, ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നന്നായി നോക്കുന്ന ആളാവാം, നല്ല രീതിയിൽ ഫാമിലിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാവാം, ജീവിക്കാൻ വേണ്ടി നന്നായിട്ട് കഷ്ടപ്പെടുന്ന ആളാവാം. അങ്ങനെ ഒരുപാട് സിംഗിൾ പീസ് ഓഫ് ഇൻഫർമേഷൻസ് അദ്ദേഹത്തിന് ചുറ്റും വേറെയും ഉണ്ട്. ഒന്നിൽ മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ നമ്മൾ നോക്കിക്കാണുന്നത് ആ ഒരു മൈൻഡ് സെറ്റോട് കൂടി ആയിരിക്കും. അങ്ങനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ ഒരു കാര്യത്തിന് എന്ത് ചെയ്യാൻ പറ്റും, പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തില് സ്വന്തം ലൈഫിലുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ ഒരു സിംഗിൾ സ്റ്റോറീസിന്റെ ആ ഒരു ഡേഞ്ചറിനെ കുറിച്ചിട്ടാണ് അഡീച്ചി ആ ഒരു സ്പീച്ചിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു സ്പീച്ച് കാണാനുള്ള അവസരം നിങ്ങൾക്ക് കിട്ടിയിട്ട് അഡീച്ചിയെ ഇന്റർവ്യൂ ചെയ്താൽ എന്തൊക്കെയായിരിക്കും നിങ്ങൾ ചോദിക്കുക? ചോദ്യം വരാറുണ്ട്. അതുപോലെ ഫിഡിയുടെ വീട്ടിൽ പോയ അന്നേ ദിവസത്തെ ഡയറി ചോദിക്കാറുണ്ട്, ഇതൊക്കെ ചോദിക്കാറുണ്ട്. യെസ്, ഫുൾ എ പ്ലസ് കിട്ടുമോ? പിന്നെന്താ ഫുൾ എ പ്ലസ് കിട്ടാതെ? പടച്ചോൻ കാക്കട്ടെ. ലൈവിൽ ശ്രദ്ധിക്കൂ, നിങ്ങൾക്ക് ഈസി ആയിട്ട് എന്ത് കിട്ടും, ഫുൾ എ പ്ലസ് കിട്ടും അല്ലെ? MSK കിട്ടും. MSK ഇവിടെ വന്നുകൊണ്ട് വെറുതെ ഞാനൊന്ന് വരട്ടെ ചോദിച്ച് നിൽക്കുന്നുണ്ട്, സമ്മതിക്കാതെ ഇങ്ങനെ നിന്നതാ, അത് അപ്പൊ വരും. അപ്പൊ ഏതായാലും വരണ്ടേ എന്നുള്ളത് വിമ്മിഷ്ടത്തിൽ വരികയാണ്. എന്നിട്ട് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ അത് പറഞ്ഞാൽ എനിക്ക് ഇത്തിരി വെള്ളം കുടിക്കായിരുന്നു. ആ പറഞ്ഞോളി. തീർച്ചയായിട്ടും ഇംഗ്ലീഷിൽ A+ എന്നുള്ളത് നമ്മുടെ വാഗ്ദാനമാണ്. പിന്നെന്താ, മക്കളങ്ങനെ വരുന്നു പോകുന്നു, ഒരു എനർജിയാണ്, ഒരു ബൂസ്റ്റിംഗ് ആണ്. അതെ, തീർച്ചയായും. മക്കളെ ഇംഗ്ലീഷ് ആണ് ഇന്നത്തെ ലാംഗ്വേജ് എല്ലാം സോ ഈസി ആയിട്ടെന്ന് എല്ലാവരും പറഞ്ഞു കേട്ടത് അല്ലെ? നിങ്ങൾക്ക് ഈസി ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത്. അതിനെ കുറിച്ച് എനിക്ക് ബോധേഡ് ആവേണ്ട, അതെല്ലാം കഴിഞ്ഞ കാര്യമാണ്. കഴിഞ്ഞതിനെ കുറിച്ച് എന്താ പറയാ, കഴിഞ്ഞതിനെ കുറിച്ച് നമുക്ക് ഓർമ്മിക്കാനേ അപ്പൊ നമുക്ക് ഇനി മറ്റന്നാളെ വരുന്ന ഏതാണ് നമ്മുടെ ഭാഷ ഏതാ? ഇംഗ്ലീഷ്. സംഗതി നമുക്ക് ഇഷ്ടമൊന്നുമല്ല എന്നുണ്ടെങ്കിലും ആര് പറഞ്ഞു? എന്റെ മക്കൾസിന് എല്ലാവർക്കും ഇങ്ങനെ പറയാം, ഇംഗ്ലീഷ് നശിപ്പിക്കരുത്, കൊല്ലരുത്. അപ്പൊ ഏതായാലും എന്ത് ചെയ്യണം, നിങ്ങളെ ഇംഗ്ലീഷ് സീൻ പാസ് ആണ് സാർ. അക്ഷയ് സാർ എന്ന് പറഞ്ഞ നമ്മുടെ ആക്ടർ അക്ഷയ് കുമാർ, ഹിന്ദി നടൻ, ബോളിവുഡ് അല്ലേ? ബോളിവുഡ് ആക്ടർ ആയിരുന്നു അക്ഷയ് കുമാർ. അതിനേക്കാളും അത്ര മതി ചായ ആലോചിക്കാം. കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ ക്ലാസ്, ഞങ്ങൾ ടൈം കളയുന്നില്ല. ക്ലാസ് എല്ലാവരും കറക്റ്റ് ആയിട്ട് ഫോക്കസ് ആയിട്ട് ഒന്ന് നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സൂപ്പർ ആക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇംഗ്ലീഷ് A+ ഉറപ്പാന്നാണ് പറയുന്നത് റംസാന്. പിന്നെ അല്ല, അതിനൊക്കെ പുറത്തേക്ക് ഒന്നുമില്ല, നിങ്ങൾക്ക് 100% അഷ്വറൻസ് റാങ്ക്സ് തരുന്നുണ്ട്. ക്ലാസ്സിൽ എല്ലാവരും ഫോക്കസ് ആയിട്ട് അറ്റൻഷൻ ആയിട്ട് ഇരിക്കുക, ലിസൺ ചെയ്യുക. നിങ്ങൾ വേറെ വർക്കിലേക്കൊക്കെ വേറെ പരിപാടികളൊക്കെ മാറ്റി വെച്ചേക്ക്. ഒരു 20 ഇന്നത്തെ 4 തീയതി ഒരു 20 ദിവസം കൂടി കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആണ്, ഫ്രീ ബേർഡ്സ് ആണ്, ഉറങ്ങി പിന്നെ ക്ലാസ്സിൽ ഫോക്കസ് ചെയ്യാം മക്കളെ. അപ്പൊ താങ്ക് യു പൊളിച്ചടക്കിയാണ് കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യാം, A+ലേക്ക് നമുക്ക് എത്തിക്കാം. A+ന്റെ അപ്പുറത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് A+ എത്തിക്കാം, ഫുൾ മാർക്കോട് കൂടിയിട്ടുള്ള A+. ഓക്കെ. അപ്പൊ ഏതായാലും ഷംസുദ്ദീൻ എല്ലാവരും എന്ത് ചെയ്യാ, പൊളിക്കുക മക്കളെ. ബൈ, കാണാം. കണ്ടിന്യൂ. Her message അവളുടെ മെസ്സേജ് എന്തായിരുന്നു? Her message emphasizes ആണ്. വേറൊന്നുമല്ല, അതായത് നമ്മളിപ്പോ ഏതെങ്കിലും ഒരാളെ കുറിച്ചിട്ട് ഏതെങ്കിലും ഒരു സൈഡ് മാത്രമേ ഉണ്ടാവും. അപ്പൊ അയാള് വീട്ടിലേക്ക് കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യുന്നില്ല എന്നൊരു കാര്യം വെച്ച് വിചാരിക്കാം. അപ്പൊ അയാൾ നല്ലൊരു സ്മോക്കർ ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ അത് മാത്രം എന്ത് ചെയ്യുന്നു, ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞാൽ അയാൾ ഒരു മോശക്കാരൻ നമുക്ക് പറയാൻ പറ്റും? ഇല്ല, അയാൾ ഇപ്പൊ വേറെയും കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ടാവും. സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്, അതിൽ യാതൊരു സംശയമില്ല. സ്പോഞ്ച് പോലെയൊക്കെ ആണല്ലോ.
അപ്പൊ അതുകൊണ്ട് അത് മോശം തന്നെയാണ്. പക്ഷെ അയാൾ ചിലപ്പോൾ ഫാമിലി നല്ലപോലെ നോക്കുന്നുണ്ടാവാം, ഫാമിലിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ടാവും, അങ്ങനെ കുറെ വശങ്ങൾ ഉണ്ടാവേ. അതുപോലെ ആഫ്രിക്കയെ കുറിച്ച് എന്താ പറയാനുള്ളത്? ആഫ്രിക്ക എന്താണ് അതാണ് സംഭവിച്ചത്. ആഫ്രിക്ക ഈസ് നോട്ട് എ കൺട്രി, ഇറ്റ്സ് എ കോണ്ടിനെന്റ്. ആ നല്ല ഹിസ്റ്ററിന്റെ ഭാഷ. ആയിക്കോട്ടെ. അപ്പൊ ഈ ആഫ്രിക്ക എന്ന് പറയുന്ന ആ ഒരു കോണ്ടിനെന്റിനെ കുറിച്ച് നോക്കി കാണുമ്പോൾ അവിടുത്തെ ആളുകൾ എങ്ങനെയാണ്? എങ്ങനെ? സ്റ്റാർവേഷൻ. ആ ഇത് തന്നെയാണ് കേട്ടോ. അതേപോലെ തന്നെ പീപ്പിൾസ് ആണ് നമുക്ക് പറയാൻ പറ്റും. ഞാൻ വിചാരിച്ചല്ല, എന്റെ കണ്ണിൽ നിന്ന് വായിച്ചെടുത്തല്ലേ. അത് വരില്ല. എല്ലാവരും ഒരേപോലെ എന്ന് പറയാൻ പാടില്ല. അതാണ്. അത് കവർ പേജ് നോക്കിയിട്ട് ഒരു ബുക്കിന് എഴുതാൻ പാടില്ല. അതാണ് 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 അതാണ്. ഇല്ല, നോ നെവർ. അപ്പൊ അതാണ് ഈ കാണിച്ചത്. അത്രേ ഉള്ളൂ. ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പൊ ഏതായാലും മക്കളെ, അപ്പൊ അത്രേ ഉള്ളൂ. ഇത് എൻജോയ് ഓഫ് സിംഗിൾ സ്റ്റോറി അതാണ് സംഭവം. അപ്പൊ ആഫ്രിക്കയെ കുറിച്ച് ഒരു പോയിന്റിൽ മാത്രം വിശ്വസിച്ചാൽ അതാണ്. അല്ല, അത് ചിമമണ്ട നിങ്കോസി അഡീച്ച് എന്ന് പറയുന്ന വേറൊരാളാണ്. അതാണ്. ഗുഡ് ഈവനിങ് അല്ലേ? പേര് കേട്ടോ ചെട്ടി. അതാണ് അതാണ്. ഓക്കെ ഫൈൻ. സോ ലെറ്റ് മി കണ്ടിന്യൂ. ഞാൻ തുടരാണ്. സോ മക്കളെ, അതോട് കൂടിയിട്ട് ആ ചാപ്റ്ററും കഴിഞ്ഞു. ആ ഒരു യൂണിറ്റിലെ അപ്പോത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ. ഇറ്റ്സ് എ ബാലഡ്. Ballad is a song or a poem written in a story is written in the form of a poem. Sorry, തിരിഞ്ഞു പോയി അല്ലെ. ഒരു കഥയെ എന്താക്കി മാറ്റുക, ഒരു പോം രൂപത്തിലൊക്കെ എഴുതി വലിപ്പിക്കുന്നതിനെയാണെന്ന് പറയുന്നത് ബാലഡ് എന്ന് പറയുന്നത്. സോ ബാലഡിലേക്ക് വരാം. The Ballad of Father Gilligan written by W.B. Yeats. എന്താ പറയുന്നത് എന്നുള്ള ഒരു ഷോർട്ട് സമ്മറി ഞാൻ കൊടുത്തിട്ടുണ്ട്. The Ballad of Father Gilligan by W. Yeats is a touching narrative poem that explains God's everlasting kindness. ദൈവം കാണിക്കുന്ന ആ ഒരു എവർലാസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു കൈൻഡ്നെസ്സിനെ കുറിച്ചുള്ള ഒരു പോമാണ് ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ. ഈ ഒരു ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗനിലെ മെയിൻ ആയിട്ടുള്ള ആള് ഫാദർ പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ വാസ് വെറി ആൻഡ് ടയർഡ് ക്യാരിങ് ഔട്ട് ഹിസ് പ്രീസ്റ്റ്ലി ഡ്യൂട്ടീസ് ഡ്യൂറിങ് ആൻ എപ്പിഡമിക് ഇൻ ഹിസ് പാരിഷ്. തന്റെ ഇടവകയിൽ, തന്റെ പാരിഷില് ബാധിച്ച ഒരു എപ്പിഡമിക്, ഒരു പകർച്ചവ്യാധി കാരണം നമ്മുടെ പ്രീസ്റ്റ് അദ്ദേഹത്തിന്റെ പ്രീസ്റ്റ്ലി ഡ്യൂട്ടീസ് ചെയ്ത് അദ്ദേഹം ആകെ എന്താണ്, ടയേർഡാണ്, ക്ഷീണിതനാണ്. അങ്ങനെയുള്ള ഒരു ഈവനിങ്ങില് കംപ്ലീറ്റ്ലി ടയേർഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഹി ഫെൽ അസ്ലീപ്. അദ്ദേഹം എന്തായി പോകുന്നു, ഉറങ്ങിപ്പോവാണ് പാവം അല്ലെ. സോ he could not attend one sick man's last communion. ആ ഒരു ഉറങ്ങിപ്പോയ സമയത്ത് അദ്ദേഹത്തിനെ വിളിക്കാനായിട്ട് ഒരു പുവർമാന്റെ അടുത്തേക്ക് ഒരു കമ്മ്യൂണിയൻ കൊടുക്കാൻ വേണ്ടിയിട്ട്, ഒരു അവസാനത്തെ പ്രയർ കൊടുക്കാനായിട്ട് ഒരാൾ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ he couldn't attend that sick man's last communion. അദ്ദേഹത്തിന്റെ ലാസ്റ്റ് കമ്മ്യൂണിയന്, അന്ത്യകൂദാശയ്ക്ക് പങ്കെടുക്കാൻ നമ്മുടെ ഫാദറിന് കഴിയാതെ പോകും. He woke up at dawn. പിറ്റേ ദിവസം ഏർലി മോർണിംഗിൽ അദ്ദേഹം എണീക്കുകയാണ്. ഫീലിംഗ് ഷോക്ക്ഡ് അറ്റ് ഹിസ് ഫെയിലിയർ ടു പെർഫോം ഹിസ് ഡ്യൂട്ടി. തന്റെ ഡ്യൂട്ടി ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല, അദ്ദേഹം ഫെയിലിയർ ആയി പോയി, താൻ ഉറങ്ങിപ്പോയി എന്ന് തിരിച്ചറിഞ്ഞ പ്രീസ്റ്റ് ഹി റോഡ് ഓൺ ഹിസ് ഹോഴ്സ് ടു ദ സിക്ക് മാൻസ് ഹൗസ്. ആ ഒരു സിക്ക് മാന്റെ വീട്ടിലേക്ക് അദ്ദേഹം പെട്ടെന്ന് എന്ത് ചെയ്യാണ്, കുതിരയെ ഓടിച്ചു പോവാണ്. അതും എങ്ങനെയാ, വിത്തൗട്ട് എനി കെയർ ആണ്, യാതൊരു ശ്രദ്ധയില്ലാതെയാണ് ഓടിച്ചു പോയത്. He thanked God for his mercy. The poem is rich in images. The poem is a perfect example of a ballad. ഒരു ബാലഡിനുള്ള ബെസ്റ്റ് എക്സാമ്പിൾ ആണ് Ballad of Father Gilligan. It is written in multiple stanzas of 4 lines each, keeping a regular rhyme scheme of ABCB. ഒരു ABCB റൈം സ്കീമില് 4 വരികളായിട്ട്, കൃത്യമായിട്ടുള്ള 4 വരികളോട് കൂടിയിട്ടുള്ള സ്റ്റാൻസകളായിട്ട് എഴുതിയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു പോമാണ് ഏത്, ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ. മേജർ ക്യാരക്ടർ ആരാണ്, പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ എന്ന് പറയുന്നതാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്താ അഭിജിത്ത് ആനന്ദ്, ഇങ്ങനെയൊക്കെ ചെയ്യാമോ, എല്ലാരും വിളിച്ചോണ്ട് പോകാനായിട്ട് എഴുന്നള്ളീനല്ലോ, ഇവൻ എന്ത് മനുഷ്യനാ. കോഴികൾ കൂടുന്നുണ്ട്, കോഴികൾ കൂടട്ടെ, കോഴികൾ കൂവട്ടെ, ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. റാംബോ നമുക്ക് വേണ്ടേ ഒരു ലൈഫ്, നമുക്ക് ലൈഫ്, അവിടെ ലൈഫ് ഫിറ്റ് ആവുന്നുണ്ടോ, ലൈഫിനി no, don't do that. അങ്ങനെയൊന്നും ചെയ്യരുത്, അങ്ങനെയൊന്നും പറയരുത്. എക്സാം അല്ലേ, ബി റിലീജിയസ്, ബി പയസ്. ദൈവവിശ്വാസത്തിലും അല്ലെങ്കിൽ അവനവൻ വിശ്വസിക്കുന്ന കാര്യങ്ങളിലൊക്കെ കൂടി നിൽക്കൂ. ആര് വിളിച്ചാലും ഞങ്ങൾ പോവില്ല. അതാണ് നമുക്ക് ആള് എണ്ണത്തിലല്ലല്ലോ കാര്യം, അത് മതി. യെസ് കാര്യത്തിലേക്ക് വരാം. സമയം അങ്ങനെ പോകുന്നു, നിങ്ങൾക്കും വായിക്കാനുള്ള ഒരു സമയം നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ സമയം എന്ത് ചെയ്യുന്നില്ല, ഞാൻ കളയുന്നില്ല. സോ W.B. Yeats was a famous Irish poet. ഒരു ഫേമസ് ഐറിഷ് പോയറ്റ് ആണ് ആര്, W.B. Yeats, വില്യം ബട്ട്ലർ യീറ്റ്സ്.
The poem tells the story of an old priest, Peter Gilligan. Peter Gilligan എന്ന് പറയുന്ന ആ ഒരു ഫാദറിന്റെ സ്റ്റോറിയാണ് ഏത് പോം? The Ballad of Father Gilligan. He is a simple, kind and noble priest. വളരെ സിമ്പിൾ ആയിട്ടുള്ള, കൈൻഡ്, ദയാലുവായിട്ടുള്ള ഒരു നോബിൾ, ശ്രേഷ്ഠനായിട്ടുള്ള ഒരു പ്രീസ്റ്റ്, ഒരു പുരോഹിതനാണ് ആര്? പ്രീസ്റ്റ് പീറ്റർ ഗിലിഗൻ. Some of his people in his parish were dead due to an epidemic. ഒരു എപ്പിഡമിക് കാരണം അദ്ദേഹത്തിന്റെ ഇടവകയിലുള്ള ആളുകളൊക്കെ എന്തായിക്കൊണ്ടിരിക്കുന്നു? മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. So he was busy with the funeral services and last prayers. അങ്ങനെ മരണപ്പെട്ട ആളുകൾക്ക് ആ ഒരു ഫ്യൂണറൽ സർവീസ്, ശവസംസ്കാര ചടങ്ങുകളും ലാസ്റ്റ് പ്രയർ, അന്ത്യകൂദാശയും കൊടുത്ത് ആകെ ക്ഷീണിതനാണ് ആര്? നമ്മുടെ പ്രീസ്റ്റ്. He was weary. Once he was unable to attend a last prayer. അങ്ങനെ ഒരു ദിവസം ഒരു ലാസ്റ്റ് പ്രയറിൽ പങ്കെടുക്കാൻ ആർക്ക് കഴിഞ്ഞില്ല? ഫാദർ ഗിലിഗന് കഴിഞ്ഞില്ല. So God sent an angel for him to do the service. ആ ഒരു സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവം തന്നെ ആരെ അയക്കുന്നു? ഒരു ഏഞ്ചലിനെ അയക്കുന്നു. ആരുടെ രൂപത്തിൽ? ഇൻ ദ ഫോം ഓഫ് ഫാദർ പീറ്റർ ഗിലിഗൻ. ഗിലിഗന്റെ രൂപത്തിലാണ് ഏഞ്ചലിനെ ദൈവം അയക്കുന്നത്. It shows God's love to his devotee. തന്നെ ആരാധിക്കുന്ന ആളുകളോട് ദൈവം കാണിക്കുന്ന സ്നേഹമാണ് അത് കാണിക്കുന്നത്, അല്ലെ? അത്രയും ഡ്യൂട്ടി ചെയ്ത് ക്ഷീണിതനായപ്പോ ഒരു സ്ഥലത്ത് മാത്രം സമയത്ത് എത്താൻ പറ്റാത്ത ഫാദർ ഗില്ലിഗനെ ആര് സഹായിക്കുന്നു? ദൈവം സഹായിക്കുന്ന ആ ഒരു കാഴ്ച. ദാറ്റ് മീൻസ് ദ ബെനവലന്റ് ഗോഡ് വിൽ ബി there to protect its devotees എന്ന് പറയാം. അവന്റെ ആരാധിക്കുന്ന ആളുകളെ സഹായിക്കാനായിട്ട് കരുണാമയനായിട്ടുള്ള ദൈവം എല്ലായ്പ്പോഴും ഉണ്ടാകും എന്നുള്ള ആ ഒരു മെസ്സേജ് ആണ് ഈ ഒരു ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ നമുക്ക് തരുന്നത് എന്ന് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. തീമിലേക്ക് വന്നു കഴിഞ്ഞാൽ, ballad tell a story in rhyme, and in the ballad of Father Gilligan, each speaker relates the story of how on one particular evening God showered mercy on both a tired old priest and a man at the moment of his death. The theme is God's omnipresence and grace in the lives of the faithful. ഞാൻ നേരത്തെ പറഞ്ഞ സെന്റൻസിന് എന്താ? ആ ഒരു തനിക്ക് എന്തെങ്കിലും പ്രയാസം വരുന്ന സമയത്ത് തന്നെ ആരാധിക്കുന്ന തന്റെ ഡിവോട്ടീസിനെ സഹായിക്കാൻ അവിടെ ദൈവം ഉണ്ടാകും എന്ന് പറയുന്ന ആ ഒരു തീമാണ് ഈ ഒരു പോയം മുന്നോട്ട് വയ്ക്കുന്നത്. റൈമിംഗ് വേർഡ്സ് നോക്കിക്കഴിഞ്ഞാൽ ഡേ, ലേ, ഈവ്, ഗ്രീവ്, ഡൈ, ഐ തുടങ്ങിയിട്ടുള്ള റൈമിംഗ് വേർഡ്സ് സിമ്പിൾ ആണ്, അതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല. റൈം സ്കീം പഠിച്ചു വെച്ചോളാം. ABCB ആണ്, ABCB. മെറ്റഫർ ഉദ്ദേശിക്കുന്നുണ്ട്. മെറ്റഫർ എന്ന് പറഞ്ഞാൽ അതിലുള്ള ആദ്യത്തെ സ്റ്റാൻസിലെ തേർഡ് ആൻഡ് ഫോർത്ത് ലൈൻ എന്ന് വെച്ചാൽ ചുരുക്കി പറയാം, ആ ഒരു അണ്ടർ ഗ്രീൻ സോഡ്സ്, സം ഓഫ് ദം ആർ അണ്ടർ ഗ്രീൻ സോഡ്സ്, ചില ആളുകൾ മണ്ണിനടിയിലാണ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഡെത്ത് ആയിട്ടുള്ള ആളുകളെയാണ്. സം ഓഫ് ദം വേർ ഇൻ ദെയർ ബെഡ് എന്നുള്ള ഉദ്ദേശിക്കുന്നത് സിക്ക് ആയിട്ടുള്ള ആളുകളെയാണ്. അതുകൊണ്ട് അവിടെ ഒരു മെറ്റഫർ ഉണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാം? പറയാനായിട്ട് സാധിക്കും. സിമിലി ചോദിച്ചതാണ് മോഡൽ എക്സാമിന്. ഹി ഡൈഡ് ആസ് മെറി ആസ് എ ബേർഡ്. ആസ് വന്നതുകൊണ്ട് ഇവിടെ സിമിലി കാണാം. ഹി റോഡ് നൗ ആസ് ഹി നെവർ റോഡും എന്തിനുള്ള എക്സാമ്പിൾ ആണ്? സിമിലിക്കുള്ള എക്സാമ്പിൾ ആണ്. റിപ്പിറ്റേഷൻ ഓഫ് ആസ് എന്നതിന്റെ പ്രസൻസ് അല്ലെ, ലൈക്കോ ആസോ വരുന്ന കമ്പാരിസനെ നമുക്ക് എന്തെന്ന് പറയാം? സിമിലി എന്ന് പറയാനായിട്ട് സാധിക്കും. അലിട്രേഷൻസിനുള്ള എക്സാമ്പിൾ കാണാം. ദ ഓൾഡ് പ്രീസ്റ്റ് പീറ്റർ ഗില്ലിഗൻ. പ്രീസ്റ്റ് പേഴ്സ് സൗണ്ട്, പീറ്റർ പേഴ്സ് സൗണ്ട് വന്നതുകൊണ്ട് അത് അലിട്രേഷൻ ആണ്. വാസ് വെരി നൈറ്റ് ആൻഡ് ഡേ. വാസ് വെരി, വാസ് വേഴ്സ് സൗണ്ട്, വെരി വേഴ്സ് സൗണ്ട് കാണാൻ സാധിക്കും. അതുപോലെ ഫോർ പീപ്പിൾ ഡൈ ആൻഡ് ഡൈ. ഫോർ പീപ്പിൾ ഡൈ ആൻഡ് ഡൈയിൽ ഡൈ ഡ സൗണ്ട്, ഡൈ ഡ സൗണ്ട്. സോ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ അലിട്രേഷൻ. മാവ്രോൺ, മാവ്രോൺ മേഴ്സ് സൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്നത് കാണാം. അതുകൊണ്ട് അതും ഇതിനുള്ള എക്സാമ്പിൾ ആണ്. അലിട്രേഷൻ എക്സാമ്പിൾ ആണ്. വിഷ്വൽ ഇമേജറി ഗ്രീൻ സോഡ്, സ്റ്റാർസ്, മോത്ത്, റോക്കി ലൈൻ ആൻഡ് ഫെൻ. ഓഡിറ്ററി ഇമേജറി ആയിട്ട് സ്പാരോ ചേർപ്പ്. സ്പാരോ ചേർപ്പ് ഒരു ഓഡിറ്ററി ഇമേജറിക്കുള്ള എക്സാമ്പിൾ ആണ്. പ്രേ നമുക്ക് കൺസിഡർ ചെയ്യാം. ലീവ്സ് ഷേക്ക് ഇൻ ദ വിൻഡ്. ഇലകളുടെ ആ ഒരു റെസ്ലിംഗ് സൗണ്ട് ഒരു ഓഡിറ്ററി ഇമേജറി ആയിട്ട് നമുക്ക് കാണാം. ഓപ്പണിംഗ് ദ ഡോർ, ആ ഒരു സിക്മാന്റെ വൈഫ് ഡോർ ഓപ്പൺ ചെയ്യുന്ന ആ ഒരു ഭാഗവും നമുക്കൊരു ഓഡിറ്ററി ഇമേജറിക്കുള്ള എക്സാമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം. നേരെ യൂണിറ്റ് 4ലേക്ക് വന്നാൽ സ്കോളർഷിപ്പ് ജാക്കറ്റ്, നെവർ നെവർ നെസ്റ്റ്, പോയട്രി ബൈ പാബ്ലോ നെരൂദ. പോലെടാ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ യൂണിറ്റ് വൈസ് റിവിഷനും പിന്നെ ആ മോഡൽസും കാണിച്ച് ഇന്നത്തെ ഈ ഒരു ലൈവ് സെക്ഷൻ അവസാനിപ്പിക്കും. യെസ് നമ്മൾ അടുത്ത യൂണിറ്റിലേക്ക് കയറുന്നു. യൂണിറ്റ് 4 ഫ്ലൈറ്റ്സ് ഓഫ് ഫാൻസി. ഫ്ലൈറ്റ്സ് ഓഫ് ഫാൻസി എന്ന് പറയുന്ന യൂണിറ്റിലേക്ക് നമ്മൾ കയറാൻ പോവാണ്. ഫ്ലൈറ്റ്സ് ഓഫ് ഫാൻസി എന്ന് പറയുന്ന യൂണിറ്റിൽ വന്നു കഴിഞ്ഞാൽ വി ക്യാൻ സി ദർ ആർ 3 ലെസൺസ്. 3 ലെസൺസ് ആണ് നമുക്കുള്ളത്. ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് ബൈ മാർത്ത സലേനാസ്, ദ നെവർ നെവർ നെസ്റ്റ്, എ പ്ലേ ബൈ സെഡ്രിക് മൗണ്ട്, ആൻഡ് ഓൾസോ പോയട്രി ബൈ പാബ്ലോ നെരൂദ. പോയട്രി ബൈ
പാബ്ലോ നെരൂദ. ഇത്രയും ലെസൺസ് ആണ് ഇവിടെ യൂണിറ്റ് 4 നമ്മൾ കാണുന്നത്. അതിൽ ആദ്യത്തെ ലെസൺ ദ സ്കോളർഷിപ്പ് ജാക്കറ്റ് ബൈ മാർത്ത സലേനാസ്. ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ്, ഗ്രീൻ ആൻഡ് ഗോൾഡ് ജാക്കറ്റ് എന്ന് പറയുന്ന ആ ഒരു സെന്റൻസ് ഒക്കെ നമ്മൾ കണ്ടതാണ്. ആ ഒരു ഭാഗമൊക്കെ ശ്രദ്ധിക്കുക. നേരെ ചാപ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ മേജർ ഇവന്റ്സ് പെട്ടെന്ന് പറഞ്ഞു പോവാം. ടെക്സാസ് സ്കൂൾ പ്രസൻസ് എ സ്കോളർഷിപ്പ് ജാക്കറ്റ് ടു ദ വാലഡിക്ടോറിയൻ. വാലഡിക്ടോറിയൻ ആവുന്ന ആ ഒരു വിദ്യാർത്ഥിക്ക്, വാലഡിക്ടോറിയൻ എന്ന് പറഞ്ഞാൽ ദ സ്റ്റുഡന്റ് ഹു ഹാവ് മെയിൻറ്റെയിൻഡ് ഹയസ്റ്റ് ഗ്രേഡ് ഫോർ 8 years. 8 വർഷം തുടർച്ചയായിട്ട് മാർക്ക് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന ആളെ പറയുന്ന പേരാണെന്ത്? വാലഡിക്ടോറിയൻ. ആ വാലഡിക്ടോറിയന് ആ ടെക്സാസ് സ്കൂൾ എന്ത് പ്രസന്റ് ചെയ്യുന്നുണ്ട്? ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് പ്രസന്റ് ചെയ്യുന്നുണ്ട്. മാർത്ത ഡ്രീംസ് ഓഫ് ഗെറ്റിംഗ് ദ ജാക്കറ്റ്. മാർത്തയും ആ ഒരു ജാക്കറ്റ് റിസീവ് ചെയ്യുന്നത് സ്വപ്നം കാണുന്നു. കാരണം അവളുടെ സിസ്റ്റർ, ഓൾഡസ്റ്റ് സിസ്റ്റർ ആയിട്ടുള്ള റോസി എന്ത് റിസീവ് ചെയ്തിട്ടുണ്ട്? സ്കോളർഷിപ്പ് ജാക്കറ്റ് റിസീവ് ചെയ്തിട്ടുണ്ട്. ഷീ ഓവർ ഹിയേഴ്സ് ആൻ ആർഗ്യുമെന്റ് ബിറ്റ്വീൻ മിസ്റ്റർ സ്മിത്ത് ആൻഡ് മിസ്റ്റർ ബൂൺ. മിസ്റ്റർ സ്മിത്ത് ഹിസ്റ്ററി ടീച്ചർ, മിസ്റ്റർ ബൂൺ മാത്സ് ടീച്ചർ, അവര് രണ്ടാളും മാർത്തയെ കുറിച്ച് സംസാരിക്കുന്നത്, സ്കോളർഷിപ്പ് ജാക്കറ്റ് ആർക്ക് കൊടുക്കണം എന്നുള്ളതിനെ കുറിച്ച് അവർ തർക്കിക്കുന്നത്, അവരുടെ ആർഗ്യുമെന്റ് മാർത്ത കേൾക്കാനിടയാകുന്നു, ഈവ്സ് ഡ്രോപ്പ് ചെയ്യുന്നു. The principal informs of the change in policy and demands Martha to pay $15. അതിനെ തുടർന്ന് പിറ്റേ ദിവസം പ്രിൻസിപ്പാൾ മാർത്തയോട് പറയാണ് എന്ത്? ഒരു പോളിസി ചേഞ്ച് സ്കോളർഷിപ്പ് ജാക്കറ്റിന്റെ കാര്യത്തിൽ വരുന്നുണ്ട്. മാർത്ത $15 പേ ചെയ്താൽ മാത്രമേ അവൾക്ക് എന്ത് കിട്ടുള്ളൂ? സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടുകയുള്ളൂ എന്നുള്ള ആ ഒരു ബാഡ് ന്യൂസ് പ്രിൻസിപ്പാൾ മാർത്തയെ അറിയിക്കുന്നു. ഷീ ഇൻഫോംസ് ഹർ ഗ്രാൻഡ് ഫാദർ ആൻഡ് ആസ്ക് ഫോർ ദ മണി. മാർത്ത നേരെ ആരടുത്തേക്കാണ് ചെല്ലുന്നത്? ഗ്രാൻഡ് പേയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഗ്രാൻഡ് പേയോട് ഈ കാര്യം പറയുമ്പോൾ ഗ്രാൻഡ് ഫാദർ ഡിസഗ്രീസ് വിത്ത് ദ ചേഞ്ച് ഇൻ പോളിസി ആൻഡ് റിഫ്യൂസസ് ടു ഗിവ് ദ മണി. ആ ഒരു പോളിസി ചേഞ്ച് അംഗീകരിക്കാൻ ആർക്ക് കഴിയുന്നില്ല? മാർത്തയുടെ ഗ്രാൻഡ് പിക്ക്, അധികം സംസാരിക്കാത്ത ആ ഒരു ഗ്രാൻഡ് പിക്ക് കഴിയുന്നില്ല. എനിവേ ഹി റിഫ്യൂസസ് ടു ഗിവ് ദ മണി. പൈസ കൊടുക്കാൻ അദ്ദേഹം നിരാകരിക്കുകയാണ്. പൈസ കിട്ടൂല. എന്നിട്ട് മാർത്തയോട് പറയുന്നുണ്ട് എന്താ? ഇഫ് യു പേ ഫോർ ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്, ആ ഒരു സ്കോളർഷിപ്പ് ജാക്കറ്റ് നീ പൈസ കൊടുക്കുകയാണെങ്കിൽ then it is not a scholarship jacket. പിന്നെ അത് എന്തല്ല? അതൊരു സ്കോളർഷിപ്പ് ജാക്കറ്റ് അല്ല മോളെ എന്നുള്ള രീതിയിൽ ഗ്രാൻഡ് ഫാ മാർത്തയോട് പറയുന്നുണ്ട്. മാർത്ത ഇൻഫോംസ് ദ ഡിസിഷൻ ഓഫ് ഗ്രാൻഡ് ഫാദർ ടു ദ പ്രിൻസിപ്പാൾ. ഗ്രാൻഡ് ഫാ പറഞ്ഞ അതേ കാര്യം ആരോട്? നേരെ മാർത്ത ചെന്ന് പ്രിൻസിപ്പാളെ അറിയിക്കുന്നു. ആ പ്രിൻസിപ്പാള് ആ മാർത്തയുടെ കോൺഫിഡൻസോട് കൂടിയിട്ടുള്ള സംസാരം എന്താ? ഞാൻ ഈ പൈസ അടച്ചു കഴിഞ്ഞാൽ പിന്നെ അത് എന്റെ സ്കോളർഷിപ്പ് ജാക്കറ്റ് അല്ല എന്നും നിങ്ങൾക്ക് അതൊരു പക്ഷേ ജോആൻ എന്ന് പറയുന്ന മറ്റൊരു കുട്ടിക്ക് കൊടുക്കണം എന്നുള്ള ആ ഒരു വായിൽ നിന്ന് വന്ന ആ ഒരു പേരും കൂടി കേട്ടപ്പോ പ്രിൻസിപ്പൽ ചേഞ്ചസ് ഹിസ് ഡിസിഷൻ. പ്രിൻസിപ്പൽ അദ്ദേഹത്തിന്റെ തീരുമാനം മാറ്റുന്നു. ഹി സപ്പോർട്ട്സ് മാർത്ത ആൻഡ് ഹി ടെൽസ് ദാറ്റ് ഹി വുഡ് ടെൽ ദ ബോർഡിനോട് ഞാൻ സംസാരിക്കാം എന്ന് പ്രിൻസിപ്പൽ പ്രോമിസ് ചെയ്യുന്നുണ്ട്. മാർത്ത ഗെറ്റ് ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. അങ്ങനെ അവസാനം ജാക്കറ്റ് ആരിലേക്ക് വരുന്നു? മാർത്തയുടെ കയ്യിലേക്ക് തന്നെ കിട്ടുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഫൈൻ. അപ്പോ ഇതാണെന്ത്? ഫൈൻ. അപ്പോ അതാണ് നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ, അതായത് സ്കോളർഷിപ്പ് ജാക്കറ്റ് എന്ന് പറയുന്ന സ്റ്റോറിയിൽ കാണാൻ സാധിക്കുക. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഒരു പ്ലേ ആണ്. ദ നെവർ നെസ്റ്റ് എന്ന് പറയുന്ന സെഡ്രിക് മൗണ്ട് എഴുതിയിട്ടുള്ള ആ ഒരു പ്ലേ. ക്യാരക്ടേഴ്സ് ഇവിടെ ഉണ്ട്. ഓൺ ജെയിൻ, അല്ലെ? ഓൺ ജെയിൻ എന്ന് പറയുന്ന മേജർ ക്യാരക്ടർ ആണ് ഓൺ ജെയിൻ. അതുപോലെ തന്നെ ജാക്ക് എന്ന് പറയുന്ന ഹസ്ബൻഡ്, വൈഫായിട്ടുള്ള ആരും ജില്ല് എന്ന് പറയുന്ന വൈഫും. ഇത്രയും ക്യാരക്ടേഴ്സ് ആണ് ഇവിടെ വരുന്നത്. നെവർ നെസ്റ്റ് എന്ന് പറയുന്ന ഈ ലെസണിലേക്ക് വരുന്നത്. അപ്പോ വേഗം ഓടിച്ച് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. പെട്ടെന്ന് നമുക്ക് ചാപ്റ്റേഴ്സിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. നെവർ നെസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ലെസണിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ നെവർ എന്നുള്ളതാണ്. നെവർ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഈ ഒരു സ്റ്റോറി ഏകദേശം കഴിഞ്ഞു. നെവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾമെന്റ് എന്നാണ് അതിന്റെ അർത്ഥം. നെവർ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഇൻസ്റ്റാൾമെന്റ് എന്നാണ് അർത്ഥം. നെസ്റ്റ് എന്നുള്ളതിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? ഹൗസ് എന്നുള്ള എടുക്കാം. അപ്പൊ എന്തായി? ദ നെവർ നെസ്റ്റ് മീൻസ് ദ ഇൻസ്റ്റാൾമെന്റ് ഹൗസ്. അത് പറഞ്ഞാൽ തന്നെ ആ ഒരു സ്റ്റോറി മൊത്തത്തിൽ തീർന്നു. ദ നെവർ നെസ്റ്റ് ഈസ് ആക്ച്വലി it was actually an irony or it was a sarcasm against the installment system. ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റത്തിനെതിരെയുള്ള ഒരു ആക്ഷേപഹാസ്യമാണ് അല്ലെങ്കിൽ ഒരു കളിയാക്കലാണ് ഏത് പ്ലേ എന്ന് പറയുന്നത്? ദ നെവർ നെസ്റ്റ് എന്ന് പറയുന്നത് റിവ്യൂ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു പ്ലേ ആണ്. മേജർ ഇവന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ജാക്ക് ആൻഡ് ജിൽ ബിലീവ് ഇൻ ബൈയിങ് എവറിത്തിങ് ഓൺ ഈസി ഇൻസ്റ്റാൾമെന്റ്. എല്ലാം ഇൻസ്റ്റാൾമെന്റിന് വാങ്ങുന്നതിൽ ആര് വിശ്വസിക്കുന്നു? ജാക്കും ജില്ലും വിശ്വസിക്കുന്നു. They have recently purchased a villa
car and furniture on easy installment. അവർ ഈ അടുത്താണ് ഇൻസ്റ്റാൾമെന്റിന് ഒരു വില്ല, ഒരു വീടും ഒരു കാറും മറ്റു സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, വാങ്ങുന്നത്. Jack has a job, yet it is a little hard to pay the installment in time. ജാക്കിന് ജോലി ഉണ്ടെങ്കിലും കറക്റ്റ് ടൈമിന് ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്യാന്ന് പറയുന്നത് ആരെയൊക്കെ സംബന്ധിച്ച്, ജാക്കിനെ സംബന്ധിച്ച് പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു. സംടൈംസ് ജാക്ക് ബോറോസ് ഫ്രം മണി ലെൻഡേഴ്സ് ടു പേ ദ ഇൻസ്റ്റാൾമെന്റ്. ഈ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കാൻ വേണ്ടിയിട്ട് ജാക്ക് എന്ത് ചെയ്യാറുണ്ട്, കടം വാങ്ങാറുണ്ട്. ഓൺ ജെയിൻ പേസ് എ വിസിറ്റ് ടു ജാക്ക് ആൻഡ് ജിൽസ് ന്യൂ ഹൗസ്. അങ്ങനെയുള്ളപ്പോഴാണ് ഓൺ ജെയിൻ എന്ന് പറയുന്ന അവരുടെ ആന്റി ആ ഒരു വില്ലയിലേക്ക് സന്ദർശനത്തിനായിട്ട് വരുന്നത്. ജാക്ക് ആൻഡ് ജിൽ ഷോ ഹെർ അറൌണ്ട് ദ ഹൗസ്, കാർ, ഫർണിച്ചർ എക്സെട്ര. അവര് വാങ്ങിക്കൂട്ടിയിട്ടുള്ള ഇൻസ്റ്റാൾമെന്റിന് അവര് വാങ്ങിക്കൂട്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ആര് കാണിച്ചു കൊടുക്കുന്നു, ജാക്കും ജില്ലും ഓൺ ജെയിന് കാണിച്ചു കൊടുക്കുകയാണ്. സോ ഓൺ ജെയിൻ ഈസ് സർപ്രൈസ്ഡ് വെൻ ഷീ കംസ് ടു നോ ദാറ്റ് ജാക്ക് ഈസ് റിച്ച് ഇനഫ് ടു പർച്ചേസ് എ ഹൗസ്, കാർ ആൻഡ് ഫർണിച്ചർ. ഒരു ഹൗസും കാറും ഫർണിച്ചറും ഒക്കെ വാങ്ങാൻ മാത്രം ജാക്ക് റിച്ച് ആയി എന്ന് കണ്ടപ്പോ ഓൺ ജെയിൻ ആകെ സർപ്രൈസ്ഡ് ആയി പോവാണ്. Then Jack and Jill inform her that they have bought their house and car on easy installment. അങ്ങനെ ഓൺ ജെയിൻ ആകെ ഒരു കൺഫ്യൂഷൻ, ഇതൊക്കെ ഇപ്പൊ നടക്കുമോ എന്നുള്ള രീതിയിലുള്ള കൺഫ്യൂഷൻ നിന്ന് ആ കൺഫ്യൂഷൻ തീർത്തത് എങ്ങനെയാ, ജാക്കും ജില്ലും പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം അവർ വാങ്ങിയത് എന്തിനാണ്, ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റത്തിലാണ് എന്ന് പറയുന്നു. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസ്റ്റാൾമെന്റിനാണ് അവർ ഓരോ സാധനങ്ങളും ആ വീട്ടിൽ വാങ്ങിയതെന്ന് അറിഞ്ഞപ്പോ ഓൺ ജെയിൻ became very sad and she becomes very angry. ഇവരുടെ ആ ഒരു ലൈഫ് സ്റ്റൈലിനോട് ദേഷ്യമാണ് ആർക്ക് തോന്നിയത്, ഓൺ ജെയിന് തോന്നിയിട്ടുണ്ടായിരുന്നത് അല്ലെ. അങ്ങനെ ദേഷ്യം തോന്നിയ ഓൺ ജെയിൻ ഷീ refused to sit even on the furniture. അവിടെയുള്ള ഫർണിച്ചറിൽ ഇരിക്കാൻ പോലും ആര് തയ്യാറാവുന്നില്ല, ഓൺ ജെയിൻ തയ്യാറാവുന്നില്ല. കാരണം that belongs to someone else. അതൊക്കെ വേറെ ആരതൊക്കെയോ ആണ്, ഇവരുടെ സ്വന്തം അതായിട്ടില്ല. ആ ഒരു കാറിന്റെ സ്റ്റിയറിംഗ് വീലും 2 ടയറും ഒക്കെ ഇപ്പോൾ അവരുടെ സ്വന്തമായിട്ടുള്ളൂ. ഒരു ചെയർ എടുക്കുകയാണെങ്കിൽ ആ ഒരു ചെയറിന്റെ ഒരു കാല് മാത്രമേ അവരുടെ സ്വന്തമായിട്ടുള്ളൂ. അങ്ങനെ അവരുടേതല്ലാത്ത ഒന്നിലും ഇരിക്കാൻ ആര് തയ്യാറാവുന്നില്ല, ഓൺ ജെയിൻ തയ്യാറാവുന്നില്ല. എനിവേ പോകുന്നതിന് മുന്നേ മറ്റൊരു ചെക്ക് അവർക്ക് കൊടുക്കുകയാണ്. ഇതിനു വേണ്ടിയിട്ടാ, ടു പേ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദിയർ ബിൽസ്. ഏതെങ്കിലും ഒരു ബില്ലെങ്കിലും, അറ്റ്ലീസ്റ്റ് ആ കാറിന്റെ ബില്ലെങ്കിലും ഫുൾ ആയിട്ട് പേ ചെയ്തത് സ്വന്തമാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയുള്ളപ്പോ ജില്ല് ആ ഒരു ചെക്ക് എന്താ ചെയ്യുന്നത്, ജാക്ക് നമ്മുടെ ഓൺ ജെയിനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റേഷനിലേക്ക് ആക്കാൻ പോകുന്ന സമയത്ത് ജില്ല് ആ ചെക്ക് എടുത്തിട്ട് നേരെ ഡോക്ടർ മാർട്ടിന് എന്ത് ചെയ്യുന്നു, അയച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ജാക്ക് തിരിച്ചു വന്ന് ചെക്കിനെ കുറിച്ച് അന്വേഷിക്കുന്ന സമയത്ത് ജില്ല് പറയുന്നുണ്ട് എന്താ, ഞാനത് ഡോക്ടർ മാർട്ടിന് അയച്ചു കൊടുത്തു, അങ്ങനെ ആ ബില്ലും കൂടി പേ ചെയ്താലേ നമ്മുടെ കൊച്ച് വരെ നമ്മുടെ സ്വന്തമാവുകയുള്ളൂ എന്ന് ജില്ല് അവിടെ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ ഒരു ഡെലിവറി കഴിഞ്ഞ് വന്നു എന്നല്ലാതെ ഹോസ്പിറ്റൽ ബില്ല് വരെ എന്തായിട്ടില്ല, ഫുൾ പേയ്മെന്റ് അവർ നടത്തിയിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം അവിടെ മനസ്സിലാവുന്നു. അതോടുകൂടി ആ ഒരു സ്റ്റേജ് ആകെ ബ്ലാക്ക് ഔട്ട് ആകുന്ന ആ ഒരു അവസ്ഥ. എന്ന് വെച്ചാൽ ആ ഒരു ന്യൂ ആയിട്ടുള്ള ആ ഒരു ഇൻസ്റ്റാൾമെന്റ് സിസ്റ്റത്തിൽ മാത്രം ട്രസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ആളുകളുടെ ലൈഫ് സ്റ്റൈലിനെ എന്ത് ചെയ്യാണ്, ഇവിടെ കളിയാക്കുന്ന രീതിയിലാണ് ആ ഒരു പ്ലേ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഭയങ്കരമായ രീതിയിൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ കൊറോണയും മറ്റും വന്ന സമയത്തൊക്കെ നെവർനെസ് അധികം ഒന്നും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ല. സോ ഈ ഒരു SSLC എക്സാമിന് ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം, ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു യൂണിറ്റിലെ 4ാമത്തെ യൂണിറ്റിലെ അവസാനത്തെ ലെസണിലേക്ക് ഞാൻ കയറുന്നു. പോയട്രി ബൈ പാബ്ലോ നെരൂദ അല്ലെ. പോയട്രി ബൈ പാബ്ലോ നെരൂദ, നെഫ്താലി റിക്കാർഡോ റെയ്സ് ബിസാൽട്ടോ എന്ന് പറയുന്ന ആ ഒരു പാബ്ലോ നെരൂദയുടെ പോയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, പാബ്ലോ നെരൂദാസ് പോയട്രി depicts the sudden emergence of poetic inspiration in the poet's life, summoned unexpectedly and without explanation. പെട്ടെന്ന് ഒരു പോയറ്റിക് ഇൻസ്പിറേഷൻ കിട്ടിയ ഒരു പോയറ്റിന്റെ അവസ്ഥയാണ്, കവിത എഴുതാനുള്ള പ്രേരണ പെട്ടെന്ന് വന്നു ചേർന്ന ഒരു പോയറ്റിന്റെ മാനസികാവസ്ഥയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്, പാബ്ലോ നെരൂദ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. Initially bewildered means confused. Initially confused and unable to comprehend this awakening, the poet feels a transformative touch that sparks a change within himself. തുടക്കത്തിൽ ആകെ കൺഫ്യൂഷൻ, എന്താണ് ഈ സാധനം, എവിടുന്നാണ് ഇത് വന്നത് എന്നൊന്നും അറിയാതെ, ആ ഒരു കവിത എഴുതാനുള്ള പ്രേരണ, ക്രിയേറ്റിവിറ്റി എവിടുന്ന് വന്നു എന്ന് അറിയാതെ നിന്ന പോയറ്റ് പിന്നെ അദ്ദേഹം ഓരോ കാര്യങ്ങൾ തിരിച്ചറിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. As he begins to decipher this inner calling, he pens his first lines of verse, faint and seemingly nonsensical yet containing profound wisdom.
അങ്ങനെ തന്റെ ഉള്ളിൽ തന്റെ മൈൻഡിനകത്ത് പൊട്ടിപ്പുറപ്പെട്ട ആ ഒരു സ്പാർക്ക് എന്താണ് എന്നുള്ളതിൽ കണ്ടെത്താൻ ഇറങ്ങിത്തിരിച്ച കവി ആദ്യത്തെ വരി അദ്ദേഹത്തിന്റെ ലൈഫിലെ ഫസ്റ്റ് ലൈൻ ഓഫ് വേർഡ്സ് കവിത എഴുതുകയാണ്, ആദ്യ വരി എഴുതി കഴിയാണ്. ആ വരി അദ്ദേഹത്തിന് തന്നെ തോന്നുകയാണ് നോൺസെൻസ് ആണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. പക്ഷേ അദ്ദേഹത്തിനെ സംബന്ധിച്ച് മറ്റുള്ളവർക്ക് ഒരു നോൺസെൻസ് ആണെങ്കിലും അദ്ദേഹത്തിനെ സംബന്ധിച്ച് അതൊരു പ്യുവർ വിസ്ഡം ആയിരുന്നു, ഒരു നല്ല വരികളായിട്ട് അദ്ദേഹത്തിന് തോന്നുകയാണ്. The poem climaxes in a moment of cosmic connection where the poet, amidst feeling infinitesimally small, experiences a profound unity with the vastness of the universe, highlighting the profound and transformative power of poetry. ആ ഒരു യൂണിവേഴ്സിന്റെ മുന്നിൽ താൻ വളരെ നിസ്സാരക്കാരനാണെന്ന തിരിച്ചറിവിനോടൊപ്പം ആ ഒരു വരികളൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ എത്രമാത്രം താൻ ഈ ഒരു കോസ്മിക്കുമായിട്ട് ഈ ഒരു യൂണിവേഴ്സുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ള ആ ഒരു കാര്യവും പോയറ്റിന് മനസ്സിലാകുന്നു. അതുപോലെ ഈ യൂണിവേഴ്സിലുള്ള എല്ലാ കാര്യങ്ങളുമായിട്ടും കൃത്യമായിട്ട് കണക്ട് ചെയ്യാനും അതുപോലെ ഏത് വിഷയത്തെക്കുറിച്ചും കവിതകൾ എഴുതാനും ആർക്ക് സാധിക്കുന്നു? പോയറ്റിന് സാധിക്കുന്നു. ദ പോയറ്റ് ബിക്കംസ് എ പെർഫെക്റ്റ് പോയറ്റ്. അവസാനത്തിലേക്ക്, കവിതയുടെ അവസാന ഭാഗത്തേക്ക് വരുന്നതോടുകൂടി നമ്മുടെ കവി എന്തായി തീരുകയാണ്? ഒരു പെർഫെക്റ്റ് പോയറ്റ് ആയി മാറിയത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു പോയട്രി എന്ന് പറയുന്ന ഒരു പോയറ്റിനെ നമുക്കൊരു 3 ഘട്ടങ്ങളിലാക്കി മാറ്റാൻ സാധിക്കും. ആദ്യത്തെ ആ ഒരു വരി, ആദ്യത്തെ ഒരു സ്റ്റാൻസ എന്ന് ഞാൻ പറയുന്നില്ല, ഫ്രീ വേഴ്സ് ആണ്, എങ്കിൽ പോലും ആദ്യത്തെ ആ ഒരു ഭാഗത്തിനെ ഒരു ഫേസ്, ഏത് ഫേസാ? ദ ഫേസ് ഇൻ വിച്ച് ദ പോയറ്റ് വാണ്ട്സ് ടു ബിക്കം എ പോയറ്റ്, ഒരു കവിയാവാൻ ആഗ്രഹിച്ചു നടന്ന ഒരു പോയറ്റ്. രണ്ടാമത്തെ ഘട്ടത്തിൽ ദ പോയറ്റ് ഇൻ ദ ഫേസ് ഇൻ വിച്ച് ദ പോയറ്റ് റോട്ട് ഹിസ് ഫസ്റ്റ് ലൈൻ ഇൻ ഹിസ് ലൈഫ്, തന്റെ ലൈഫിലെ ആദ്യത്തെ വരികൾ എഴുതി നിൽക്കുന്ന പോയറ്റ്. ദെൻ എ പെർഫെക്റ്റ് പോയറ്റ്, ഒരു പെർഫെക്റ്റ് പോയറ്റ് ആയിട്ട് നിൽക്കുന്ന മറ്റൊരു ഫേസ്. ഇങ്ങനെ ഒരു 3 ഘട്ടങ്ങളാക്കിയിട്ട് നമുക്ക് എന്തിനെ മാറ്റാം? പോയട്രിയെ മാറ്റാം. അപ്രിസിയേഷൻ നന്നായിട്ട് നോക്കിയിട്ട് പോവാം. സോ നെരൂദ വാസ് ദി വേൾഡ് ഫേമസ് ചിലിയൻ പോയറ്റ്. ലോകപ്രസിദ്ധനായിട്ടുള്ള ഒരു ചിലിയൻ പോയറ്റ് ആണ് പാബ്ലോ നെരൂദ. He won the Nobel Prize for Literature in 1971. 1971 അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. The poet narrates his experience of creativity. ആ ഒരു ക്രിയേറ്റിവിറ്റി അനുഭവിച്ചറിഞ്ഞ കവിയുടെ ആ ഒരു അനുഭവമാണ് അദ്ദേഹം ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. The poet expresses his happiness in writing the first line of the poem. ആദ്യ വരി എഴുതിയ തന്റെ സന്തോഷമാണ് കവി ഇവിടെ പ്രകടിപ്പിക്കുന്നത്. Poetry is personified in this poem. ഈ കവിതയിൽ പോയട്രിയെ എന്ത് ചെയ്തിരിക്കുകയാണ്? പേഴ്സോണിഫൈ ചെയ്തിരിക്കുകയാണ്, ഒരു ലൈഫ് കൊടുത്തിരിക്കുകയാണ്. അതായത് പോയട്രി arrived in search of me, it touched me. കവിത എന്നെ തിരഞ്ഞു വന്നു, കവിത എന്നെ വന്ന് തൊട്ടു എന്നൊക്കെ പറയുന്ന ഹ്യൂമൻ ക്വാളിറ്റീസ് കൊടുത്തുകൊണ്ട് കവിതയെ ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നു? പേഴ്സോണിഫൈ ചെയ്തിരിക്കുന്നു. The theme of the poem is about the inner fire. ഒരാളുടെ ഉള്ളിലുള്ള ആ ഒരു ഇന്നർ സ്പാർക്ക്, ഇന്നർ ഫയർ ആണ് ഏതെന്ന് പറയുന്നത് ഈ ഒരു പോയട്രി എന്ന് പറയുന്ന ഈ ഒരു പോയം എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് അങ്ങനെ പറയാം. ദെൻ തീം നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു പോയട്രി, ടെക്സ്റ്റ് ബുക്കിലുള്ള പോയട്രി എന്ന് പറയുന്ന ഹെഡിങ്ങിന്റെ തൊട്ട് മുകളിൽ തന്നെ കൊടുത്തിരിക്കുന്നുണ്ട് എക്സ്പീരിയൻസ് ഓഫ് എംബ്രേസിംഗ് ആൻഡ് ബീങ് എംബ്രേസ്ഡ് ബൈ ക്രിയേറ്റിവിറ്റി. മോർ ഓവർ ഇറ്റ് ഈസ് അബൌട്ട് ഫൈൻഡിങ് വൺസ് പാഷൻ ആൻഡ് കോളിംഗ്. ആ ഒരു ക്രിയേറ്റിവിറ്റിയെ മുറുകെ പിടിച്ചൊരു കവിയെ കുറിച്ചിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്രിയേറ്റിവിറ്റിയെ മുറുകെ പിടിച്ചുകൊണ്ട് തന്റെ പാഷൻ, തന്റെ ഏരിയ, ദ ഫീൽഡ് ഓഫ് വർക്ക്, തന്റെ ഏരിയ മനസ്സിലാക്കിയ ആ ഒരു കവിയുടെ എക്സ്പീരിയൻസ് ആണ് ഈ പോയറ്റിന്റെ, ഈ ഒരു പോയട്രിയുടെ തീം എന്ന് പറയുന്നത്. അലിട്രേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ 6ഓളം അലിട്രേഷൻസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചോദിച്ചാൽ കൃത്യമായിട്ട് എഴുതി വെക്കണം. ഐ ഡോണ്ട് നോയില് സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നോ സൗണ്ട്, സൗണ്ട് റിപ്പീറ്റ് ചെയ്യുന്ന കാണാൻ സാധിക്കും. സൗണ്ട് മൊത്തത്തിലാണേ, സൗണ്ട്. നോ, they were not voices, they were not no, sound, not sound, not sound, but from a street I was summoned, street sound, summoned sound. Something started in my soul, something sound started, sound, soul sound, repetition of sound. I wrote the first faint line, first sound, faint sound. Fever or forgotten wings, fever sound, forgotten sound, repetition of sound വരുന്നത് കൊണ്ട് alliteration ഉള്ള എക്സാമ്പിൾ ആണെന്ന് പറയാം. പേഴ്സോണിഫിക്കേഷൻ നേരത്തെ ഞാൻ പറഞ്ഞു, പോയട്രി arrived in search of me, എന്നെ തിരഞ്ഞു വന്നു. ഹ്യൂമൻ ക്വാളിറ്റി കൊടുത്തിരിക്കുകയാണ് ആർക്ക്? പോയട്രിക്ക്. ഈ ടച്ച്ഡ് മീ, ടച്ച് ചെയ്യുക എന്ന് പറയുന്ന ക്വാളിറ്റി പോയട്രിക്ക് കൊടുത്തു. അതുകൊണ്ട് പേഴ്സോണിഫിക്കേഷൻ ഉള്ള എക്സാമ്പിൾ ആയിട്ട് ആ 2 വരികളെ നമുക്ക് പറയാം. വിഷ്വൽ ഇമേജറി, ഫയർ, വിങ്സ്, ഫ്ലവർ, അല്ലെ? ഈസി ആയിട്ട് നമുക്ക് കിട്ടും. ഫയർ, വിങ്സ്, ഫ്ലവർ എന്ന് പറയുന്ന വിഷ്വൽ ഇമേജറിയാണ്. ഓക്കെ, ലാസ്റ്റ് യൂണിറ്റിലേക്ക് നമ്മൾ 9 മണിയോട് കൂടി ലാസ്റ്റ് യൂണിറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് മക്കളെ. 5ാമത്തെ യൂണിറ്റ് വാങ്കയും കാസ്റ്റവേയും മദർ ടു സണ്ണും ഉൾപ്പെടുന്ന 5ാമത്തെ യൂണിറ്റ് റേ ഓഫ് ഹോപ്പ്.
രാവിലെ നിങ്ങൾ എണീക്കുന്ന സമയത്ത് ഇതായിരിക്കട്ടെ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത്. റേ ഓഫ് ഹോപ്പ്, പ്രതീക്ഷയുടെ കിരണം നിങ്ങളുടെ മുന്നിൽ വരട്ടെ. ആ ഒരു ഇംഗ്ലീഷ് എക്സാമിന് ഫുൾ A+, ഇംഗ്ലീഷ് എക്സാമിന് ഫുൾ A+ അല്ല, ഇംഗ്ലീഷിനും ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റിനും A+ കിട്ടുന്ന ആ ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടായിരിക്കട്ടെ നിങ്ങളുടെ ഓരോ രാവും ഇനി പുലരുന്നത്. ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടി എല്ലാ ഓൾ ദ ബെസ്റ്റ് പറഞ്ഞുകൊണ്ട് ലാസ്റ്റ് യൂണിറ്റിലേക്ക് ഞാൻ കയറുന്നു. യൂണിറ്റ് 5, Ray of Hope. The chapters are Vanka, written by Anton Chekhov, The Castaway, written by Rabindranath Tagore, Mother to Son, written by Langston Hughes. 3 lessons within 15 minutes we can complete this. 15 മിനിറ്റ് കൂടെയുള്ളവരൊക്കെ കൂടെ തന്നെ നിൽക്കുക. ഈ ഒരു ചാപ്റ്റേഴ്സും കൂടി ഡിസ്കസ് ചെയ്ത് എല്ലാ ഡിസ്കോഴ്സിന്റെയും ഞാൻ പറയുന്നില്ല, മേജർ ആയുള്ള ഡിസ്കോഴ്സിന്റെ മോഡലും കൂടി പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ഇന്നത്തെ ലൈവ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കും. വാങ്ക എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഇവിടെ ഇരിക്കുന്നു. ആര്? വാങ്ക ഈസ് ഡൂയിങ് സംതിങ്. വാട്ട് ഈസ് ഹി ഡൂയിങ്? എന്താണ് വാങ്ക ചെയ്യുന്നത്? ഹി ഈസ് റൈറ്റിംഗ് എ ലെറ്റർ. ഹു ഈസ് ഹി റൈറ്റിംഗ് എ ലെറ്റർ ടു? ആർക്കാണ് വാങ്ക ലെറ്റർ അയക്കുന്നത്? ടു ഹിസ് ഗ്രാൻഡ് ഫാദർ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ഹിസ് ഗ്രാൻഡ് ഫാദർ? എന്താണ് വാങ്കയുടെ ഗ്രാൻഡ് പേയുടെ പേര്? കോൺസ്റ്റാന്റിൻ മക്കാരിച്ച് എന്നാണ് എന്നൊക്കെ നമുക്കറിയാം. ഹു ഈസ് കോൺസ്റ്റാന്റിൻ മക്കാരിച്ച്? ഹി ഈസ് എ നൈറ്റ് വാച്ച്മാൻ. എല്ലാം നമുക്കറിയാം അല്ലെ? സോ ആന്റൺ ചെക്കോവ് എഴുതിയിട്ടുള്ള വാങ്കയിലെ മേജർ ഇവന്റ്സ് ദേ വരുന്നു. വാങ്ക, a 9-year-old orphan, faces cruelty from his master and fellow apprentices in Moscow. വാങ്ക എന്ന് പറയുന്ന ആ 9 വയസ്സ് മാത്രം പ്രായമുള്ള അനാഥനായിട്ടുള്ള ആ ഒരു ബാലൻ എന്താണ്? ഒരുപാട് ക്രൂരതകൾ തന്റെ മാസ്റ്ററിൽ നിന്നും നേരിടാണ്. മാസ്റ്ററിന്റെ പേരെന്താ? അലിയാക്കിൻ എന്നാണ് മാസ്റ്ററിന്റെ പേര്. അതുപോലെ അവിടെയുള്ള ബാക്കിയുള്ള അപ്രന്റീസുകളുടെ അടുത്തു നിന്നും ഒരുപാട് ക്രൂരതകൾ മോസ്കോയിൽ താമസമാക്കിയിട്ടുള്ള അല്ലെങ്കിൽ മോസ്കോയിൽ വന്നെത്തിപ്പെട്ട വാങ്ക അനുഭവിക്കുകയാണ്. Apprenticed to shoemaker Aliakin, he endures physical abuse, insufficient food and sleep deprivation. അവൻ അനുഭവിക്കുന്ന ക്രൂരതകളിൽ ഫിസിക്കൽ അബ്യൂസ് ഉണ്ട്, ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങൾ അവൻ അനുഭവിക്കുന്നുണ്ട്. ഇൻസഫിഷ്യന്റ് ഫുഡ്, ആവശ്യത്തിനുള്ള ആഹാരം അവൻ ലഭിക്കുന്നില്ല. ആൻഡ് ഓൾസോ സ്ലീപ് ഡെപ്രിവേഷൻ, മര്യാദയ്ക്ക് ഒന്ന് ഉറങ്ങാൻ പോലും വാങ്കയ്ക്ക് കഴിയുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. Desperate for relief, Vanka secretly writes a heartfelt letter to his grandfather, കോൺസ്റ്റാന്റിൻ മക്കാരിച്ച്. ഇതിൽ നിന്നുള്ളൊരു ആശ്വാസം എന്നുള്ള രീതിയിൽ വാങ്ക വളരെ സീക്രട്ട് ആയിട്ട് തന്റെ ഗ്രാൻഡ് പേ ആയിട്ടുള്ള കോൺസ്റ്റാന്റിൻ മക്കാരിച്ചിന് എന്ത് ചെയ്യാണ്? ഒരു ലെറ്റർ അയക്കുകയാണ്. എന്നാ ലെറ്റർ അയച്ചത്? ഓൺ ദ ക്രിസ്മസ് ഈവ്, ക്രിസ്മസിന്റെ തലേ ദിവസമാണ് അവൻ ഈ ലെറ്റർ അയക്കുന്നത് അല്ലെ? Vanka's memories include joyful times in his village with his mother and Olga Ignatievna. ഈ ലെറ്ററിൽ ഉടനീളം നോക്കിക്കഴിഞ്ഞാൽ വാങ്ക ഇടയ്ക്കിടയ്ക്ക് ആ ഒരു കോൺസ്റ്റാന്റിൻ മക്കാരിച്ച് നിൽക്കുന്ന സിവറേവിന്റെ എസ്റ്റേറ്റിലെ കാര്യങ്ങൾ അവൻ ആലോചിക്കുന്നുണ്ട്. ആ മെമ്മറീസിൽ വളരെ ജോയ്ഫുൾ ടൈംസ് ആയിരുന്നു വാങ്കയ്ക്ക് ഉണ്ടായിരുന്നത്. ആരുടെ കൂടെ? വിത്ത് ഹിസ് മദർ ആൻഡ് ഹിസ് ഫേവറൈറ്റ് ഓൾഗ ഇഗ്നേറ്റീവിന. അവനെ എഴുതാനും വായിക്കാനും 100 വരെ എണ്ണാനും അവന് സ്വീറ്റ്സും അതുപോലെ തന്നെ ആ ഒരു ഡാൻസ് ഫോം ഉണ്ടല്ലോ, ക്വാഡ്രിൽ എന്ന് പറയുന്ന ഡാൻസ് ഫോമും എല്ലാം പഠിപ്പിച്ചു കൊടുത്ത ഓൾഗ ഇഗ്നേറ്റീവിനയോടൊപ്പമുള്ള ആ ഒരു സന്തോഷ നിമിഷങ്ങൾ അവിടെ ആലോചിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. Then his letter recounts mistreatment. ഒരുപാട് പ്രയാസങ്ങൾ വാങ്ക അനുഭവിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞു. മിസ്ട്രീറ്റ്മെന്റ് അവൻ അനുഭവിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞു. അതില് such as being beaten with a stirrup strap. ഒരു ദിവസം ആലിയാക്കിന്റെ കൊച്ചിനെ ഉറക്കുന്ന സമയത്ത്, റോക്ക് ചെയ്യുന്ന സമയത്ത് വാങ്ക ഉറങ്ങിപ്പോയപ്പോ ഇത്തരത്തിലുള്ള സ്റ്റിറപ്പ് സ്ട്രാപ്പ് കൊണ്ട്, കുതിരയുടെ മേലിടുന്ന സ്ട്രാപ്പ് അല്ലെങ്കിൽ ചാട്ടവാറ്, ബെൽറ്റ് ഏത് വേണമെങ്കിൽ നമുക്ക് എടുക്കാം, അതുകൊണ്ട് വാങ്കയെ ആരടിക്കുന്നു? ആലിയാക്കിൻ അടിക്കുന്നതായിട്ട് പറയുന്നുണ്ട്. ആൻഡ് ഓൾസോ ഹാവിങ് എ ഹെറിംഗ് റബ്ഡ് ഓൺ ഹിസ് ഫേസ്. ഒരു ദിവസം മത്തി എന്ന് പറയുന്ന ഈ മത്സ്യം നന്നാക്കാനായിട്ട് ആലിയാക്കിന്റെ വൈഫ് പറഞ്ഞപ്പോ ആങ്ക ടെയിലിന്റെ അവിടുന്ന് തുടങ്ങുന്നതിന് പകരം ഹെഡിന്റെ അവിടുന്ന് തുടങ്ങി. അത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ടെയിലിന്റെ അവിടെ നിന്നാണ് തുടങ്ങിയതില്ല, എൻഡിൽ നിന്നാണ് തുടങ്ങിയത്. അത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ആ വൈഫിന് ഇഷ്ടപ്പെടാഞ്ഞപ്പോ ആ ഒരു ഹെറിങ് വെച്ചിട്ട് അവന്റെ മുഖത്ത് റബ്ബ് ചെയ്യുന്ന ക്രൂരതയും വാങ്കയ്ക്ക് നേരിടേണ്ടി വന്നതായിട്ട് നമ്മൾ കണ്ടു. പാരഗ്രാഫ് നമ്പർ 6 ആണ് പറഞ്ഞത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വാങ്ക എന്ന് പറയുന്ന ചാപ്റ്റർ പഠിക്കുന്ന കുട്ടികൾ നിർബന്ധമായിട്ടും എക്സാമിന്റെ മുന്നേ 3ാമത്തെ പാരഗ്രാഫ് കോൺസ്റ്റാന്റിൻ മക്കാരിച്ചിനെ കുറിച്ച് പറയുന്ന, അദ്ദേഹം ഒരു നൈറ്റ് വാച്ച്മാൻ ആണെന്നും അദ്ദേഹം ഒരു 65-year-old മാൻ ആണെന്നും ഒക്കെ പറയുന്ന ഒരു ഭാഗമുണ്ട്. അത് നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പോ നിർബന്ധമായിട്ടും പഠിക്കേണ്ട പാരഗ്രാഫുകളിൽ 3ാമത്തെ പാരഗ്രാഫ് ഉൾപ്പെടുത്തിക്കൊള്ള. കോൺസ്റ്റാന്റിൻ മക്കാരിച്ച് എന്ന് പറയുന്ന ഗ്രാൻഡ് പേയെ കുറിച്ച് കൃത്യമായിട്ട് പറയുന്ന പാരഗ്രാഫുകളാണ് 3rd പാരഗ്രാഫ് എന്ന് പറയുന്നത്.
അതുപോലെ ഗ്രാൻഡ്പയ്ക്ക് 2 ഡോഗ്സ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അല്ലെ. ആരൊക്കെയാ? ഈൽ ആൻഡ് കഷ്ടാങ്ക, അവരെ കുറിച്ച് പറയുന്ന പാരഗ്രാഫാണ് 3rd പാരഗ്രാഫ്. നിർബന്ധമായിട്ടും പഠിച്ചോളാം. അതുപോലെ വാങ്ക അനുഭവിക്കുന്ന മിസ്ട്രീറ്റ്മെന്റുകളെ കുറിച്ച് പറയുന്ന 6th പാരഗ്രാഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 6ാമത്തെ പാരഗ്രാഫ്. ഓൾഗ ഇഗ്നേറ്റീവിനെ കുറിച്ച് പറയുന്ന 7th പാരഗ്രാഫ് അല്ല, 11th പാരഗ്രാഫ്. 11th പാരഗ്രാഫ് ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടന്റ്. സോ ഈ ഒരു വാങ്കയിൽ നിങ്ങൾ ആകെ വായിക്കേണ്ടത് 3, 6, 11, 3ാമത്തെയും 6ാമത്തെയും 11ാമത്തെയും ആ ഒരു പാരഗ്രാഫുകൾ വളരെ വൃത്തിയായിട്ട് വായിച്ചിട്ട് പോകണം. നിർബന്ധമായിട്ടും വായിച്ചു പോകണം. കാരണം അതിൽ നിന്നും ചോദ്യങ്ങൾ വരും എന്ന് മനസ്സിലാക്കുക. കേട്ടല്ലോ? ഫൈൻ. അപ്പോ അടുത്തത് 6th point. Wanga observe Moscow's bustling town, shops selling guns and butchers offering various 100 meats. കൂടുതലൊന്നും പറയുന്നില്ല. മോസ്കോയെ കുറിച്ച് പറയുന്ന ആ ഒരു ഭാഗം. He implores his grandfather to rescue him, offering help and praying for his return. Implores എന്ന് പറഞ്ഞാൽ റിക്വസ്റ്റ് എന്നാണ് അർത്ഥം ട്ടാ. ഗ്രാൻഡ്പയോട് വാങ്ക റിക്വസ്റ്റ് ചെയ്യാണ് തന്നെ വന്നൊന്ന് എന്ത് ചെയ്യണം, കൊണ്ടുപോകണം എന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന വാങ്കയെ നമുക്ക് ഈ ഒരു വാങ്ക എന്ന് പറയുന്ന ചാപ്റ്ററിൽ കാണാൻ സാധിക്കും. The letter is addressed as to Constantin Makarich, grandfather in the village, and dropped into a letter box. ഈ ലെറ്റർ എല്ലാം എഴുതി കഴിഞ്ഞ് വാങ്ക അവസാനം ആ ഒരു എൻവലപ്പിന്റെ മുകളിൽ, ലെറ്ററിലുള്ള കവറിന്റെ മുകളിൽ ആകെ എഴുതിയ അഡ്രസ് എന്ന് പറയുന്നത് to Constantin Makarich, grandfather in the village എന്ന് മാത്രമാണ്. സ്വാഭാവികമായിട്ടും ആ ലെറ്റർ ഇവിടെ എത്തില്ല, ഗ്രാൻഡ്പയുടെ അടുത്ത് എത്തില്ല അല്ലെ. Filled with rosy hopes, Wanga dreams of his grandpa reading the letter to cooks while sitting on a stove ledge. അങ്ങനെ ലെറ്റർ ഒക്കെ പോസ്റ്റ് ചെയ്ത് തിരിച്ചു വന്ന വാങ്ക സ്വപ്നം കാണാണ്. നല്ല നല്ല സ്വപ്നങ്ങൾ കണ്ട് കിടക്കുകയാണ്. എന്താ കണ്ടത്? ഗ്രാൻഡ്പ ഈ ലെറ്റർ വായിക്കുന്നതായിട്ട്. Chekhov's Wanga contrasts the harsh reality of Wanga's current life with nostalgic memories of village festivities. തന്റെ വില്ലേജില് ഗ്രാൻഡ്പയോടൊപ്പം ജീവിച്ചിരുന്ന ആ ഒരു സന്തോഷ നിമിഷവും ഇപ്പൊ വാങ്ക അനുഭവിക്കുന്ന ദുരിതവും തമ്മിലുള്ള ആ ഒരു കമ്പാരിസൺ ആണ് ഏതെന്ന് പറയുന്നത്. വാങ്ക എന്ന് പറയുന്ന ഈ ഒരു ലെസൺ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലെസൺ ആണ്. വാങ്ക നന്നായി നോക്കി പോവുക. കാരണം പണ്ടേക്കും പണ്ട് 2016-17 കാലഘട്ടത്തില് ഫസ്റ്റ് യൂണിറ്റിൽ ഉണ്ടായിരുന്ന ചാപ്റ്റർ ആയിരുന്നു വാങ്ക. പിന്നീടാണ് അത് എങ്ങോട്ട് പോയത്? യൂണിറ്റ് 5ലേക്ക് പോയത്. അപ്പൊ അന്ന് മുതലേയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു വാങ്കയിൽ നിന്നും കാണാനായിട്ട് സാധിക്കും. അടുത്ത സെക്കൻഡ് ലാസ്റ്റ് ലെസണിലേക്ക് വന്നു കഴിഞ്ഞാൽ ദ കാസ്റ്റവേ ബൈ രബീന്ദ്രനാഥ് ടാഗോർ. രബീന്ദ്രനാഥ് ടാഗോർ എഴുതിയിട്ടുള്ള കാസ്റ്റവേ എന്ന് പറയുന്ന ലെസണിലേക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്യാരക്ടർ ദേ നീന്തി വരുന്നു. ആരാണ്? നീലകണ്ഠ. നീലകണ്ഠ എന്ന് പറയുന്ന ഇമ്പോർട്ടന്റ് ക്യാരക്ടേഴ്സ് we have in this story. ഈ ഒരു സ്റ്റോറിയിലെ പ്രധാനപ്പെട്ട ക്യാരക്ടർ ആണ് നീലകണ്ഠ. ആരാണ് നീലകണ്ഠ? നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഏതായാലും മേജർ ഇവന്റ്സിൽ ഞാൻ വേറെ രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. സെറ്റിംഗ് ദ സീൻ. ഈ ഒരു കഥ നടക്കുന്നത് ചന്ദ്രനാഗർ വില്ലേജ് എക്സ്പീരിയൻസസ് എ ഫയർ സ്റ്റോം വിത്ത് ദ ഗാഞ്ചസ് ഓവർഫ്ലോവിംഗ് ക്രിയേറ്റിംഗ് എ ഡെഫനിങ് അറ്റ്മോസ്ഫിയർ. ഈ ഒരു കഥ നടക്കുന്നത് ഗംഗാ റിവറിന്റെ തീരത്തുള്ള ചന്ദ്രനാഗോർ എന്ന് പറയുന്ന സ്ഥലത്തെ ഗംഗാ റിവറിന്റെ തീരത്തുള്ള ഒരു വീട്ടിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. കഥ തുടങ്ങുന്ന സമയത്ത് അവിടെയുള്ള ക്ലൈമറ്റ് വളരെ എന്താണ്, വയലന്റ് ആണ്. Then Kiran's illness. കിരണിന്റെ രോഗാവസ്ഥയെ കുറിച്ച് പറയുന്നു. കിരൺ falls seriously ill, prompting suggestions from villagers for a change of surrounding. കിരണിന് എന്തോ ഒരു അസുഖം ബാധിച്ച് അവൾ ആകെ കിടപ്പിലായി പോകുന്ന സമയത്ത് അവരെ ഉപദേശിക്കുകയാണ് അവൾക്കൊരു ചേഞ്ച് ആവശ്യമാണ്. പക്ഷെ അവളെ അവളുടെ വീട്ടിലേക്കൊന്നും പറഞ്ഞയക്കാൻ ശരത്തോ അല്ലെങ്കിൽ മദറോ തയ്യാറാവുന്നില്ല. പകരം അവളെ ചന്ദ്രനാഗൂറിലെ ഈ റിവർ സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. Riverside retreat. Instead of Kiran's home, they choose a riverside house in Chandranagar for her recovery. അവളുടെ രോഗം ഭേദമാകുന്നതിന് വേണ്ടിയിട്ട് അവളെ എങ്ങോട്ട് കൊണ്ടുവരുന്നു? ചന്ദ്രനാഗൂറിലേക്ക് കൊണ്ടുവരുന്നു. Then encounter with നീലകണ്ഠ. നീലകണ്ഠയുടെ വരവാണ്. എന്താ? A survivor from a boat accident, Nilakanda is discovered by Sharath in their garden and is welcomed into their home. ഒരു shipwreck സംഭവിച്ചിട്ട് അതിൽ നിന്നും രക്ഷപ്പെട്ടു വരുന്ന ഒരു ബോയ്, നീലകണ്ഠ എന്ന് പറയുന്ന ബോയ് എവിടെ എത്തുന്നു? ഈ ഒരു ചന്ദ്രനാഗൂറിലെ ശരത്തിന്റെ വീട്ടിലേക്ക് എത്തുകയാണ്. അവരെ അവൻ ആക്സെപ്റ്റ് ചെയ്യുന്നു. നീലകണ്ഠാസ് ഇമ്പാക്ട്. ഇനീഷ്യലി വെൽക്കംഡ്, നീലകണ്ഠാസ് പ്രസൻസ് ബിക്കംസ് ബോത്ത് എ ജോയ് ആൻഡ് എ ചലഞ്ച് ഫോർ ദ ഫാമിലി. തുടക്കത്തിൽ ആ ഒരു ഫാമിലിയിലെ ബൂൺ, അനുഗ്രഹമായി മാറിയ നീലകണ്ഠ പിന്നീട് എന്തായി മാറുന്നു? ഒരു ബേർഡൻ, ഒരു ഭാരമായി തീരുന്നതും നമ്മൾ കണ്ടു. ഫ്രണ്ട്ഷിപ്പ് ആൻഡ് മിസ്ചീഫ്. കാരണം എന്താ? നീലകണ്ഠ ബി ഫ്രണ്ട്സ് ലോക്കൽ ബോയ്സ് ബട്ട് ഓൾസോ എൻഗേജസ് ഇൻ മിസ്ചീഫ് കോസിംഗ് ഫ്രിക്ഷൻ ഇൻ ദ ഹൗസ് ഹോൾഡ്. നീലകണ്ഠ അവിടെയുള്ള ലോക്കൽ ബോയ്സുമായിട്ടുള്ള കമ്പനിയും അതുപോലെ അവിടെയുള്ള ഒരു സ്ട്രീറ്റ് ഡോഗുമായിട്ട് അവൻ ഉണ്ടാക്കിയ കമ്പനിയും മൊത്തത്തില് ആ ഒരു വീട്ടിലെ ആ ഒരു സമാധാന അന്തരീക്ഷത്തെ എന്ത് ചെയ്യാണ്?
തകർത്ത് കളയുന്നു. ബട്ട് കിരൺ ഓൾവേസ് സപ്പോർട്ടഡ് നീലകണ്ഠ. പക്ഷേ കിരൺ എപ്പോഴും നീലകണ്ഠയെ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. കാരണം നീലകണ്ഠ എന്റർടൈൻസ് കിരൺ വിത്ത് തിയേറ്ററിക്കൽ ആക്ട്സ് ഡെവലപ്പിംഗ് എ സ്ട്രോങ് ബോണ്ട് വിത്ത് ഹർ. നീലകണ്ഠ എന്ന് പറയുന്നത് ഒരു തിയേറ്ററിക്കൽ ഗ്രൂപ്പിൽ പെട്ട, അതായത് സ്റ്റേജ് പെർഫോമേഴ്സിന്റെ ഒരു ഗ്രൂപ്പിലുള്ള ആളാണ് ആര്? നീലകണ്ഠ. അതുകൊണ്ട് തന്നെ നീലകണ്ഠയുടെ പെർഫോമൻസ് കണ്ട് സന്തോഷിക്കലായിരുന്നു ആരുടെ പണി? കിരണിന്റെ പരിപാടി. കാരണം അവൾ ഈ ഒരു ചന്ദ്രനാഗൂറിലെ ഈ ഒരു സെറ്റപ്പ് അല്ലെങ്കിൽ ആ ഒരു വീട്ടിലെ താമസം പറ്റേ വെറുത്തിരുന്നു. അവർക്ക് കമ്പനി അടിക്കാനോ ഒന്നും തന്നെ ആരുണ്ടായിരുന്നില്ല എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അതിനൊരു ആശ്വാസമായിരുന്നു ആരുടെ വരവ്? നീലകണ്ഠയുടെ വരവ്. അതുകൊണ്ട് തന്നെ നീലകണ്ഠയെ എപ്പോഴും കിരൺ സപ്പോർട്ട് ചെയ്തു. ഇനിയാണ് അടുത്ത ക്യാരക്ടറിന്റെ വരവ്. സതീഷിന്റെ അറൈവലാണ്. ശരത്'s younger brother Satish visits leading to fun times with Kiran, causing Neelakantha to feel neglected. സതീഷിന്റെ, അതായത് കിരണിനോട് അതേ പ്രായമുള്ള ആളായിരുന്നു ആര്? ശരത്തിന്റെ ബ്രദർ ആയിട്ടുള്ള സതീഷ്. അവർ തമ്മിൽ നല്ലൊരു ബോണ്ടിങ്, നല്ലൊരു കെമിസ്ട്രി ഉണ്ടായിരുന്നു. അവർ നല്ല കമ്പനി ആയിരുന്നു. അവന്റെ വരവ് നീലകണ്ഠയ്ക്ക് എന്തായിട്ട് തോന്നി? ഒരു നെഗ്ലക്റ്റഡ് മൈൻഡ് ഉണ്ടാക്കുകയാണ്. തന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് കിരൺ മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ള തോന്നൽ നീലകണ്ഠയുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. So conflict over the inkstand. Neelakantha, feeling ignored, attempts revenge by taking and hiding Satish to reach the inkstand. അങ്ങനെ സതീഷിനോട് റിവെഞ്ച് എടുക്കാൻ തീരുമാനിച്ച നീലകണ്ഠ അവന്റെ ഇങ്ക് സ്റ്റാൻഡ് എന്ത് ചെയ്യുന്നു? കൈക്കലാക്കുന്നു. എന്തിനു വേണ്ടിയിട്ട്? റിവെഞ്ചിന് വേണ്ടിയിട്ട്. Then Satish accuses Neelakantha of theft, causing distress to both Kiran and Neelakantha. അങ്ങനെ സതീഷ് സ്വാഭാവികമായിട്ടും സംശയിക്കുന്നത് ആരെയായിരിക്കും? നീലകണ്ഠയാണ്. കട്ടെടുത്തത് നീലകണ്ഠ തന്നെയാണെന്ന് ഉറപ്പിച്ചു പറയുന്നു. അത് കിരണിനും നീലകണ്ഠയ്ക്കും ഇടയിൽ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ്. ഡിപ്പാർച്ചർ പ്ലാൻസ്. The family decides to return to their native village, prompting Kiran's desire to take Neelakantha along with them. ഇത് കുറച്ചുകൂടി മുന്നേ പറഞ്ഞ ഒരു പോയിന്റ് ആണ്. എങ്കിലും കുറെ ദിവസങ്ങൾക്ക് ശേഷം ഫാമിലി തിരിച്ചു പോകാൻ തീരുമാനിക്കുന്നു. ആരും തന്നെ നീലകണ്ഠയോട് പോരുന്നോ എന്ന് ചോദിച്ചില്ല. അങ്ങനെ ചോദിക്കാത്ത സമയത്ത് കിരൺ ആവശ്യപ്പെടാണ് നീലകണ്ഠയും കൂടെ കൊണ്ടുപോകണം എന്ന് പറയുമ്പോൾ അതിനെ എല്ലാവരും ശക്തമായി എതിർക്കുന്നു. കിരൺ ചെന്ന് നീലകണ്ഠയോട് നീ നിന്റെ സ്വന്തം വീട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോകണം എന്ന് പറയാണ്. ഏതായാലും സർപ്രൈസിംഗ് ഡിസ്കവറി. കിരൺ ഫൈൻഡ്സ് ദ മിസ്സിംഗ് ഇങ്ക് സ്റ്റാൻഡ് ഇൻ നീലകണ്ഠാസ് പൊസിഷൻ വൈൽ പ്രിപ്പയറിംഗ് എ സർപ്രൈസ് ഗിഫ്റ്റ് ഫോർ ഹിം. പോകുന്നതിന് മുന്നേ നീലകണ്ഠയുടെ കയ്യിൽ ഒരു സർപ്രൈസ് ആയിട്ട് കുറച്ച് ഗിഫ്റ്റ് കൊടുക്കണം. ഷൂസും അതുപോലെ ഡ്രസ്സും ബാങ്ക് നോട്ടൊക്കെ കൊടുക്കണമെന്ന് കിരൺ തീരുമാനിക്കുകയും നീലകണ്ഠയുടെ ബോക്സ് പെട്ടിയെടുത്തിട്ട് അതിൽ ഓരോ സാധനങ്ങളും പുറത്തേക്ക് വെക്കുകയാണ്. എന്തിനാ? ഇതൊക്കെ അതിലേക്ക് വെക്കാൻ, ഗിഫ്റ്റ് വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് നീലകണ്ഠയുടെ ബോക്സിനകത്ത് നിന്നും ആ മിസ്സായി പോയി എന്ന് വിചാരിച്ച ഇങ്ക് സ്റ്റാൻഡ് കിരണിന് കിട്ടുകയാണ്. നീലകണ്ഠാസ് ഡിസപ്പിയറൻസ്. Feeling misunderstood and unable to prove his innocence, Neelakantha vanishes, leaving a sense of mystery. നീലകണ്ഠ ആ ഒരു കാഴ്ച കണ്ടുകൊണ്ട് കിരണിന്റെ കയ്യിലുള്ള ഇങ്ക് സ്റ്റാൻഡ്, കിരൺ തന്റെ പെട്ടിയിൽ നിന്നും ഇങ്ക് സ്റ്റാൻഡ് പുറത്തെടുക്കുന്ന അതേ മൊമെന്റിൽ നീലകണ്ഠ പുറകിലുണ്ടായിരുന്നു. അപ്പോ ഇനി തനിക്ക് കള്ളനല്ല എന്ന് പ്രൂവ് ചെയ്യാനുള്ള അവസരമില്ല എന്ന് മനസ്സിലാക്കിയ നീലകണ്ഠ എന്ത് ചെയ്യാണ്? പെട്ടെന്ന് അവിടെ നിന്നും ഓടി മറയുകയാണ്. പിന്നീട് തിരിച്ചു വന്നിട്ടില്ല. Then, despite efforts, Neelakantha's whereabouts remain unknown even with the police involvement. പോലീസ് വരെ തിരഞ്ഞെങ്കിലും നീലകണ്ഠയെ കണ്ടെത്താൻ ആർക്കും സാധിക്കുന്നില്ല. Then emotional weight. The story concludes with the family's return home, leaving behind unanswered questions and emotional turmoil. എല്ലാവരും മാനസികമായിട്ട്, പ്രത്യേകിച്ച് കിരണൊക്കെ ആകെ മാനസികമായിട്ട് തകരുന്നു. അവന്റെ ആ ഒരു വില്ലേജ് ഡോഗിന്റെ ആ ഒരു അപ്പിയറൻസും അവസാനം നമുക്ക് കാണാൻ സാധിക്കും. നീലകണ്ഠ ഡിസപ്പിയേർഡ്. നീലകണ്ഠ എന്തായിട്ടുണ്ട്? അപ്രത്യക്ഷമായിട്ടുണ്ട്. ആർക്കും നീലകണ്ഠ എവിടെയെന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഇതായിരുന്നു ഈ ഒരു കാസ്റ്റവേ എന്ന് പറയുന്ന ആ ഒരു സ്റ്റോറി. ഇനി ലാസ്റ്റ് ലെസൺ ആണ് മക്കളെ, മദർ ടു സൺ എന്ന് പറയുന്ന ലാങ്സ്റ്റൺ ഹ്യൂഗ്സിന്റെ ആ ഒരു പോയം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഫുൾ ചാപ്റ്റേഴ്സ് ആണ് നമ്മളിപ്പോ എന്ത് ചെയ്തത് 7 മണി മുതലുള്ള ഈ ലൈവ് സെക്ഷനിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അധികം നല്ല സ്പീഡിലാണ് പറയുന്നത് എന്ന് എനിക്കറിയാം. എങ്കിൽ പോലും ചാപ്റ്ററുകളൊക്കെ ഒരുപാട് തവണ വായിച്ച നിങ്ങളെ സംബന്ധിച്ച് എത്ര സ്പീഡിൽ പോയാലും അതൊക്കെ തലയിൽ കയറുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പോയിന്റുകളൊക്കെ വായിച്ചു നോക്കുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക. കൂടുതൽ വാചാലനാവുന്നില്ല, നേരെ പോയത്തിലേക്ക് പോവാം. മദർ ടു സൺ ബൈ ലാങ്സ്റ്റൺ ഹ്യൂഗ്സ്. അല്ലെ, മദർ ടു സൺ ഈസ് എ പോം റിട്ടൺ ഇൻ ഫ്രീ വേഴ്സ് സ്റ്റൈൽ. ഫ്രീ വേഴ്സ് സ്റ്റൈലിൽ എഴുതിയിട്ടുള്ള ഒരു പോയമാണ് മദർ ടു സൺ. കൃത്യമായുള്ള റൈം സ്കീം, റൈമിംഗ് വേർഡ്സ് പാറ്റേൺ ഒന്നും ഫോളോ ചെയ്യുന്നില്ല. അതുപോലെ ഇറ്റ്സ് എ ഡ്രമാറ്റിക് മോണോലോഗ്. ഇതൊരു മോണോലോഗ് ആണ്. മദർ മാത്രമാണ് സ്പീക്കർ, സൈലന്റ് ആണ് ആര്? ലിസണർ ആയിട്ടുള്ള ബോയ് എന്ന് നമുക്കറിയാം. മദർ ടു സൺ ഈസ് എ ബ്യൂട്ടിഫുൾ പോം written by Langston Hughes. A mother advises her son that he will have to face many difficulties in life and he must overcome them and keep going.
അപ്പോ മദർ മകനെ ഉപദേശിക്കുകയാണ്, അവന് ലൈഫിൽ ഒരുപാട് എന്ത് ചെയ്യേണ്ടി വരും, ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഏത് ഡിഫിക്കൽട്ടീസ് വന്നാലും he should overcome them and keep going. അതിനെല്ലാം മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. Mother says to her son that her life has never been as smooth and comfortable as a crystal stair. Mother മകന് പറഞ്ഞു കൊടുക്കുന്നു, തന്റെ ലൈഫ് എന്ന് പറയുന്നത് ക്രിസ്റ്റൽ സ്റ്റെയർ പോലെ സ്മൂത്ത് ആയിരുന്നില്ല. അപ്പോ ക്രിസ്റ്റൽ സ്റ്റെയർ പോലെ സ്മൂത്ത് ആയിരുന്നില്ല എന്ന് പറഞ്ഞാൽ മദറിന്റെ ലൈഫ് ലക്ഷൂറിയസ് ആയിരുന്നില്ല, കംഫർട്ടബിൾ ആയിരുന്നില്ല, അതുപോലെ തന്നെ അട്രാക്റ്റീവ് ആയിരുന്നില്ല എന്ന് നമുക്ക് പറയാം. It had splinters, torn boards and tacks. ആ മദറിന്റെ ലൈഫ് ആകുന്ന സ്റ്റെയർ കേസിൽ ടാക്സ് ആണി ഉണ്ടായിരുന്നു, സ്പ്ലിന്റേഴ്സ് ചീളുകൾ ഉണ്ടായിരുന്നു, ടോൺഡ് ബോർഡ്സ് ചവിട്ടുപടികളൊക്കെ എന്തായിരുന്നു, മുറിഞ്ഞതായിരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ the life of the mother was filled with challenges and difficulties. challenges വെല്ലുവിളികളും ഡിഫിക്കൽട്ടീസ് പ്രയാസങ്ങളും മാത്രം നിറഞ്ഞൊരു ലൈഫായിരുന്നു ആരത്, മദറിൻ്റെത് എന്ന് മകന് പറഞ്ഞു കൊടുക്കുകയാണ്. However, the bare staircase symbolizes a life without luxuries and comfort. ആ ഒരു bare എന്ന് പറയുന്ന ആ ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ലൈഫ് വിത്തൗട്ട് ലക്ഷറീസ് ആൻഡ് കംഫർട്ട്. മദറിന്റെ ലൈഫിൽ യാതൊരു തരത്തിലുള്ള ലക്ഷറീസ് ഉണ്ടായിരുന്നില്ല, കംഫർട്ടും ഉണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കാം. However, she still climbed on, reaching landings, turning corners and sometimes going through the darkness. She advises her son not to turn back or sit down on the step even it is hard to climb. അങ്ങനെയുള്ള മദർ പറഞ്ഞു കൊടുക്കുകയാണ്, താൻ ഒരുപാട് ലൈഫ് സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിട്ടുണ്ട്, താൻ ഫെയിൽ ആയി എന്ന് തോന്നിയ നിമിഷം ഉണ്ടായിട്ടുണ്ട്, താൻ ഒരുപാട് പ്രോബ്ലംസിനെ സോൾവ് ചെയ്ത നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഹോപ്പ് നഷ്ടപ്പെട്ട നിമിഷങ്ങൾ. ഡാർക്ക്നെസ് എന്ന് പറഞ്ഞാൽ ഹോപ്പ്ലെസ് സിറ്റുവേഷൻ ആണ്, യാതൊരു പ്രതീക്ഷയും ഇല്ലാത്ത അവസരം വരെ മദറിന് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോഴൊക്കെ മകനോട് ഉപദേശിക്കുകയാണ്, ഈ പ്രായത്തിലും ഐ ഹാവ് ഫേസ്ഡ് ഇറ്റ് ഓൾ, ഞാൻ അതിനെല്ലാം എന്ത് ചെയ്തു, ഫേസ് ചെയ്തു. ഐ ആം സ്റ്റിൽ ഫേസിങ് ഇറ്റ്, ഇപ്പോഴും ഞാൻ അതിനെ ഫേസ് ചെയ്യുന്നു. അങ്ങനെയുള്ള എനിക്ക് കഴിയുമെങ്കിൽ യു ഷുഡ് ഓൾസോ not to turn back or sit down on the step even it is hard to climb. കയറൽ, ലൈഫിലെ മുന്നോട്ട് പോക്ക് എത്ര കഠിനമായാലും നീ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഗിവ് അപ്പ്, തോറ്റു കൊടുക്കാൻ പാടില്ല എന്ന് ആര് പറഞ്ഞു കൊടുക്കുകയാണ്, തന്റെ മകന് മദർ പറഞ്ഞു കൊടുക്കുകയാണ്. സോ വി ക്യാൻ കൺസിഡർ ദ മദർ ഈസ് ആൻ യൂണിവേഴ്സൽ മദർ. ഈ മദറിനെ നമ്മുടെ ഒക്കെ മദേഴ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സങ്കല്പിക്കാൻ പറ്റും. ഇത് തന്നെയാണ് എല്ലാ മദറിനും പറയാനുണ്ടാവുക എന്നുള്ള രീതിയിൽ നമുക്ക് കാണാം, അല്ലെ? അപ്പോ മദർ ടു സൺ എന്ന് പറയുന്ന പോയത്തിനെ പോയിന്റ്സ് വൈസ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ അപ്രിസിയേഷനിൽ എഴുതേണ്ട പ്രധാനപ്പെട്ട സാധനം, ദ പോയം മദർ ടു സൺ ഈസ് റിട്ടൺ ബൈ ലാങ്സ്റ്റൺ ഹ്യൂഗ്സ് എന്നുള്ളതാണ്. ഹി ഈസ് ആൻ അമേരിക്കൻ പോയറ്റ്, അദ്ദേഹം അമേരിക്കൻ പോയറ്റ് ആണ്. ദ പോയം ഈസ് എ മദേഴ്സ് അഡ്വൈസ് ടു ഹർ സൺ അബൌട്ട് ലൈഫ്. തന്റെ ലൈഫ് എങ്ങനെയായിരുന്നു എന്ന് മകനെ ഉപദേശിക്കുന്ന ഒരു മദറിനെ നമുക്ക് ഇവിടെ കാണാം. She says that life is not a crystal stair. മദറിന്റെ ലൈഫ് എന്തായിരുന്നില്ല, ഒരു ക്രിസ്റ്റൽ സ്റ്റെയർ ആയിരുന്നില്ല. ലൈഫ് ഈസ് നോട്ട് സ്മൂത്ത് ആൻഡ് ഈസി, മദറിന്റെ ലൈഫ് സ്മൂത്തോ ഈസിയോ ആയിരുന്നില്ല. ബട്ട് ഷീ നെവർ ഗേവ് അപ്പ് ഇൻ ഹർ ലൈഫ്, പക്ഷെ ഒരിക്കലും തോറ്റു കൊടുക്കാൻ താൻ തയ്യാറായിട്ടുമില്ല. ഷീ കണ്ടിന്യൂഡ് ക്ലൈംബിംഗ് വിത്തൗട്ട് ടേക്കിംഗ് റെസ്റ്റ്, റിസ്ക് അല്ല റെസ്റ്റ്, യാതൊരു തരത്തിലുള്ള റെസ്റ്റും എടുക്കാതെ ഷീ കണ്ടിന്യൂഡ് ക്ലൈംബിംഗ്, ജീവിതത്തിൽ മുന്നോട്ട് പോവുകയാണ്. ആര് ചെയ്തത്, മദർ ചെയ്തത്. ക്രിസ്റ്റൽ സ്റ്റെയർ ഈസ് എ മെറ്റഫർ. ക്രിസ്റ്റൽ സ്റ്റെയർ എന്ന് പറയുന്നത് എന്താണ്, മെറ്റഫർ ആണ്. മദർ പറയാണ്, ലൈഫ് ഈസ് നോട്ട് എ ക്രിസ്റ്റൽ സ്റ്റെയർ, എനിക്ക് എന്റെ ലൈഫ് എന്തായിരുന്നില്ല, ഒരു ക്രിസ്റ്റൽ സ്റ്റെയർ ആയിരുന്നില്ല എന്നാ പറഞ്ഞത്. സോ ഒരു വസ്തു മറ്റൊന്നാണെന്നോ ഒരു വസ്തു മറ്റൊന്നായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിനുള്ള എക്സാമ്പിൾ ആണ്, മെറ്റഫറിനുള്ള എക്സാമ്പിൾ ആണ്, അല്ലെ? എ ഈസ് ബി, എ ബി ആണ്, എ ഈസ് നോട്ട് ബി എന്ന് പറഞ്ഞാലും അത് മെറ്റഫർ ആണ്. സോ ഇവിടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു ക്രിസ്റ്റൽ സ്റ്റെയർ കേസ് ആയിരുന്നില്ല എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ മെറ്റഫർ, എ ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ മെറ്റഫർ. ആ ഒരു പോയത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ആ മെറ്റഫർ നീണ്ടു നിൽക്കുന്നത് കൊണ്ട് ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ എക്സ്റ്റെൻഡഡ് മെറ്റഫർ. അത് എന്തിനുള്ള എക്സാമ്പിൾ ആണ്, ഒരു എക്സ്റ്റെൻഡഡ് മെറ്റഫറിനുള്ള എക്സാമ്പിൾ ആണ്. നെവർ ഗിവ് അപ്പ്, ട്രൈ ഹാർഡ് ടു അച്ചീവ് യുവർ ഗോൾസ്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളതാണ്, നെവർ ഗിവ് അപ്പ്, ഒരിക്കലും തോറ്റു കൊടുക്കരുത്. ട്രൈ ടു ഹാർഡ് അച്ചീവ് യുവർ ഗോൾസ്, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്തോ, ഹാർഡ് വർക്ക് ചെയ്തോ, ഒരിക്കൽ നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിങ്ങൾ എത്തുക തന്നെ ചെയ്യും എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും തീം നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കോൺവെർസേഷൻ. കോൺവെർസേഷൻ എന്ന് പറയാൻ പാടില്ല, ശരിക്കും ഇറ്റ്സ് എ മോണോലോഗ് ബിറ്റ്വീൻ എ മദർ ആൻഡ് ഹർ സൺ. മദർ ടെൽസ് ഹർ സൺ ഹൗ ഹാർഡ് ഹർ ലൈഫ് ഹാസ് ബീൻ. തന്റെ ലൈഫ് എത്രമാത്രം കഷ്ടതകൾ നിറഞ്ഞതായിരുന്നു എന്ന് മദർ മകന് പറഞ്ഞു കൊടുക്കുകയാണ്. മെറ്റഫോറിനുള്ള എക്സാമ്പിൾ, ലൈഫ് ഫോർ മീ എയിൻ ബീൻ നോ ക്രിസ്റ്റൽ സ്റ്റെയർ. ഓർത്ത് വെക്കുക, സിമ്പിൾ ആണ്. അലിട്രേഷൻ, ഡോണ്ട് യു സെറ്റ് ഡൗൺ ഓൺ ദ സ്റ്റെപ്പ്, അല്ലെ? ഡ സൗണ്ടും സൗണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഫോർ അലിട്രേഷൻ. വിഷ്വൽ ഇമേജറി, സ്റ്റെയർ, സ്പ്ലിൻഡർ,
ടാക്സ്, സ്റ്റെപ്പ്, ഹണി. ഈ ഹണി ഇവിടെ എഴുതണ്ട, ഇറ്റ്സ് എ മിസ്റ്റേക്ക്, അതൊരു മിസ്റ്റേക്ക് ആയിട്ട് എടുത്താൽ മതി. തേൻ ആ ഒരു ഇതിലല്ലോ, തന്റെ മകനെ സ്നേഹത്തോടു കൂടി ഹണി എന്ന് വിളിച്ചതാണ്, അത് വേണ്ട. സ്റ്റെയർ, സ്പ്ലിന്റർ, ടാക്സ്, സ്റ്റെപ്പ്, ഇതൊക്കെ എന്തിനുള്ള എക്സാമ്പിൾ ആണ്? വിഷ്വൽ ഇമേജറിക്കുള്ള എക്സാമ്പിൾ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കുറച്ചൊന്ന് സ്പീഡാക്കിയത് അവസാനത്തെ ചാപ്റ്റേഴ്സ് ആയതുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓർമ്മയുണ്ടാകും എന്ന് വിചാരിച്ചതുകൊണ്ടാണ്. ഏതാനും ചില നിമിഷങ്ങൾ കൂടി എനിക്ക് നിങ്ങൾ തന്നേ പറ്റൂ. കാരണം ഡിസ്കോഴ്സിന്റെ മോഡൽസ് കൂടി നമുക്ക് ഇന്ന് പറയണം. ആ ഡിസ്കോഴ്സിന്റെ മോഡൽസും കൂടി നിങ്ങൾ ഇന്ന് തന്നെ ക്ലിയർ ആക്കി കഴിഞ്ഞാൽ നാളെ ഡിസ്കോഴ്സുകളുമായിട്ട്, അതായത് ക്വസ്റ്റ്യൻ വിത്ത് ആൻസറുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരും. അപ്പൊ ഒന്ന് കമന്റ് ചെയ്തേ. ഉള്ള ആളുകൾ 27 ആളുകൾ ഇപ്പൊ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഉള്ള ആളുകൾ ഒന്ന് പറഞ്ഞേ, എല്ലാ ചാപ്റ്റേഴ്സും തലയിലേക്ക് കയറ്റാൻ നിങ്ങൾക്ക് സാധിച്ച മക്കളെ? വേഗം പറഞ്ഞേ. ഗ്രാമർ ടോപ്പിക്സ് നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യും മോളെ കേട്ടോ. ഗ്രാമർ ടോപ്പിക്സ് നാളെ നമ്മൾ ഡിസ്കസ് ചെയ്യും നമ്മുടെ ചാനലിൽ, ഈ റാൻസ് ലേണിംഗ് പോർട്ടലിന്റെ. മഞ്ചേരി ഉള്ളവരുണ്ടോ? ഞാൻ മഞ്ചേരി കേട്ടോ. കമിൽ, ഞാൻ മഞ്ചേരിയാണ്. നീ മഞ്ചേരി എവിടെയാ? ഏത് അപ്രിസിയേഷൻ വരും? പ്രഡിക്ഷന് ഞാനില്ല മോനെ, കാരണം പ്രഡിക്ഷൻ പറഞ്ഞിട്ട് തെറ്റിക്കഴിഞ്ഞാൽ അത് അബദ്ധമായിട്ട് മാറും. വേഗം പറഞ്ഞേ, വേഗം പറഞ്ഞേ. നമുക്ക് ഇനി ചെറിയൊരു ഡിസ്കോഴ്സ് മോഡലിന്റെ ഒരു സെക്ഷനും കൂടി വരാനുണ്ട്. ഡിസ്കോഴ്സ് മോഡലിന്റെ ഒരു സെക്ഷനും കൂടി വരാനുണ്ട്. അത് ഇപ്പൊ തന്നെ ഒരു 10-15 മിനിറ്റ് മാക്സിമം, അതിൽ കൂടുതലൊന്നും വേണ്ട. മഞ്ചേരി മുള്ളംപാറ, ആഹാ, ഞാൻ മഞ്ചേരി കാരാപ്പുറമ്പ്. അപ്പൊ ഒരു മഞ്ചേരിക്കാരനെ കണ്ടതിൽ അതിയായ സന്തോഷം. ഫൈൻ 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 ഫൈൻ. അപ്പൊ ഞാൻ നേരെ അടുത്തേക്ക് പോട്ടെ. നിങ്ങളുടെ സമയം ഞാൻ വല്ലാതെ എന്ത് ചെയ്യുന്നില്ല, കടെടുക്കുന്നില്ല. റീന പാണ്ടിക്കാട്, പാണ്ടിക്കാട്, ആഹാ. ഏതായാലും ഹാപ്പി ടു സീ യു ഗൈസ്. എല്ലാവരും കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. എല്ലാ അപ്രിസിയേഷനും കാണാതെ പഠിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് അപ്രിസിയേഷൻ കാണാതെ പഠിക്കാൻ പറയാറില്ല. നിങ്ങൾ സ്വന്തമായിട്ട് എഴുതാനാ പറയുക. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം കൂടി പറഞ്ഞുതരാം. അടുത്ത വർഷം നിങ്ങൾ +1 +2 ആണ് അല്ലെ? +1 +2ലെ അപ്രിസിയേഷൻ എങ്ങനെയാ അറിയോ? നിങ്ങൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു പോയവും ആയിരിക്കില്ല തരാം. ഏതെങ്കിലും ഒരു പോയം തന്നിട്ട് അതിന്റെ അപ്രിസിയേഷൻ ആണ് നിങ്ങളോട് എഴുതാൻ പറയാം. അപ്പൊ ആ പോയം വായിച്ചിട്ട് അതിലെ പോയിന്റ് ഡിവൈസിലൊക്കെ നമ്മൾ സ്വന്തം മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, അപ്രിസിയേഷൻ എഴുതാൻ. അപ്പോ 10ാം ക്ലാസ്സിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ആ ഒരു ടെക്സ്റ്റ് ബുക്കിലുള്ള പോയതിന്റെ സ്വന്തം അപ്രിസിയേഷൻ എഴുതാം. അപ്പൊ വീണ്ടും അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം കൂടി പറയുന്നു, സ്വന്തമായിട്ട് എഴുതാൻ കഴിയാത്ത ആളുകൾക്ക് ടീച്ചേഴ്സ് തരുന്ന അപ്രിസിയേഷൻ എന്ത് ചെയ്യാം, കാണാതെ പഠിച്ചിട്ട് എഴുതാം. കാണാതെ പഠിക്കുക എന്നുള്ളത് ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജിനെ സംബന്ധിച്ച് അത്ര ശരിയായ രീതിയാണെന്ന് ഞാൻ, എന്റെ അഭിപ്രായമൊന്നുമില്ല. അപ്പൊ അങ്ങനെ മാർക്ക് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാം, അപ്രിസിയേഷൻ കാണാതെ പഠിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഏതൊരു അപ്രിസിയേഷനും കൊടുക്കാൻ പറ്റുന്ന സെന്റൻസുകൾ, അതാണ് അപ്രിസിയേഷന്റെ മോഡലായിട്ട് നമ്മുടെ ചാനലിൽ നിന്ന് ഷാഫി സാർ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. അത് നിങ്ങൾക്ക് പഠിച്ചിട്ട് അതിലേക്കുള്ള കാര്യങ്ങളും ആ ഒരു പോയത്തിന്റെ, ഇപ്പൊ ഈ ഒരു മദർ ടു സണ്ണിന്റെ ഒരു ചെറിയൊരു സമ്മറി ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സമ്മറിയും കൂടിയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി സ്വന്തമായിട്ട് എഴുതാം. അപ്പൊ സ്വന്തമായിട്ട് എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. അതിൽ എന്തെങ്കിലും പ്രയാസമുള്ള ആളുകൾ കാണാതെ പഠിച്ചിട്ട് എഴുതാം. അതിലും പ്രയാസമുള്ള ആളുകൾ അപ്രിസിയേഷന്റെ മോഡലെങ്കിലും കാണാതെ പഠിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് എഴുതാൻ ശ്രമിക്കുക. അതിലും പ്രയാസമുള്ള ആളുകൾ ആരും ഉണ്ടാവാൻ പാടില്ല, അത് മാർക്കിനെ ബാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഏതായാലും ഡിസ്കോഴ്സ് മോഡൽസ് ഞാൻ പരിചയപ്പെടുത്താം. ഡിസ്കോഴ്സ് മോഡൽസിന് പരിചയപ്പെടുത്തുമ്പോൾ ഞാൻ ഒരു കാര്യം പറയുന്നു, ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല, കുറച്ച് രൂപങ്ങൾ മാത്രമേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ചാനലിൽ, റാൻസ് ലേണിംഗ് പോർട്ടലിലെ ചാനൽ, മെയിൻ ചാനലിലെ ഹോം പേജിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഷോർട്ട് വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ നോട്ടീസിന്റെ മോഡൽ ഞാൻ ചെയ്തതുണ്ടായിരിക്കും. അതുപോലെ തന്നെ നരേറ്റീവ്, ഡയറി, ലെറ്റർ ഒക്കെ ഓരോ വീഡിയോസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ആദ്യം പേഴ്സണൽ ലെറ്ററിന്റെ ഒരു മോഡൽ പറയാം. എല്ലാം നോക്കി കണ്ടും റെഡിയാക്കി വെക്കുക. പേഴ്സണൽ ലെറ്റർ എഴുതുന്ന സമയത്ത് ആദ്യം നിങ്ങൾ എഴുതേണ്ടത് സെൻഡേഴ്സ് അഡ്രസ് വിത്തൗട്ട് നെയിം ആണ്. അതായത് ആരാണോ ലെറ്റർ അയക്കുന്നത് അയാളുടെ അഡ്രസ് പേരെഴുതാതെ എന്ത് ചെയ്തു വെക്കുക, എഴുതി വെക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ആരാണോ ലെറ്റർ അയക്കുന്നത് അയാളുടെ അഡ്രസ് ഒരു 3 ലൈൻ ആയിട്ട് എഴുതി വെക്കുക. അല്ല ഫ്ലാറ്റ് നമ്പർ 13 സ്കൈ ലൈൻ എന്നും പറഞ്ഞിട്ട് ഒരു മോസ്കോന്നോ ലക്നൌന്നോ എന്തെങ്കിലും എഴുതി വെച്ചാൽ അഡ്രസ്സായി. അത് കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ഡേറ്റ്, ഒരു ഡേറ്റ് എന്ത് ചെയ്തിട്ടുണ്ടാവണം, എഴുതിയിട്ടുണ്ടാവണം. അതായത് പേഴ്സണൽ ലെറ്റർ എഴുതുന്ന സമയത്ത് ആരാണോ ലെറ്റർ അയക്കുന്നത് അയാളുടെ അഡ്രസ് പേരില്ലാതെ എഴുതുന്നു. തൊട്ട് താഴെ നമ്മൾ ഡേറ്റ് എഴുതുന്നു. പിന്നെ സല്യൂട്ടേഷൻ ഡിയർ എന്ന് പറഞ്ഞിട്ട് നെയിം. ഇപ്പോ നമ്മുടെ മിസ്റ്റർ ജോൺ AJ ക്രോണിനെ ഒരു താങ്ക് യു ലെറ്റർ അയക്കുകയാണെങ്കിൽ ഡിയർ ഡോക്ടർ അല്ലെങ്കിൽ ഡിയർ AJ ക്രോൺ എന്ന് പറഞ്ഞ് തുടങ്ങുക. ഈ ഒരു സെന്റൻസ് നിങ്ങൾക്ക് കാണാതെ പഠിക്കാം. ഐ ഹോപ്പ് ദിസ് ലെറ്റർ ഫൈൻഡ്സ് യു വെൽ. ഇറ്റ് ഹാസ് ബീൻ ടു ലോങ് സിൻസ് വി ലാസ്റ്റ് കോട്ട് അപ്പ്. കുറെ ആയി നമ്മൾ സംസാരിച്ചിട്ട്.
ഐ വാണ്ടഡ് ടു ടേക്ക് എ മൊമെന്റ് ടു റീകണക്ട് ആൻഡ് ഷെയർ സം അപ്ഡേറ്റ്സ് ഫ്രം മൈ എൻഡ്. എന്റെ ഭാഗത്തു നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിന്നെ എന്ത് ചെയ്യണം, അറിയിക്കണം എന്നൊക്കെ പറയാം. ഇനി അതൊന്നും അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടുള്ള ഹൗ ആർ യു, ഹോപ്പ് യു ആർ ഫൈൻ, ഹോപ്പ് യുവർ ഫാമിലി മെമ്പേഴ്സ് ആർ ഫൈൻ ഒക്കെ നിങ്ങൾക്ക് എഴുതാം. നോ വറീസ്, ഏത് മോഡൽ നിങ്ങൾക്ക് സ്വീകരിക്കാം. അത് കഴിഞ്ഞിട്ട് ഈ ഡോട്ട് ഇട്ട് വെച്ചിരിക്കുന്ന ഭാഗത്ത് എന്താണോ ക്വസ്റ്റ്യൻ അത് നന്നായി വായിച്ചു മനസ്സിലാക്കിയിട്ട് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു പാരഗ്രാഫ് ആയിട്ട് എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതി കൊടുക്കണം. അത് കഴിഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ലുക്കിംഗ് ഫോർവേഡ് ടു ഹോപ്പ്ഫുള്ളി കാച്ചിങ് അപ്പ് സൂൺ, ഉടനെ തന്നെ നമുക്ക് പരസ്പരം കാണാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിഷിംഗ് യു ഓൾ ദ ബെസ്റ്റ് ആൻഡ് സെൻഡിങ് വാം റിഗാർഡ്സ്, എല്ലാവിധ ആശംസകളും ഓൾ ദ ബെസ്റ്റും ഒക്കെ നിന്നെ ഞാൻ അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ലെറ്റർ എന്ത് ചെയ്യാം, കൺക്ലൂഡ് ചെയ്യാം. സെന്റൻസ് പഠിച്ചു പോവാ. ടേക്ക് കെയർ, ലവിംഗ്ലി. ലെറ്റർ എഴുതുന്ന ആളുടെ പേര്, സിഗ്നേച്ചർ എഴുതി വെക്കാം. അത്രയേ ഉള്ളൂ പണി. ഇതും കഴിഞ്ഞാൽ എന്ത്, പേഴ്സണൽ ലെറ്ററിന്റെ മോഡൽ അവിടെ കഴിഞ്ഞു. ഇറ്റ്സ് വെരി സിമ്പിൾ ആണല്ലോ. അപ്പോ നിർബന്ധമായിട്ടും ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ കീപ്പ് ചെയ്തിട്ടുണ്ടാവണം. ഇന്ന് എക്സാം എഴുതിയ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ചിലപ്പോൾ വരെയുള്ള പേപ്പർ ആയിരിക്കും നിങ്ങൾക്ക് ഇന്ന് മുതൽ കിട്ടിയിട്ടുണ്ടാവുക. അപ്പൊ അതിൽ കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്യാൻ, ഇംഗ്ലീഷിന്റെ കാര്യത്തിൽ വൃത്തിയായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സാധിക്കും. സാർ എല്ലാ നോട്ടീസിലും പ്രോഗ്രാം എഴുതണോ? പ്രോഗ്രാം ഡീറ്റെയിൽസ് എല്ലാ നോട്ടീസിലും വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല. പക്ഷെ അത് എഴുതി വെക്കുന്നത് നിങ്ങളുടെ ആ പേപ്പർ നോക്കുന്ന ആൾക്ക് മാർക്ക് ഇടാനുള്ള ഒരു ഏരിയയും കൂടി നമ്മൾ കൊടുക്കുന്നതിന് തുല്യമായിട്ട് മാറും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. ഇനി ഒഫീഷ്യൽ ലെറ്റർ, പേഴ്സണൽ ലെറ്ററിൽ നിന്നും ചെറിയ വ്യത്യാസമുണ്ട്. ഒഫീഷ്യൽ ലെറ്ററിലേക്ക് വരുന്ന സമയത്ത്, ഒഫീഷ്യൽ ലെറ്റർ എഴുതുന്ന സമയത്ത് ആദ്യം എഴുതേണ്ടത് സെൻഡേഴ്സ് അഡ്രസ് വിത്തൗട്ട് നെയിം ആണ്. ആരാണോ ലെറ്റർ അയക്കുന്നത് അയാളുടെ അഡ്രസ്, അവിടെയും എന്ത് വേണമെന്നില്ല, പേര് എഴുതണം എന്നില്ല. ഇപ്പൊ സത്യജിത് റേ ആ ഒരു ടൈഗറിനെ ഉപയോഗിക്കുന്ന പെർമിഷന് വേണ്ടിയിട്ട് അനിമൽ വെൽഫെയർ ബോർഡിലേക്ക് ഒരു ലെറ്റർ അയക്കുന്നത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അപ്പൊ അവിടെ സത്യജിത് റേ എന്ന് എഴുതേണ്ട കാര്യമില്ല. നേരെ എന്ത് ചെയ്യുക, ഫ്ലാറ്റ് നമ്പർ 13 സ്കൈലൈൻ കൽക്കട്ട എന്ന് എഴുതി കഴിഞ്ഞാൽ ആരുടെ അഡ്രസ്സായി, സത്യജിത് റേയുടെ അഡ്രസ്സായി. അത് മതി. അതിന് തൊട്ട് താഴെ എന്ത് എഴുതി വെക്കുക, ഡേറ്റ് എഴുതി വെക്കുക. ഒരു ഡേറ്റ് എഴുതി വെക്കുക. തൊട്ട് താഴെ റിസീവേഴ്സ് അഡ്രസ്, ആർക്കാണോ ലെറ്റർ അയക്കുന്നത് അയാളുടെ ഒരു അഡ്രസ് നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്യുക. ഒരു 3 ലൈൻ മതി. ദ അനിമൽ വെൽഫെയർ ബോർഡ്, 2nd സ്ട്രീറ്റ്, ന്യൂഡൽഹി. കഴിഞ്ഞു, അഡ്രസ്സായി. അപ്പൊ ആ രീതിയിൽ ക്വസ്റ്റ്യനിൽ ആർക്കാണോ ലെറ്റർ അയക്കാൻ പറയുന്നത് അയാളുടെ ഒരു അഡ്രസ് കൊടുക്കാം. ദെൻ സല്യൂട്ടേഷൻ ആയിട്ട് സർ, മാഡം ഏതും കൊടുക്കാം. ദെൻ ഒരു സബ്ജക്റ്റ് ലൈൻ വേണം. ഒറ്റ സെന്റൻസ് മതി. എന്താണോ നമ്മുടെ ഈ ലെറ്റർ ഉദ്ദേശിക്കുന്നത് അതിനെ ഒരു ലൈനായിട്ട് സബ്ജക്റ്റ് എന്ന് എഴുതിക്കൊണ്ട് എന്ത് ചെയ്യുക, എഴുതി വെക്കാം. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് പാരഗ്രാഫ് നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, മൈ നെയിം ഈസ് സത്യജിത് റേ എന്ന് പറഞ്ഞ് തുടങ്ങാം. I am writing this letter to draw your attention to an important matter. ഈ ലെറ്റർ ഞാൻ അയക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ പാരഗ്രാഫ് അത്ര മതി. അധികം വിശദീകരിക്കണം എന്ന് യാതൊരു നിർബന്ധമില്ല. ഈ ഡോട്ട് ഇട്ട ഭാഗത്ത് എന്താണോ നമ്മുടെ ക്വസ്റ്റ്യൻ ഉദ്ദേശിക്കുന്നത് ആ കാര്യം എന്ത് ചെയ്യണം, നല്ലതുപോലെ ഒന്ന് മെൻഷൻ ചെയ്യുക. ഇന്ന കാര്യത്തിന് വേണ്ടിയിട്ട്, ഇന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലെറ്റർ അയക്കുന്നത് എന്നുള്ളത് ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ വിശദീകരിച്ച് അവസാനിപ്പിക്കുമ്പോൾ I would like to bring this serious issue to your attention. ഈ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I hope you will consider my case and take necessary steps. ഈ പറഞ്ഞ കാര്യത്തിന് വേണ്ട നടപടികളെല്ലാം നിങ്ങൾ എടുക്കുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. Yours faithfully, വിശ്വസ്തയോടുകൂടി നെയിം സിഗ്നേച്ചർ എന്ന് എഴുതാൻ വല്ല പ്രയാസം ഉണ്ടോ മക്കളെ? ഒരു പ്രയാസം ഇല്ല അല്ലെ? അപ്പോ പറഞ്ഞേ, ഒഫീഷ്യൽ ലെറ്റർ എഴുതുന്ന സമയത്ത് ആദ്യം നമ്മൾ സെൻഡേഴ്സ് അഡ്രസ് വിത്തൗട്ട് നെയിം, ഡേറ്റ്, റിസീവേഴ്സ് അഡ്രസ്, സബ്ജക്ട്, ഈ ഫോർമാറ്റ് കീപ്പ് ചെയ്യണം. അതുപോലെ ഫസ്റ്റത്തെ ഒരു പാരഗ്രാഫ്, ലാസ്റ്റ് ഒരു പാരഗ്രാഫ്, ഈ ഒരു കൺക്ലൂഡിംഗ് ഭാഗം, ഇത്രയും ഉണ്ടെങ്കിൽ തന്നെ 6 മാർക്കിൽ ഒരു 3-3.5 നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സുഖസുന്ദരമായിട്ട് ലഭിക്കും. അതിലേക്ക് ഈ ഒരു മെയിൻ പാരഗ്രാഫും കൂടി ഒന്ന് എഴുതി പിടിപ്പിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ, ബ്ലാങ്ക് ആക്കി ഇടരുത്, എഴുതി പിടിപ്പിച്ചാൽ സുഖസുന്ദരമായിട്ട് 5-6 മാർക്ക് നിങ്ങൾക്ക് വാങ്ങാം. എന്തായാലും വാങ്ങാൻ പറ്റും. അപ്പോ പേഴ്സണൽ ലെറ്ററായി, ഒഫീഷ്യൽ ലെറ്ററായി കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത മോഡൽ എന്ന് പറയുന്നത് പ്രൊഫൈലാണ്. നിങ്ങൾ ആ ഒരു മോഡൽ എക്സാമിന് ഡിസ്കഷനിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു മോഡൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പ്രൊഫൈൽ എഴുതുന്ന സമയത്ത് ആദ്യം ആരുടെ പ്രൊഫൈലാണോ എഴുതുന്നത് അയാളുടെ പേര് ഹെഡിങ് ആയിട്ട് കൊടുക്കുക. ദെൻ ആ തന്നിരിക്കുന്ന ആള് പല മേഖലകളിലും ഫേമസ് ആയിരിക്കും. ചിലപ്പോൾ റൈറ്റർ ആയിരിക്കാം, പോയറ്റ് ആയിരിക്കാം, എന്തുവാവാം. അങ്ങനെ തുടങ്ങാം. ദ ഫേമസ് റൈറ്റർ അല്ലെങ്കിൽ പോയറ്റ്, അയാളുടെ പേര് കൊടുക്കുക. വാസ് ബോൺ ഓൺ എന്ന് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ഡേറ്റ്. അപ്പൊ ഡേറ്റ് തരുന്ന സമയത്ത് ഫോർ എക്സാമ്പിൾ ഡേറ്റ് തന്നിരിക്കുന്നത് 5/3/2024 ആണെന്ന് വിചാരിക്കാം. ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓൺ 5/3 എന്നുള്ളതിന് പകരം മാർച്ച് എന്ന് കൊടുക്കാം. മാർച്ച്
then 2024. ഇങ്ങനെ എഴുതാം. കംപ്ലീറ്റ് ഡേറ്റ് ആണ്. ഇവിടെ 5 മാർച്ച് എഴുതിയതിനു ശേഷം ഈ ഇയറിന് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, കട്ട് ചെയ്തിട്ട് ഇൻ 2024 എന്നൊന്നും ആക്കേണ്ട കാര്യമില്ല. അപ്പൊ ആ രീതിയിൽ ആ ഒരു ഡേറ്റ് കംപ്ലീറ്റ് അവിടെ എഴുതി വെക്കുക, ഓൺ എഴുതിയിട്ട്. ദെൻ ഇൻ പ്ലേസ്. ഇപ്പൊ 2 സ്ഥലം തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാവനൂർ മലപ്പുറം ഇങ്ങനെ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറിയ സ്ഥലത്തിന്റെ മുന്നിൽ അറ്റ്, വലിയ സ്ഥലത്തിന് മുന്നിൽ ഇൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അതല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി, ഇൻ കാവനൂർ മലപ്പുറം. ഇത്ര മതി. ഇങ്ങനെ എഴുതിയാലും കറക്റ്റ് ആണ് കേട്ടോ. ഈ രീതിയും നിങ്ങൾക്ക് സ്വീകരിക്കാം. 2 സ്ഥലങ്ങൾ തന്നിട്ടുണ്ടെങ്കിൽ ഇൻ എഴുതിയിട്ട് 2 സ്ഥലങ്ങളെയും കോമയിട്ട് സെപ്പറേറ്റ് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ ചെയ്യാം. Then he or she completed his or her education from എന്ന് പറഞ്ഞിട്ട് നെയിം ഓഫ് ദ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് എഴുതി വെക്കുക. ഈ നെയിം ഓഫ് ദ കോളേജ് അല്ലെങ്കിൽ സ്കൂൾ എന്നുള്ളതിന് പകരം ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ അൽമാമേറ്റ എന്ന് തരാറുണ്ട്. ഈ അൽമാമേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് കോളേജ് അല്ലെങ്കിൽ സ്കൂൾ ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക. അത് എഴുതി വെക്കുക. Then he is a famous as, ഒരു മരണം കഴിഞ്ഞ ആളൊക്കെ ആണെങ്കിൽ, മരണപ്പെട്ട ആളൊക്കെ ആണെങ്കിൽ വാസ് ഉപയോഗിക്കാം, ഏതായാലും പ്രശ്നമൊന്നുമില്ല. he was famous as, he is famous as occupation തന്നിട്ടുണ്ടാവും, എഴുതി വെക്കുക. his അല്ലെങ്കിൽ her important works are എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്ന വർക്കുകളുടെ പേര് കൃത്യമായിട്ട് എഴുതി വെക്കണം. അങ്ങനെ വർക്കുകളുടെ പേര് എഴുതി വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ വർക്കുകളുടെ പേര് തുടങ്ങേണ്ടത് എന്തിലായിരിക്കണം, ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം. അപ്പൊ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഇമ്പോർട്ടന്റ് വർക്കാണ് എന്ത്, ബാല്യകാല സഖി എന്ന് പറയുന്നത്. സോ ബാല്യകാല സഖി എന്ന് എഴുതുന്ന സമയത്ത് ബാല്യകാല സഖിയുടെ ആ ഒരു ബി എന്തായിരിക്കണം, ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം. അതൊരു ഇൻവേർട്ടഡ് കോമയ്ക്കകത്തും എന്ത് ചെയ്യുക, എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക. എഴുതാനായിട്ട് ശ്രമിക്കുക. ദെൻ കോമയിട്ടിട്ട് അടുത്ത വർക്കിന്റെ പേരൊക്കെ എഴുതി വെക്കുക. അതുപോലെ he was awarded, അവാർഡ് എന്ന് പറയുന്ന പോയിന്റിന് എഴുതേണ്ടത് എങ്ങനെയാണ്, he was awarded എന്ന് എഴുതി വെക്കുക. he awarded എന്ന് എഴുതിയ തെറ്റാണ്. he was awarded എന്ന് എഴുതി വെക്കുക. ആ ഒരു അവാർഡ് എഴുതുന്ന സമയത്തും, ഇപ്പൊ നോബൽ പ്രൈസ് എഴുതുന്ന സമയത്ത് ആ ഒരു എൻ എന്തായിരിക്കണം, ക്യാപിറ്റൽ ആയിരിക്കണം. ശ്രദ്ധിക്കുക, നോബൽ പ്രൈസ് അത് കിട്ടിയ ഇയർ തന്നിട്ടുണ്ടെങ്കിൽ ഇൻ എന്ന് പറഞ്ഞിട്ട് വേണം എന്ത് എഴുതി വെക്കാൻ, ആ ഒരു വർഷം, ആ ഒരു ഇയർ എഴുതി വെക്കാൻ. അതും ശ്രദ്ധിച്ചോളാം. ദെൻ ഡെത്ത് തരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ എഴുതിയാൽ മതി, he passed away on എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു വെക്കുക, ആ ഡേറ്റും എഴുതി വെക്കുക. ഓൺ ഡേറ്റ് മറക്കരുത്, ഓൺ ഡേറ്റ്. അറ്റ് ദ ഏജ്, ഏത് പ്രായത്തിലാണ് മരണം സംഭവിച്ചത് എന്നുള്ളത് തന്നിട്ടുണ്ടെങ്കിൽ അറ്റ് ദ ഏജ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഏജ്, ഇപ്പൊ 71, 71ാമത്തെ വയസ്സിലാണ് മരണം സംഭവിച്ചതെങ്കിൽ അറ്റ് ദ ഏജ് ഓഫ് 71 എന്ന് എന്ത് ചെയ്തു വെക്കുക, അവിടെ എഴുതി വെക്കുക. ഇനി അത് തന്നിട്ടില്ലെങ്കിൽ വെറുതെ ഡെത്ത് ഇയറും ബർത്ത് ഇയറും കൂടി മൈനസ് ചെയ്യാനൊന്നും നിങ്ങളുടെ നേരം കളയാൻ നിൽക്കണ്ട. തന്നിട്ടില്ലെങ്കിൽ എഴുതണ്ട, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ആ കാര്യം കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പ്രൊഫൈൽ റൈറ്റിംഗ് ആയി. ഇനി എഡ്യൂക്കേഷൻ എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് വേറെ ആൾട്ടർനേറ്റീവ് ആയുള്ള സെന്റൻസ് സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ ഇത് സ്വീകരിക്കാം. he graduated from എന്ന് പറഞ്ഞിട്ട് നെയിം ഓഫ് ദ സ്കൂളോ കോളേജോ എഴുതി വെക്കാം. അല്ലെങ്കിൽ he finished schooling അല്ലെങ്കിൽ കോളേജ് at എന്ന് പറഞ്ഞിട്ട് ആ സ്ഥലം എഴുതി വെക്കാം. അല്ലെങ്കിൽ he received education at എന്ന് പറഞ്ഞിട്ട് ആ തന്നിരിക്കുന്ന സ്ഥലങ്ങൾ എഴുതി വെക്കാം. അല്ലെങ്കിൽ he attained education from എന്ന് പറഞ്ഞിട്ടും ആ തന്നിരിക്കുന്ന പോയിന്റ്സ് ആഡ് ചെയ്യാം. ഇനി നോൺ ആസ്, ഫേമസ് ആസ് അല്ലെങ്കിൽ നോൺ ആസ് എന്നുള്ളതിന് he is renowned as എന്ന് പറഞ്ഞുകൊണ്ട് occupation എഴുതി വെക്കാം. അല്ലെങ്കിൽ he is well known as എന്നുകൊണ്ട് എഴുതി വെക്കാം. he is celebrated as എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെക്കാം. he is recognized as എന്ന് പറഞ്ഞുകൊണ്ടും occupation എഴുതി വെക്കാം. അദ്ദേഹത്തിന്റെ വർക്ക്സ് ചെയ്യുന്ന സമയത്ത് സം ഓഫ് ഹിസ്, അവിടെ ഹെറിയ വായിക്കാതെ പോവാണ്, ശ്രദ്ധിക്കുക കേട്ടോ. സം ഓഫ് ഹിസ് സിഗ്നിഫിക്കന്റ് വർക്ക്സ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞിട്ട് ആ വർക്കുകളുടെ പേര് എഴുതി വെക്കാം. അല്ലെങ്കിൽ he is known for his important contributions such as എന്ന് പറഞ്ഞുകൊണ്ട് വർക്കിന്റെ പേര് എഴുതി വെക്കാം. among his notable achievements are എന്ന് പറഞ്ഞുകൊണ്ടും വർക്ക്സിന്റെ പേര് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എഴുതി വെക്കാം. ഇനി ഡെത്ത്, he departed on, he passed away on നമ്മൾ പറഞ്ഞു, അതിന് പകരം he departed on എന്ന് പറഞ്ഞുകൊണ്ട് ഡേറ്റ് എഴുതി വെക്കാം. he left us on, അദ്ദേഹം നമ്മളെ വിട്ടു പിരിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെക്കാം. he passed away നമ്മൾ നേരത്തെ പറഞ്ഞു. he left this world on എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി വെക്കാം. he took his last breath on, അദ്ദേഹം അദ്ദേഹത്തിന്റെ അവസാനത്തെ ശ്വാസം വലിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടും നിങ്ങൾക്ക് എന്ത് എഴുതി വെക്കാം, ഡെത്ത് എഴുതി വെക്കാം. ഏത് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, ഏതും നിങ്ങൾക്ക് സ്വീകരിക്കാം. എല്ലാതും ഒരേപോലെ ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് മോഡൽ പറഞ്ഞു മാത്രം.
അത് കഴിഞ്ഞാൽ നമ്മുടെ ഷോർട്ട് വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ പറഞ്ഞ സെയിം സാധനം തന്നെയാണ് ഇത് ഈ നോട്ടീസ് എന്ന് പറയുന്നത്. നോട്ടീസ് എഴുതുന്ന സമയത്ത് ആദ്യം നോട്ടീസിൽ ഹെഡിങ് കൊടുക്കുക, നെയിം ഓഫ് ദ പ്രോഗ്രാം ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ച് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് കൊടുക്കുക, നെയിം ഓഫ് ദ സ്കൂൾ ABC സ്കൂൾ എന്ന് പറഞ്ഞു കൊടുക്കുക, ക്വസ്റ്റ്യൻ പേപ്പറിൽ ആരെയാണ് അഡ്രസ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ കൊടുക്കുക, ഇല്ലെങ്കിൽ ഡിയർ ഫ്രണ്ട്സ്, ഡിയർ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്, ഡിയർ പാരന്റ്സ് അങ്ങനെ എഴുതി കൊടുക്കുക. ഏതാണോ ആപ്റ്റ് അത് സ്വീകരിക്കുക. ദെൻ ദ നെയിം ഓഫ് ദ ക്ലബ്, ഈ ഒരു ബോക്സിനകത്ത് ഈ ഒരു സ്ക്വയർ ബ്രാക്കറ്റിന്റെ സ്ഥാനത്ത് ഏതാണോ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയുന്ന ക്ലബ്ബ് അത് എഴുതി കൊടുക്കുക. ഇപ്പൊ ഇംഗ്ലീഷ് ക്ലബ് ആണെങ്കിൽ ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് നെയിം ഓഫ് ദ സ്കൂൾ ABC സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട്, ആ ഒരു പ്രോഗ്രാമിന്റെ പേര് കൃത്യമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടുണ്ടാവും, ആ ഒരു പേര് അവിടെ കൊടുക്കുക. ഇനി അതൊരു അവതരണമാണെങ്കിൽ വല്ല നാടകം അവതരിപ്പിക്കലാണെങ്കിൽ ഡിസൈഡഡ് ടു കണ്ടക്റ്റിന് പകരം ഇവിടെ എന്ത് വരും, സ്റ്റേജ് വരും എന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ദെൻ ഡേറ്റിന്റെ മുന്നിൽ ഓണ്, ടൈമിന്റെ മുന്നിൽ അറ്റ്, ആ ഒരു സ്ഥലത്തിന്റെ മുന്നിൽ പരിപാടി നടക്കുന്ന സ്ഥലം സ്കൂൾ ഓഡിറ്റോറിയം, അതിന്റെ മുന്നിൽ ഇൻ, ശ്രദ്ധിക്കണം. ദെൻ ദ ഫേമസ് റൈറ്റർ ആണെങ്കിൽ റൈറ്റർ, പോയറ്റ്, നെയിം, ആരാണോ ഇനാഗുറേഷൻ ചെയ്യാൻ വരുന്നത് അയാളുടെ പേര് കൊടുക്കുക. ഹാസ് കൺസെന്റഡ് ടു ഇനാഗുറേറ്റ് ദ പ്രോഗ്രാം, ഓൾ ആർ കോർഡിയലി ഇൻവൈറ്റിംഗ് ടു അറ്റൻഡ് ദിസ് പ്രോഗ്രാം. കാണാതെ അങ്ങ് പഠിച്ചുകൂടാ, ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓൾ ആർ വെൽക്കം എന്ന് പറയുന്നതോട് കൂടി നോട്ടീസ് അവിടെ അവസാനിക്കുന്നു. ഇതിൽ ഞാൻ പ്രോഗ്രാം ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല, പഠിച്ചു പോകണം. പ്രോഗ്രാം ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നില്ല കേട്ടോ. ആ ഒരു പ്രോഗ്രാം ഡീറ്റെയിൽസിൽ നിങ്ങൾക്ക് വെന്യൂ, ഡേറ്റ്, ടൈം സെപ്പറേറ്റ് എഴുതാം. ദെൻ പ്രയർ, വെൽക്കം സ്പീച്ച്, പ്രസിഡൻഷ്യൽ അഡ്രസ്, ഇനാഗുറേഷൻ, ഫെലിസിറ്റേഷൻ, വോട്ട് ഓഫ് താങ്ക്സ്, ഈ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡിൽ ഡേറ്റ്, പ്ലേസ്, റൈറ്റ് സൈഡിൽ സെക്രട്ടറി ഓഫ് ദി ക്ലബ്ബ്, സിഗ്നേച്ചർ. ഇത്രയും കാര്യങ്ങൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കഴിഞ്ഞു മക്കളെ, നോട്ടീസും അവിടെ കഴിയുന്നു. ദെൻ നേരെ എന്തിലേക്ക് വരാം, സ്പീച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏത് സ്പീച്ച് തന്നാലും ഒരു തുടക്കം വളരെ ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. നമ്മള് ചിമമണ്ട നിങ്കോസി അഡീച്ചിയുടെ ഡേഞ്ചർ ഓഫ് എ സിംഗിൾ സ്റ്റോറി എന്ന് പറയുന്ന ആ ഒരു സ്പീച്ച് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാര്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു തുടക്കമൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ നമ്മൾ എക്സാമിന് എഴുതുന്ന സമയത്ത് ഒരു സ്പീച്ചിന് ഒരു മോഡൽ വേണം. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ തുടങ്ങാം, റെസ്പെക്റ്റഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. I have immense pleasure to be here on this occasion. ഈ ഒരു സന്ദർഭത്തിൽ ഇവിടെ വന്നു നിൽക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു ഓൾമൈറ്റി ഹു ഹാസ് എംപവേർഡ് മീ ടു സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് യു. ആദ്യം നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്നു നിൽക്കാൻ എന്നെ സഹായിച്ച ദൈവത്തിന് ഞാൻ എന്ത് ചെയ്യുന്നു, നന്ദി പറയുന്നു. ഹിയർ ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ വ്യൂസ് റിഗാർഡിംഗ്, കണ്ടല്ലോ ഈ ഒരു ഭാഗത്ത് ആ ഒരു ടോപ്പിക് നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. ദ സോഷ്യൽ ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡ് ടു കണ്ടക്ട് a speech competition on the topic child labor. ചൈൽഡ് ലേബർ എന്ന് പറയുന്ന ടോപ്പിക് മുൻനിർത്തിക്കൊണ്ട് ഒരു സ്പീച്ച് കോമ്പറ്റീഷൻ എന്ത് ചെയ്യാൻ പോകുന്നു, നിങ്ങളുടെ സ്കൂളിൽ നടത്താൻ പോകുന്നു. ബേസ്ഡ് ഓൺ ദ ലെസൺ വാങ്ക യു ആർ ഗോയിങ് ടു പ്രിപ്പയർ എ സ്ക്രിപ്റ്റ് ഓഫ് ദ സെയിം. ആ ഒരു സ്പീച്ചിന് വേണ്ട ഒരു സ്ക്രിപ്റ്റ് നിങ്ങൾ തയ്യാറാക്കിയാൽ ഹൗ വുഡ് ബി ദാറ്റ്, അതെങ്ങനെയായിരിക്കും എന്നാണ് ചോദ്യം എന്നുണ്ടെങ്കിൽ ഹിയർ ഐ വുഡ് ലൈക്ക് ടു ഷെയർ മൈ വ്യൂസ് റിഗാർഡിംഗ് ചൈൽഡ് ലേബർ. ഓക്കെ, ആ രീതിയിൽ എഴുതി കൊടുക്കാം, വിത്ത് യു എന്ന് പറയുന്നു. പിന്നെ ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. അതെനിക്ക് മോഡലായിട്ട് ഇവിടെ തരാൻ കഴിയില്ല. അവസാനിപ്പിക്കുന്ന സമയത്ത് ഐ കൺക്ലൂഡ് മൈ വേർഡ്സ് ആൻഡ് എക്സ്റ്റെൻഡിങ് ഹേർട്ടി താങ്ക്സ് ടു ഓൾ. എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു, എല്ലാവർക്കും ഞാൻ എന്ത് ചെയ്യുന്നു, നന്ദി അറിയിച്ചു കൊള്ളുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്പീച്ച് അവസാനിപ്പിക്കാം. ഡയറിയുടെ ഹാപ്പി സാഡ് മൂഡിലുള്ള 2 ഡയറി ഞാനിവിടെ സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള വിശദമായിട്ടുള്ള ഡയറിയുടെ മോഡൽ ഷാഫി സാർ നമ്മുടെ ഹോം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അതിലുള്ള ഷോർട്ട് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ ഡയറി പ്ലസ് നരേറ്റീവ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് പോയി കാണുക, അതിലുള്ള സെന്റൻസുകൾ കോപ്പി ചെയ്യുക, കാണാതെ പഠിക്കുക, പോയി എഴുതുക. ഇവിടെ സിമ്പിൾ ആയിട്ട് ഞാൻ കൊടുത്തിരിക്കുന്നു. ഒരു ഹാപ്പി മൂഡിലുള്ള ഡയറി ആണെങ്കിൽ നിർബന്ധമായിട്ടും ഡയറിയിൽ എന്ത് വേണം, ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവണം. ഡേറ്റ് ഏത് രീതിയിലും സ്വീകരിക്കാം. ഇവിടെ ഡേ കൊടുക്കാം, ഇവിടെ മന്ത് കൊടുക്കാം, ഇവിടെ ഇയർ കൊടുക്കാം, ഒരുമിച്ച് കൊടുക്കാം, എങ്ങനെ വേണമെങ്കിലും സ്വീകരിക്കാം. ദെൻ what a good day it was. ഇത് എന്തൊരു മനോഹരമായ നല്ല ദിവസമായിരുന്നു. I was really happy today. ഞാൻ ഭയങ്കര സന്തോഷവാനാണ്. I never enjoyed like this before. ഇങ്ങനെ ഞാൻ ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല, എൻജോയ് ചെയ്തിട്ടില്ല. പിന്നെ എന്താണോ ക്വസ്റ്റ്യൻ അതുമായി റിലേറ്റഡ് ആയുള്ള കാര്യങ്ങൾ എഴുതി വെക്കാം. ഇപ്പോ മാർത്തയ്ക്ക് സ്കോളർഷിപ്പ് ജാക്കറ്റ് കിട്ടാൻ പോകുന്നു എന്നുള്ള ആ ഒരു സംഭവം അവൾ അറിഞ്ഞ അന്നത്തെ ഡയറി ആണെങ്കിൽ എന്ത് ചെയ്യാം, I'm gonna get the scholarship jacket this year. ഈ വർഷത്തെ ജാക്കറ്റ് എനിക്കാണ് കിട്ടാൻ പോകുന്നത്. And there was a lot of problems behind the story of scholarship jacket. ആ scholarship jacketന്റെ കഥയിൽ ഒരുപാട് പ്രയാസപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നു. But the black cloud has removed. ആ ഒരു കറുത്ത മേഘങ്ങളൊക്കെ എന്തായിട്ടുണ്ട്, ഇപ്പോ
റിമൂവ്ഡ് ആയിട്ടുണ്ട്, ഹാസ് ബീൻ റിമൂവ്ഡ്, എല്ലാം മാറ്റപ്പെട്ടിട്ടുണ്ട്, പുകപടലങ്ങളൊക്കെ നീങ്ങിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഫീലിങ്സ്, അന്നത്തെ ദിവസത്തെ ഫീലിങ്സ് അവിടെ അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യാന്നുള്ളതാണ്. ദെൻ താങ്ക് യു, അവസാനിപ്പിക്കുന്ന സമയത്ത് താങ്ക് യു ഗോഡ് ഫോർ ഗിവിംഗ് മീ സച്ച് എ വണ്ടർഫുൾ ഡേ, ഇങ്ങനെ മനോഹരമായ ഒരു ദിവസം തന്നതിൽ ഞാൻ ദൈവത്തിന് നല്ല ഒരു താങ്ക് യു പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. ഒരു തുടക്കവും ഒരു ഒടുക്കും തന്നിട്ടുണ്ട്. ഇവിടുത്തത് നിങ്ങളുടെ കയ്യിലാണ്, മാക്സിമം എഴുതി പിടിപ്പിക്കുക. ഡയറി എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിച്ചുവാരി എഴുതലല്ല, ആ ഒരു ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യലാണ് കേട്ടോ. ഇനി ഒരു സാഡ് മൂഡിലേക്കുള്ള ഡയറി ആവുമ്പോൾ ഓ വാട്ട് എ ഗുഡ് ഡേ എന്നുള്ളത് എന്തായിട്ട് മാറി, ഓ വാട്ട് എ ബാഡ് ഡേ ഇറ്റ് വാസ്, എന്തൊരു സങ്കടകരമായ ദിവസമായിരുന്നു. ഐ വാസ് റിയലി സാഡ്, ഞാൻ ഭയങ്കര ദുഃഖിതനാണ്. ഐ നെവർ ഫെൽറ്റ് ബ്ലൂ ലൈക്ക് ദിസ് ബിഫോർ, കണ്ടല്ലോ, ഫീൽ ബ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാഡ്, ദുഃഖിക്കുക എന്നുള്ള അർത്ഥമാണ്. ഐ നെവർ ഫെൽറ്റ് ബ്ലൂ ലൈക്ക് ദിസ് ബിഫോർ, ഇങ്ങനെ ഒരു സങ്കടം ഞാൻ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, ഫീൽ ചെയ്തിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. അപ്പൊ എന്താണ് ആ സങ്കടം എന്നുള്ളത് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റണം, എഴുതാൻ പറ്റണം. ഇതേപോലെ തന്നെ മാർത്ത എന്ത് ചെയ്യാണ്, ആ ഒരു ആർഗ്യുമെന്റ് കേട്ട ആ ദിവസം, ആ ഒരു മിസ്റ്റർ ഷ്മിറ്റും മിസ്റ്റർ ബൂണും തമ്മിലുള്ള ആർഗ്യുമെന്റ് കേട്ട അന്ന് രാത്രി എഴുതുന്ന ഡയറി ആണെങ്കിൽ അത് എങ്ങനെയായിരിക്കും എഴുതിയാൽ മതി. സോ മേ ഗോഡ് ഫൈൻഡ് എ വേ, ദൈവം തന്നെ ഒരു വഴി കാണിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സാഡ് മൂഡിലുള്ള ഡയറി അവിടെ അവസാനിപ്പിക്കാം. ഇനി ദേ അപ്രിസിയേഷന്റെ ഒരു മോഡലും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഏതൊരു പോയത്തിന്റെ അപ്രിസിയേഷൻ ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സെന്റൻസുകൾ നമുക്ക് അതിലേക്ക് കടമായിട്ട് എടുക്കാൻ സാധിക്കും. അങ്ങനെ എടുക്കുകയാണെങ്കിൽ അപ്രിസിയേഷൻ മോഡൽ എന്താ, ഈസ് എ ബ്യൂട്ടിഫുൾ ആൻഡ് വണ്ടർഫുൾ പോയം എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ലൈനിൽ എന്താണ്, ഇപ്പൊ ലൈൻസ് റിട്ടൺ ഇൻ ഏർലി സ്പ്രിംഗ് ആണെങ്കിൽ പോയട്രി മതി, ഒരുപാട് എഴുതണ്ടല്ലോ അല്ലെ. പോയട്രി ആണെങ്കിൽ പോയട്രി, ഇവിടെ പോയട്രി എഴുതി കൊടുക്കാം. ആ ഒരു പോയത്തിന്റെ പേരോടെ എഴുതി കൊടുക്കാം, പോയട്രി ഈസ് എ ബ്യൂട്ടിഫുൾ ആൻഡ് വണ്ടർഫുൾ പോയം ഡാഷ് ബ്യൂട്ടിഫുൾ ആൻഡ് വണ്ടർഫുൾ പോയം, വളരെ മനോഹരമായ ഒരു കവിതയാണത്. റിട്ടൺ ബൈ ദ ഫേമസ് പോയറ്റ് എന്ന് പറഞ്ഞിട്ട് ആരാണോ പോയറ്റ് അതുകൂടെ എഴുതി കൊടുക്കുക. പോയറ്റിന്റെ കേസിൽ പാബ്ലോ നെരൂദ ആയതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്തു, പാബ്ലോ നെരൂദ എന്ന് ഞാൻ എഴുതി കൊടുത്തു, പാബ്ലോ നെരൂദ. The poet has used many thoughts and inspiring lines in this poem. ഈ ഒരു പോയിന്റ് ഇനി തള്ളി മറക്കലാണ് അല്ലെ, നമ്മള് എല്ലാവരും പറയുന്ന പോലെ തന്നെ കത്തി വെക്കുക എന്ന് പറയില്ലേ, അവിടെ വെച്ചോളാം. The poet has used many thoughts and inspiring lines in this poem. എല്ലാവരും സ്വാധീനിക്കുന്ന രീതിയിൽ ഒരുപാട് വരികൾ ആരും ഉപയോഗിച്ചിട്ടുണ്ട്, പോയിറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്ക് ചിലപ്പോൾ ആ വരികളൊന്നും മനസ്സിലായിട്ട് കൂടി ഉണ്ടാവില്ല, എങ്കിലും എഴുതിക്കൂടാം. So we can't shut our eyes against the good nature of this poem. ആ കവിതയുടെ ഗുഡ് നേച്ചറിനെതിരെ കണ്ണടയ്ക്കാൻ നമുക്ക് സാധിക്കില്ല. കണ്ണ് തുറന്നുകൊണ്ട് അത് വായിച്ചിരിക്കാനേ നമുക്ക് എപ്പോഴും തോന്നുള്ളൂ. Moreover, അതുവരി it has many lines, ഒരുപാട് വരികളുണ്ട്. When we read, we can easily understand what the poem is saying. ആ ഒരു വരികൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, മനസ്സിലാവാത്തൊരു പ്രശ്നം വരില്ല, നമുക്ക് ഈസി ആയിട്ട് കവിത മനസ്സിലാക്കാൻ പറ്റും. ഏതാ, പോയട്രി. യെസ്. Then in this nice poem, the poet tells us the importance of. ഇനിയാണ് കളി. എന്താ, ഈ കവിതയിൽ പോയറ്റ് എന്തിന്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു ഡാഷ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എന്താണോ ആ കവിതയുടെ ഇമ്പോർട്ടൻസ് എന്നുള്ളത് ഇവിടെ എഴുതി വെക്കാം. The poet clearly shows us that dash. ഇനി നിങ്ങൾ എഴുതണം, റെലവന്റ് പോയിന്റ് ആണ്. എല്ലാ പോയിന്റ്സിന്റെ ഒരു ഷോർട്ട് സമ്മറി ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഷോർട്ട് സമ്മറി പഠിച്ചുകൊണ്ട് ഇവിടെ എഴുതി വെച്ച് കഴിഞ്ഞാൽ അപ്രിസിയേഷൻ ആയി മക്കളെ. അവിടെ എഴുതിക്കോ, ധൈര്യമായിട്ട് എഴുതിക്കോ കേട്ടോ. ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലുള്ള കാര്യം പറഞ്ഞു. കാണാതെ പഠിച്ചു കഴിഞ്ഞ ആളുകൾ ഉണ്ടെങ്കിൽ അത് എഴുതിയാൽ മതി. സ്വന്തമായിട്ട് അപ്രിസിയേഷൻ എഴുതാൻ കഴിയുന്ന ആളുകൾ ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുക, അതാണ് ബെസ്റ്റ്. അതൊന്നും കഴിയാത്ത ആളുകൾ ഈ ഒരു ഷോർട്ട് സമ്മറി പഠിച്ചിട്ട് അത് ഇവിടെ എഴുതി വെക്കാം. അപ്പൊ അതേ നമുക്ക് ചെയ്യാനുള്ളൂ കേട്ടോ. So the poet clearly shows us that relevant points എന്ന് പറഞ്ഞിട്ട് ആ സമ്മറി നമ്മളോട് എഴുതി കൊടുക്കുന്നു. Then a paragraph about poetic device. ഏത് അപ്രിസിയേഷൻ എഴുതാണെങ്കിലും ഇമ്പോർട്ടന്റ് ആണ് തന്നിരിക്കുന്ന വരികളിലെ പോയറ്റിക് ഡിവൈസുകളെ കുറിച്ച് പറയുന്ന ഒരു പാരഗ്രാഫ് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവണം, എഴുതിയിട്ടുണ്ടാവണം. അങ്ങനെ അവസാനിപ്പിക്കുന്ന സമയത്ത് in short we can simply say that, ചുരുക്കത്തിൽ നമുക്ക് എന്ത് പറയാം, the poem is really wonderful and the poet expresses his feelings, thoughts, ideas and emotions in beautiful manner. പോയറ്റിന്റെ ഫീലിങ്സും തോട്ട്സും ഐഡിയാസും ഒക്കെ വളരെ മനോഹരമായ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കവിതയിൽ അദ്ദേഹം എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആ ഒരു അപ്രിസിയേഷനും അവസാനിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോ മോഡൽ തരാൻ പറ്റുന്നതിന്റെ ഒക്കെ മോഡൽ ഞാനിപ്പോ ഇവിടെ തന്നിട്ടുണ്ട്. ഏതൊക്കെയാ തന്നത്, ഡിസ്കോഴ്സ് മോഡലിൽ പേഴ്സണൽ ലെറ്റർ തന്നു, ഒഫീഷ്യൽ ലെറ്റർ തന്നു, പ്രൊഫൈൽ തന്നു, അതുപോലെ തന്നെ നോട്ടീസ്, സ്പീച്ച്, ഡയറി, 2 മോഡലുള്ള ഡയറി തന്നു, അപ്രിസിയേഷന്റെ മോഡലും തന്നു. ഇനി അവസാനമായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതാണ് മക്കളെ, ബിലീവ് ഇൻ യുവർ പ്രിപ്പറേഷൻ ആൻഡ് ട്രസ്റ്റ് ഇൻ യുവർ എബിലിറ്റീസ് ആസ് യു ടാക്കിൾ യുവർ 10th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ബോർഡ് എക്സാം. നിങ്ങളുടെ പ്രിപ്പറേഷനിൽ നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ വിശ്വസിക്കുക. എന്തിനു വേണ്ടിയിട്ടാ,
ടു ടാക്കിൾ യുവർ 10th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ബോർഡ് എക്സാം. വരാനിരിക്കുന്ന 6-ാം തീയതി നിങ്ങൾ എഴുതാൻ പോകുന്ന ഇംഗ്ലീഷ് ബോർഡ് എക്സാം ടാക്കിൾ ചെയ്യാൻ, അതിനെ കൈകാര്യം ചെയ്യാൻ, അതിനെ വരുതിയിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ പ്രിപ്പറേഷനിൽ നിങ്ങൾ വിശ്വസിച്ചോ. സ്റ്റേ ഫോക്കസ്ഡ്, സ്റ്റേ കാം ആൻഡ് ഗിവ് ഇറ്റ് യുവർ ബെസ്റ്റ് ഷോട്ട്. അവിടെയാണ് കാര്യം. നല്ല രീതിയിൽ ഫോക്കസ് കൊടുത്തോ, നല്ല രീതിയിൽ കാമായിട്ട് നിന്നോ, നിങ്ങളുടെ ബെസ്റ്റ് എഫേർട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, പഠിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ കൊടുക്കണം. ദെൻ യു ഹാവ് ഗോട്ട് ദിസ്. നിങ്ങൾക്ക് കിട്ടി, ഫുൾ A+ കിട്ടി, ഇംഗ്ലീഷിന് A+ കിട്ടി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങൾക്ക് അത് കിട്ടി കിട്ടി കിട്ടി. A+ ഷുവർ ആണ് കേട്ടോ. അപ്പോ ഇന്നെടുത്ത അത്രയും കാര്യങ്ങൾ ഒന്നും കൂടി നിങ്ങൾ റിവൈസ് ചെയ്യണം. ഈ പോയിന്റ്സുകളിലൂടെ ഒക്കെ ഒന്നും കൂടി നിങ്ങൾ കടന്നു പോകണം. ചാപ്റ്റേഴ്സിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. മോഡൽസും കൃത്യമായിട്ട് മനസ്സിലാക്കണം. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഗുഡ് ലക്ക്, ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവിധ ഭാവങ്ങളും നേരാണ്. കാരണം നാളെ നമ്മൾ വീണ്ടും ലൈവിൽ ജോയിൻ ചെയ്യുന്ന സമയമാകുമ്പോഴേക്കും, അതായത് ഇന്ന് രാത്രി കുറച്ച് സമയം ഇരിക്കുന്നു, നാളെ രാവിലെ നേരത്തെ നീക്കണം. ഒരു 4-4:30 കൂടിയൊക്കെ എണീറ്റ് പഠനം തുടങ്ങണം. ആ ഒരു സമയം അങ്ങനെ കണ്ടിന്യൂ ചെയ്യാം. ഗ്രാമർ ഏരിയസ് നോക്കണം, ഡിസ്കോഴ്സ് മോഡൽസ് നോക്കണം, ചാപ്റ്റേഴ്സിലെ പ്രധാനപ്പെട്ട പാരഗ്രാഫുകളും വേർഡ്സും നോക്കണം. അങ്ങനെ എല്ലാം നോക്കുന്ന ഒരു ദിവസമായിട്ട് നാളെ നിങ്ങൾ മാറ്റിയെടുക്കുക. രാത്രി നമ്മളോടൊപ്പം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കോഴ്സുകൾ വിത്ത് ആൻസർ നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരും. അതിലേക്ക് ഗ്രാമറും കൂടി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ അതും ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. നോ വറീസ്, നോ ടെൻഷൻ. ഒരു വറിയും വേണ്ട, ഒരു ടെൻഷനും വേണ്ട. കാര്യങ്ങളൊക്കെ വ്യക്തമായി എന്ന് ഞാൻ മനസ്സിലാക്കട്ടെ. എല്ലാവരും കമന്റിലൊക്കെ നല്ല ഉഷാറായിട്ട് ആക്റ്റീവ് ചെയ്യുന്നുണ്ട്. സർ പ്രോഗ്രാം മോഡൽ പ്ലീസ്, സിമ്പിൾ ആയിട്ട് ഉള്ളത് പ്ലീസ് സർ, പ്ലീസ് സർ. പ്രോഗ്രാം മോഡലോ എന്താണ്? പ്രോഗ്രാം ഡീറ്റെയിൽസ് ആണോ? അങ്ങനെയുള്ള കമന്റ്സ് ഒന്നും നോക്കണ്ട. കമന്റുകൾ അങ്ങനെ പലതും വരും, അതൊന്നും നമ്മളെ തളർത്തുകയേയില്ല കേട്ടോ. അവനത് പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്, ഞാനത് വായിക്കാനും നിൽക്കുന്നില്ല. കാരണം എന്റെ ആവശ്യം ഇവിടെ ഇല്ല. ഏതായാലും നിന്റേത് വരില്ല കേട്ടോ, എന്റേതും വരില്ല, നിന്റേതും വരില്ല. വരാനിരിക്കുന്നത് ഗ്രാൻഡ് ഫാദർ, മാർത്ത, നീലകണ്ഠ, കിരണിന്റെ ഒക്കെ എന്ത് ചെയ്യാം, ക്യാരക്ടർ സ്കെച്ച് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. പക്ഷെ ക്യാരക്ടർ സ്കെച്ചിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു മോഡൽ തരാൻ നമുക്ക് നമ്മുടെ കയ്യിലില്ല മീൻസ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഡാഷ് ഈസ് ദ പ്രൊട്ടാഗനിസ്റ്റ് ഓഫ് ദ സ്റ്റോറി ഡാഷ് എന്ന് പറഞ്ഞു കൊടുക്കാം. അതൊക്കെ ഒരു ഒന്നോ രണ്ടോ ലൈനിൽ അവസാനിക്കുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്യാരക്ടർ സ്കെച്ചിന് ഒരു മോഡൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ അതിലേക്ക് എന്ത് ചെയ്യുന്നില്ല, വരുന്നില്ല. ക്യാരക്ടർ സ്കെച്ച് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ക്യാരക്ടർ സ്കെച്ച് അതായത് നമ്മുടെ ആ ഒരു ഹോം ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അഡ്വഞ്ചേഴ്സിന്റെ ബാനിയൻ ട്രീയിലെ ബോയുടെ ക്യാരക്ടർ സ്കെച്ചിന്റെ ആവശ്യമായിട്ടുള്ള പോയിന്റ്സുകൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വീഡിയോ രൂപത്തിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ താഴെ ഞാനൊന്ന് കമന്റ് ആയിട്ട് എല്ലാ ക്യാരക്ടേഴ്സിന്റെയും അത്തരത്തിലുള്ള പോയിന്റ്സ് ഞാൻ എന്ത് ചെയ്യാം, ഒരു ടെക്സ്റ്റ് പോലെ, മെസ്സേജ് പോലെ ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് തരാം. അതൊന്ന് നോക്കിക്കോളാം. ഓക്കെ, അപ്പൊ അത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇപ്പൊ ഏതോ ഒരു ഇതിൽ ഞാൻ PYQ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തതുപോലെ നോട്ടീസിന്റെ താഴെ കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള നോട്ടീസിന്റെ ക്വസ്റ്റ്യൻസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആ ഒരു ക്യാരക്ടർ സ്കെച്ചിന്റെ ഹോം വീഡിയോയിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ താഴെ ഞാൻ എന്ത് ചെയ്തു തരാം, കമന്റ് ചെയ്ത് തരാം. അത് കമന്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ക്യാരക്ടേഴ്സിന്റെയും മേജർ പോയിന്റ്സ് നിങ്ങൾക്ക് അത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അതൊന്ന് വായിക്കുക. അത് വായിച്ചാൽ തന്നെ ഏകദേശം എന്ത് ചെയ്യാൻ പറ്റും, റെഡി ആവും കേട്ടോ. സാറേ നാളെ ലൈവ് ഉണ്ടോ, എപ്പോഴാണ്? നാളെ ഇതേ സമയം 7 മണിക്ക് തന്നെ നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. ഡിസ്കോഴ്സ് ആയിരിക്കും, ഗ്രാമറും സമയത്തിനനുസരിച്ച് നമ്മൾ ചെയ്യും. പ്രോഗ്രാം ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല മോളെ. പ്രോഗ്രാം ഡീറ്റെയിൽസിലേക്ക് വരുന്ന സമയത്ത് പ്രോഗ്രാം ഡീറ്റെയിൽസ് നോട്ടീസിന്റെ ഭാഗത്ത് സ്പേസ് ഇല്ല. പ്രോഗ്രാം ഡീറ്റെയിൽസ് പറയാം. പ്രോഗ്രാം ഡീറ്റെയിൽസിൽ ആദ്യം പ്രയർ എന്ന് കൊടുക്കുക. പ്രോഗ്രാം ഡീറ്റെയിൽസിന്റെ സൈഡ് ഹെഡിങ് കൊടുക്കുക. ദെൻ പ്രയർ കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡൻഷ്യൽ അഡ്രസ്, അധ്യക്ഷ പ്രസംഗം, നമ്മുടെ നോട്ടീസിന്റെ ആ ഒരു മോഡലിനകത്ത് ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം. നോക്കിയാൽ മതി കേട്ടോ. പ്രസിഡൻഷ്യൽ അഡ്രസ് കഴിഞ്ഞാൽ ഇനാഗുറേഷൻ, കൊടുക്കുക. ഇനാഗുറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഫെലിസിറ്റേഷൻ, ആശംസകൾ അറിയിക്കുക. ഫെലിസിറ്റേഷൻ. അത് കഴിഞ്ഞ് ലാസ്റ്റ് കൊടുക്കുന്ന സമയത്ത് വോട്ട് ഓഫ് താങ്ക്സ്, നന്ദി അറിയിക്കുന്ന ഭാഗം, വോട്ട് ഓഫ് താങ്ക്സ്. ഓക്കെ, പ്രയർ, പ്രസിഡൻഷ്യൽ അഡ്രസ്, അധ്യക്ഷ പ്രസംഗം, ഇനാഗുറേഷൻ, ഉദ്ഘാടനം, ഫെലിസിറ്റേഷൻ, ആശംസ, വോട്ട് ഓഫ് താങ്ക്സ്, നന്ദി പറയൽ. ഇത്രയാണ് നോട്ടീസ് അവസാനിപ്പിക്കുന്ന, അതായത് പ്രോഗ്രാം ഡീറ്റെയിൽസ് കൊടുക്കേണ്ടത്.
ഇനി ഞാൻ ആ ബാക്കി സാധനം ഇവിടെ എഴുതുന്നുണ്ട്. ഇതിപ്പോ അപ്രിസിയേഷന്റെ മോഡലിനകത്താണ് ഞാൻ എഴുതുന്നത്. ശ്രദ്ധിക്കണം, തെറ്റ് വരുത്തരുത്. നോട്ടീസ് അവസാനിപ്പിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് ഡേറ്റ് എന്ന് കൊടുക്കുക. ഡേറ്റ്. അതിന്റെ താഴെ പ്ലേസ് അതും കൊടുക്കാം. റൈറ്റ് സൈഡിൽ, നേരെ റൈറ്റ് സൈഡിൽ സെക്രട്ടറി ഓഫ് ദ ക്ലബ്ബ് എന്ന് കൊടുക്കുക. സെക്രട്ടറി ഓഫ് ദ ക്ലബ്ബ്, നെയിം, സിഗ്നേച്ചർ. ഇത്രയാണ് ഒരു നോട്ടീസിന്റെ മോഡലായിട്ട് കൊടുക്കേണ്ടത് കേട്ടോ. നോട്ടീസിന്റെ മോഡലായിട്ട് കൊടുക്കേണ്ടത്. നോട്ടീസ് അവസാനിക്കുന്നതിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് പ്ലേസ്, ഡേറ്റ്, റൈറ്റ് സൈഡിലായിട്ട് സെക്രട്ടറി ഓഫ് ദ ക്ലബ്ബ് എന്ന് പറഞ്ഞു കൊടുക്കുക. റെഡിയാണോ? ആരാ കമന്റ് ചെയ്ത? മാളൂസ് ആണെന്ന് തോന്നുന്നു. ഇത്രയാണ് വേണ്ടത്. നമ്മുടെ ചാനലിലുള്ള നോട്ടീസിന്റെ ആ ഒരു മോഡൽ നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. പ്രോഗ്രാം ഡീറ്റെയിൽസ് സിമ്പിൾ ഓൺ ലാംഗ്വേജിൽ. സിമ്പിൾ എന്ന് പറയാൻ പറ്റില്ല. സ്കൂളിൽ തന്നത് ഫുള്ള് വായിക്കാൻ കിട്ടാത്ത ഓരോന്നാണ്. ഈ വായിക്കാൻ കിട്ടാത്ത പ്രോഗ്രാം ഡീറ്റെയിൽസ് ഏതാ മോളൂ? ഞാനിപ്പോ പറഞ്ഞത് കിട്ടിയോ? മാള് പോയോ? ഞാൻ പറയൂ, നമുക്ക് അവസാനിപ്പിക്കണം. പറയൂ. ചില ആളുകൾക്ക് എന്ത് സോഷ്യൽ പ്ലാറ്റ്ഫോം ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അവരങ്ങനെ പറയട്ടെ, അത് മൈൻഡ് ചെയ്യണ്ട. ഡോണ്ട് വറി, നോ വറീസ്. ഓക്കെ, മാളൂസിന് ഞാൻ പറഞ്ഞത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. കമന്റ് കാണുന്നില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം. താങ്ക് യു സാർ. ഓക്കെ, ഫൈൻ. അപ്പൊ മക്കളെ, ഒരിക്കൽ കൂടി എല്ലാവർക്കും ഗുഡ് ലക്ക് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് വിത്ത് us. ഞങ്ങളുടെ കൂടെ ഇന്ന് കൂടിയ എല്ലാവർക്കും, ഇനി കൂടാൻ പോകുന്ന ആളുകൾക്കും അവസാനമായിട്ട് നന്ദി അറിയിക്കുന്നു. വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതോടൊപ്പം നാളെ കൃത്യം 7 മണിക്ക് നമ്മൾ വീണ്ടും ജോയിൻ ചെയ്യും. ഡിസ്കോഴ്സ് ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസേഴ്സുമായിട്ട് വന്ന ആളുകളും വരാനിരിക്കുന്ന ആളുകളും ഇനി കാണാൻ പോകുന്ന ആളുകളൊക്കെ കൃത്യസമയത്ത് നമ്മളോടൊപ്പം കൂടിക്കോ, നഷ്ടം വരില്ല എന്നുള്ള ആ ഒരു ഉറപ്പ് നൽകിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് മക്കളെ. ഏകദേശം 7 മണിക്ക് നമ്മൾ തുടങ്ങിയ ലൈവ് ഇപ്പതേ 10 മണി, 3 മണിക്കൂറോളം നമ്മൾ കടന്നുപോയി. ആ ഒരു 3 മണിക്കൂറോളം എന്റെ കൂടെ നിന്ന് കാര്യങ്ങളൊക്കെ കമന്റ് ആയിട്ടും ഒക്കെ അറിയിച്ച് വേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ചു വാങ്ങിയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും, എല്ലാ മക്കൾസിനും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു സോ മച്ച് ആൻഡ് goodbye. See you in the next class.